പുള്ളി അങ്ങ് വീർത്ത് കെട്ടിയൊക്കെ എന്താ കാരണം ഇവനെ പണ്ട് അനുസരണക്കേട് കാണിച്ച് വൃക്ഷഫലം തിന്നു. നീ വൃക്ഷഫലം തിന്നില്ല, നിനക്ക് സാധ്യതയില്ല, നീ മാറിയിക്കലാന്ന് പറഞ്ഞു. ആദം നബിയും പോയി, ആദം നബിയുടെ കൂടെയുള്ള ജനങ്ങൾ മാറി. അടുത്ത ആള് നൂഹിനെ വരാൻ പറഞ്ഞു. നൂഹ് വരിക, റബ്ബേ സൂര്യൻ ഏറ്റവും താഴെ വന്ന് വിയർത്ത് കുളിച്ച് നിൽക്കുക ഒരു മൈതാനത്ത്. പുത്തരിക്കണ്ട മൈതാനമൊന്നും അല്ലേ, ഭയങ്കര മൈതാനം. ആ മൈതാനത്ത് തുണിയില്ലാതെ കൊണ്ട് നിർത്തിയിരിക്കുക ഇവിടുത്തെ ജീവികളെ എല്ലാത്തിനും ഉണ്ട്. ഒളിഞ്ഞ് ഇങ്ങനെ കണ്ടെത്താതെ ദൂരത്ത് ഇങ്ങനെ നിൽക്കുക. നോക്കിയാൽ കാണാം ഉമ്മയും പെങ്ങളും അനിയത്തിയും ബാപ്പായും മൂത്താപ്പയും ഇളയപ്പയും ഒക്കെ നിൽക്കുന്ന കാണാം, നഗ്നരായിട്ടിരിക്കുന്നത്. അള്ളാഹപ്പുറത്ത് നിൽക്കുന്നു. മുഹമ്മദ് കൊണ്ട് എല്ലാവർക്കും ആർക്കും തുണിയില്ല. രോമരഹിതരായി ആ ഉയർത്തൽക്കെന്ന് പറയുന്നത് മനസ്സിലായി. രോമമൊന്നുമില്ല, ഇങ്ങനെ നിൽക്കുക. അപ്പോഴാ നൂഹിനെ പറഞ്ഞ, റബ്ബേ എന്റെ അനുയായിയുടെ കാര്യം. റബ്ബങ്ങ് ചൂടായി, റബ്ബങ്ങ് മുഖം കനത്ത്. റബ്ബിന്റെ മുഖം ആകെ കോപക്രാന്തനായി റബ്ബ്. എന്താ കാരണം? നൂഹ് ആ പ്രളയ സമയത്ത് ജനത്തിനെതിരായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എന്തൊരു പാവോ ചെയ്തു. അങ്ങനെ നൂഹിനെ തള്ളി, ഈസയും തള്ളി, ഇബ്രാഹിമിനെ തള്ളി. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ റബ്ബ് വരും, നമ്മുടെ കഥാപാത്രം വരുന്ന മാനവരും ബഹോന്നതനായ വനിതാ കയറി വരുന്നു, അടിവെച്ച് മുഹമ്മദ് മുസ്തഫ കയറി വന്നിട്ട് പറയുക. അപ്പൊ തിരുവേനി ചോദിക്കുക, അപ്പൊ അള്ളാഹ് ചോദിക്കുക, മുഹമ്മദ് എന്താണ് നിനക്ക് വേണ്ടത്? എന്താ? ഉടനെ ഇദ്ദേഹം പറയും, എന്റെ ജനം എന്റെ അധികാരി കയറി വന്ന് അങ്ങ് സിംഹാസനത്തിന് അടുത്തേക്ക് കയറിയെന്നാ പറയുന്നത്. ഒരു ഹദീസ് പറയുന്നത് ഈ സിംഹാസനത്തിനകത്ത് മുഹമ്മദ് കയറി ഇരുന്നാ പറയുന്നത്. അപ്പൊ എന്താ പ്രശ്നമൊന്നുമില്ല, എന്റെ ജനം നീ ഒരു കാര്യം, സ്വർഗത്തിന്റെ ഈ കവാടങ്ങളുണ്ടോ, വലതുവശത്തെ കവാടത്തിലൂടെ നീ ഇതിന്റെ ജനത്തെ എല്ലാം കൂടെ കയറ്റിക്കൊണ്ട് പോകണം. മനസ്സിലായോ? ആരാ ഈ പുള്ളി ആരാ? എന്റെ ബ്രദറെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സമാനതകളില്ലാത്ത ക്രൂരതയുടെ പര്യായമല്ല 23 വർഷം കാട്ടിക്കൂട്ടിയതായ ആ രക്തപങ്കിലമായ പൊറുക്കുവോ ആ പശ്ചിമേഷ്യ മുഴുവന് കുരുതിക്കളവാക്കിയില്ലേ? അദ്ദേഹം വിശുദ്ധനാന്നും പരിശുദ്ധനാന്നും പറയുന്ന അള്ളാഹു അദ്ദേഹത്തിന്റെ അനിയകളെ അവതരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഹദീസിൽ ഒരു ഹദീസിൽ പറയുന്നത്, വ്യഭിചരിച്ചാലും മോഷണം നടത്തിയാലും സുവർഗത്തിൽ പോകാം. പരലോകത്ത് എത്താവുന്നൊരു ഹദീസുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി. അപ്പൊ ചോദിക്കുന്നത്, അവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് വ്യഭിചരിച്ചാലോ, മോഷണം നടത്തിയോ? കുഴപ്പമൊന്നുമില്ല, അങ്ങനെയുള്ളവർക്ക് പോകാം. അപ്പൊ വ്യഭിചാരികളുടെയും മോഷണം നടത്തിയവരുടെയും കേന്ദ്രമായി ഇസ്ലാമിന്റെ സ്വർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇടമറ എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം ഖുർആൻ വിമർശന പഠനം എന്ന പുസ്തകത്തിനകത്ത് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു ഹെഡിങ് ഉണ്ട്, ഒരു ശീർഷകം. ഇസ്ലാമിന്റെ സ്വർഗം വ്യഭിചാരശാല എന്നതിന്റെ ഹെഡിങ് തന്നെ. ഇതിന് താഴോട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അത് 82 അദ്ദേഹം പറഞ്ഞു. അന്നൊന്നും നാട്ടുകാർക്ക് ആർക്കും ഇത് മനസ്സിലായില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ഈ മുഹമ്മദിന് പരലോകം വാഗ്ദാനം ചെയ്തിരിക്കുക എന്ന് പറയുമ്പോഴത്തേനെ, ഈ ഗോവിന്ദചാമിയൊക്കെ എത്ര സ്വർഗത്തിൽ പോകാനുള്ള അവകാശം? ഗോവിന്ദചാമി ഒന്നും ചെയ്തിട്ടില്ല. അഡോൾഫ് ഹിറ്റ്ലറൊക്കെ ഒന്നും ചെയ്തിട്ടില്ലെന്നേ. ഇദിയമീൻ ഉണ്ടല്ലോ ഉഗാണ്ടയിലെ, അയാളൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ ഒരു കംബോഡിയയിലെ പോൾ പൊട്ട് ഉണ്ടായിരുന്നല്ലോ, അല്ലെ, വളരെ കുപ്രസിദ്ധനായിരുന്നല്ലോ പോൾ പൊട്ട്. അയാളൊക്കെ എത്ര മാന്യനായി ഇദ്ദേഹമായിട്ട് കമ്പയർ ചെയ്ത. അത് സിംബാബ്വേയിലെ വേറൊരു മുഗാബ ഉണ്ടായിരുന്നു, മുഗാബ. അയ്യോ, സമാധാനതകളില്ലാത്ത പരിപാടി. അതുപോലെ ഇദ്ദേഹം കേണൽ ഗദ്ദാഫി ലിബിയയിലെ, അതുപോലെ തന്നെ ക്രൊയേഷ്യയിലെ ആംബെ പാവ്ലിച്ച്, അവരൊന്നും ഒന്നുമില്ല. അവരെയൊക്കെ എവിടെ നിൽക്കുന്നു മുഹമ്മദ്? അപ്പൊ മുഹമ്മദിന് സ്വർഗം കിട്ടാമെങ്കിൽ പിന്നെ ഞാൻ ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ പിന്നെ സ്വർഗം കിട്ടാതിരിക്കാൻ കാരണം എന്താന്ന് ഇസ്ലാമില്? അപ്പൊ ഇതുങ്ങളെല്ലാം കൂടെ അടിച്ചു കയറ്റും എന്നുള്ള രീതിയാണ് വരേണ്ടത്. പക്ഷെ ആർക്ക് സ്വർഗമില്ല? നീതിയോടെ ജീവിച്ചാൽ ഈസാ നബി പോലും അള്ളാഹുടെ പ്ലെങ്ങായിട്ട് നിൽക്കുക. ഈസ ഒരു തെറ്റ് ചെയ്തിട്ട് എങ്ങും ഈ ഹദീസിൽ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അതുകൂടെ നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. ഈസ പറയുന്നുണ്ട്, റബ്ബേ എന്റെ ജനം വിടുത്താർന്ന ആള് പറയുന്ന എന്റെ ജനം അവരെ എങ്ങനെയെങ്കിലും നീ പരലോകത്ത് എത്തിക്കണം. അപ്പൊ അള്ളാഹു കോപിച്ചു. അള്ളാഹു ഈസയ്ക്ക് മറുപടിയായിട്ട് ഈസയുടെ വീക്ക്നെസ് ഒന്നും പറയുന്നില്ല, ഈസ എന്ത് തെറ്റ് എന്ന് പറയുന്നില്ല. പക്ഷെ ഈസയെ തള്ളിക്കളയുക. മനസ്സിലായോ? മറ്റുള്ളവരുടെയൊക്കെ തെറ്റുകൾ ആദം മുതൽ ഈസ വരെയുള്ള ഇബ്രാഹിം നബി വരെയുള്ള ആളുകളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവരെയും അവരുടെ അനുയായികളെയും പരലോകത്ത് കയറ്റാതെ ഈ അള്ളാഹു തടഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ ഈസയുടെ രംഗം വന്നപ്പോൾ ഈസയുടെ തെറ്റുകളൊന്നും ചൂണ്ടിക്കാണിക്കുന്നില്ല, തെറ്റില്ല. എന്നിട്ട് പോലും ഈസയെ അവഗണിച്ചിട്ടാണ് മുഹമ്മദിനെ അദ്ദേഹത്തിന്റെ അനുയായികളെയും കൂടെ ഈ പരലോകത്തേക്ക് എത്തുന്നത്. അപ്പൊ ഈ അള്ളാഹു ആരാണ്? കൂട്ടി വായിക്കണമേ. അപ്പൊ ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ സ്ഥിതി. നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കളൊക്കെ ഇത് മനസ്സിലാക്കി. അത് വിടെ അല്ലാ ദുഷ്ടന്റെ ദുഷ്ടത അവൻ ചത്തു കഴിയുമ്പോ അവന്റെ ആ ദുഷ്ടത തീരും. മുഹമ്മദിന്റെ ദുഷ്ടത ഇന്നും നടന്നുകൊണ്ടിരിക്കുവല്ലേ, അതാണ് ഏറ്റവും വലിയ രസം. അല്ല, അപ്പൊ വ്യഭിചാരം മറ്റേ ആർക്ക് ചെയ്യാം എന്നുള്ള ഒരു മതം
അതിനകത്തോട്ടാണ് എല്ലാരും ആകർഷിക്കപ്പെടുന്നത്. ശരിയാ കേട്ടോ. നമുക്ക് നമ്മളിപ്പോ ഒരു നമ്മളോട് യേശു ക്രിസ്തു പറയാം, എടാ നീ ഒരു പെണ്ണിനെ ദുഷ്ടലാക്കോടെ നോക്കിയാൽ അത് നീ വ്യഭിചാരം ചെയ്യുന്നെന്ന് പറയാം. ഇപ്പൊ വേറൊരാൾ ഇപ്പറ ഇന്ന് പറയാം, നീ ഇതെന്ത് ചെയ്തോ, അത് കുഴപ്പമൊന്നുമില്ലതേ. എന്നിട്ട് ഞാൻ ഒറ്റേ ഉള്ളൂ, എന്റെ അള്ള ഒന്നേ ഉള്ളൂ എന്ന് മാത്രം വിചാരിച്ചാ മതി. അതിനകത്തോട്ടല്ലേ ആള് കൂടുക. സ്വർഗത്തിലോട്ടുള്ള വഴി കല്ലും മുള്ളും നിറഞ്ഞതും നരകത്തിലോട്ടുള്ള വഴി എങ്ങനെയാ? അതല്ലേ സംഭവം. സംഭവം അതാണ്. കറക്റ്റാ തോമസ് ബ്രദറെ. ഇതിനകത്ത് യേശു ക്രിസ്തു എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞോ അതിനൊക്കെ കുറുക്ക് വഴികൾ കണ്ടുപിടിച്ചു മുഹമ്മദ്. ഉം. ആ അതാണ് മുഹമ്മദ് പുള്ളി ചെയ്തത്. അതെല്ലാം പറഞ്ഞു ഇതൊക്കെ കൊടുത്തു. ന്യൂട്രൽ നമുക്ക് നിങ്ങൾ ചെയ്യൂ, നിങ്ങൾ എന്തും ചെയ്തു, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഇങ്ങോട്ട് പോര്, ഞാൻ ഒന്നാന്ന് അള്ളാഹു എന്ന് പറഞ്ഞ ഈ അള്ളാഹു ആരാ? ഈ പുള്ളി തന്നെ. അള്ളാഹുവിനെ പുള്ളി ഉണ്ടാക്കി. പുള്ളി ആരുണ്ടാക്കി? അള്ളാഹു ഉണ്ടാക്കി. അപ്പൊ ഇവര് തമ്മിൽ എന്തുവാ? ഇവര് തമ്മിൽ രണ്ടും ഒന്നും മച്ചാനും മച്ചാനും എന്ന് പറഞ്ഞ കണക്ക് രണ്ടുപേരും ഒന്ന് തന്നെയാ. സവർബറെ ഈ എന്നിട്ട് നീ മുഹമ്മദാണ് അള്ളാഹുവിനെ, മുഹമ്മദ് കൺട്രോൾ റിമോട്ട് മുഹമ്മദിന്റെ കയ്യിൽ. അള്ളാഹുവിനെ എങ്ങോട്ട് തിരിക്കണം, ചാനൽ മാറ്റുന്ന പോലെ ഈ മുഹമ്മദ് അള്ളാഹുവിനിട്ട് കളിപ്പിക്കുന്നത്. ഏഹ് അള്ളാഹുവിനെ മുഹമ്മദ് നിയന്ത്രിച്ച് കൊണ്ടു നടക്കുന്നതായ രംഗം നമ്മൾ ഹദീസിലൂടെ പോയി കാണാനായിട്ട് വരും. ചാടിക്കളിയുടെ കൊച്ചിരാമ എന്ന് പറയുന്ന കണക്ക് അള്ളാഹുവിനെ കളിപ്പിക്കുക. ഇങ്ങനെ അതിന്റെ നൂല്, അതിന്റെ റിമോട്ട് മുഹമ്മദിന്റെ കയ്യിലാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ മുഹമ്മദ് പറയുന്ന ഒരു ഹദീസിലെ, നിങ്ങൾ എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി 10 സ്വലാത്ത് ചെല്ലുമെന്ന്. മനസ്സിലായോ? എടാ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനെ കൊണ്ട് 10 പ്രാവശ്യം പ്രാർത്ഥിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ചോദ്യം ഉണ്ട്, ഈ അള്ളാഹു ആരോടെ ഈ പ്രാർത്ഥിക്കുന്നത്? ഇതൊക്കെ ഒരു മനുഷ്യന് പറയണമെങ്കിൽ ഒരു 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 ദൈവത്തെ, അതായത് ഇവര് ഈ എന്താ 10 100 160 കോടി ജനങ്ങൾ വരുന്ന അല്ലേ, അത്രയില്ലേ? ഇനി അത്രയോ ആയിക്കോട്ടെ, അതിന് കൂടുതലോ കുറഞ്ഞോ ആയിക്കോട്ടെ, ഇത്ര കോടിക്കണക്കിന് വരുന്ന മുസ്ലിങ്ങളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ മുഹമ്മദ് പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി സ്വലാത്ത് ഇല്ല. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നാ എന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു പ്രാവശ്യം സ്വലാത്ത് ഇല്ല, അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി 10 പ്രാവശ്യം സ്വലാത്ത് ഇല്ലും. മനസ്സിലായോ? അപ്പൊ കൺട്രോൾ ആരുടെയില്ല? മുഹമ്മദിന്റെ ഇല്ല. അപ്പൊ മുഹമ്മദ് ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് ഈ അള്ളാഹു എന്ന് പറയുന്നത്. പാപം ഇങ്ങനെ പുറകെ നടക്കുക അറുമ്പോയെ പോലെ ഈ മുഹമ്മദിന്റെ പുറകെ. മുഹമ്മദിന് ഈ പഴയ കാലങ്ങളിൽ ഈ തമ്പ്രാക്കന്മാരുടെ കാലങ്ങൾ ഉണ്ടല്ലോ, ഈ പഴയകാല മാടമ്പിമാര്, അവരുടെയൊക്കെ കുടിയടപ്പ് ഭൂമിയിൽ കിടക്കുന്ന ചില പാവപ്പെട്ട ആളുകളുണ്ട്. ഈ 2-ാം മുണ്ടെടുത്ത് കക്ഷത്തിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ തിരുവേനി വരുമ്പോ തമ്പുരാൻ വരുമ്പോൾ ഒറ്റമ്പുരാനെ എന്ന് പറഞ്ഞ ഓച്ചാനിച്ച് നിൽക്കുന്ന രീതിയിൽ, ഇതുപോലെയാണ് അള്ളാഹു മുഹമ്മദിന്റെ അടുത്ത് നിൽക്കുന്നത്. മുഹമ്മദ് മുതലാളി, അള്ളാഹു ഒരു 2-ാം കുടിയടപ്പുകാരനെ പോലെ. പക്ഷെ ഈ കുടിയടപ്പുകാരനാണെങ്കിലും കിടന്നിട്ട് പുള്ളി കിടന്ന് ഭയങ്കര ഡയലോഗാ, തള്ള, ഞാൻ ആനയാണ് മാനയാണ് കോനയാണെന്നൊക്കെ പറഞ്ഞ് തള്ളും. ഇടാ ആനയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യടാ, ആനയിട്ടൊരു പിണ്ടമെങ്കിലും നീ കാണിക്കല്ല. ആനയാണ് കൂനിയാണെന്ന് പറഞ്ഞിട്ടുമല്ലോ പറയുന്നത്. ആനയിട്ട പിണ്ടം പോലും കാണിക്കാതെ ഞാൻ ആനയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് അള്ളാഹു പറയുന്നു. അപ്പം ഈ ലോകത്തിലെ ഒരു മതങ്ങളിലും ഇങ്ങനെ ഒരു ദൈവത്തെ ഉപയോഗിച്ചിട്ടുള്ള ചരിത്രം കാണാൻ പറ്റും. കുറെ അന്തസ്സും അഭിമാനമൊക്കെ ഇല്ലേ ഈ ദേവന്മാർക്കൊക്കെ. അവരുടേതായ ഒരു വിലയില്ലേ ഇത്. മുഹമ്മദ് ഇങ്ങനെ വണ്ടിയെ കൊണ്ടുപോകാൻ തള്ളിക്കൊണ്ട് നടക്കുക. ഈ അള്ളാഹുവിനെ മുഹമ്മദ് നിൽക്കാൻ പറയുമ്പോൾ നിൽക്കുക, നടക്കാൻ പറയുമ്പോൾ നടക്കുക, ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി ആയത്തിറക്കാൻ പറയുമ്പോൾ ഉടനെ അർപ്പിക്കുക. ആ മാര്യത്തിനെ പ്രാപിക്കാൻ പോയ സമയത്ത് അള്ളാഹുവിനെ കൊണ്ട് ഈ മുഹമ്മദ് ഇറക്കിക്കുക ആയത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതായ ഒരു അള്ളാഹുവും മുഹമ്മദിനെയാണ് നമ്മൾ ഈ പുസ്തകത്തിനകത്ത് കാണുന്നത്. ആകെ മൊത്തം ആഭാസത്തരം. അങ്ങനെ ആഭാസ ജീവിതം നയിക്കുന്ന, ആഭാസകരമായി ജീവിതചര്യയിൽ ഏർപ്പെടുന്നവർക്ക് പരലോകം വെച്ചിരിക്കുന്നു. എത്ര നല്ല സുന്ദര പരലോകം. അല്ല, അത് പണ്ട് നമ്മുടെ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞ കണക്ക് ഉളുപ്പ് ആ ഉളുപ്പില്ലാത്തോണ്ടോ ഇവര് ഇതങ്ങനെ പറയുന്നത്. ഇനി അടുത്ത എന്റെ ഒരു ചോദ്യം, എന്റെ ഒരു സംശയം, ഇപ്പൊ നമ്മുടെ ജോ ബൈഡൻ ഇന്ത്യ വരിക, അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ വന്ന ഇവിടെ ജനങ്ങളോട് ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആണ് എന്ന് പറയേണ്ട കാര്യമുണ്ടോ? എല്ലാവർക്കും അറിയാം അമേരിക്കൻ പ്രസിഡന്റ് ആണ്.
എന്ന് പറഞ്ഞ കണക്കല്ല ഇവരെപ്പോഴും ചോദിക്കും ബൈബിളിൽ എവിടെയെങ്കിലും യേശു ക്രിസ്തു ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ദൈവം എന്തിനാണ് ഞാൻ ദൈവമാണെന്ന് പറയേണ്ട കാര്യമുണ്ടോ? എന്നാ ഇവരുടെ പുസ്തകത്തിൽ ഞാൻ അള്ളാഹുവാണ്, ഞാൻ വലിയ സംഭവമാണ് എന്ന് എല്ലാം ഓരോ മിനിറ്റിനും മുട്ടിനും പറയുന്നില്ലേ? ഉണ്ടോ? ഹലോ, ആ, അതിന്റെ കാരണം മുഹമ്മദിന്റെ വല്ല പറഞ്ഞില്ലേ, തുർലാലി അല്ലേ? അല്ല, അന്നേരം സ്വയത്തിന് റിമൈൻഡർ കൊടുക്കും അവൻ. ഇല്ലേ ജാക്കോബാസേ? അവരുടെ ഓരോ മുട്ടിനും ഓരോ പീരി ഇട്ട പോലെ, പുട്ടിന് പീരിടുന്ന പോലെ ഞാൻ അള്ളാഹുവാണ്, ഞാൻ വലിയ സംഭവം എന്ന് പറയുന്നില്ലേ? അല്ല, അത് ആ പറയുന്നത് വാസ്തവത്തിൽ നമ്മൾ ആര് ബ്രദർ പറയുന്ന രീതി ചിന്തിച്ചാൽ അള്ളാഹു അല്ല പറയുന്നത്, മലക്കാ പറയുന്നത്. അള്ളാഹു പറയുന്ന ആയിട്ട് ഖുറാനില്ലല്ലോ. ഞാൻ അള്ളാഹുവാണ്, എന്നെ നിസ്കരിക്കണമെന്ന് അള്ളാഹുടെ പറയുന്ന ഒരാഴ്ചയില്ലല്ലോ. അതവിടെ പറയുന്നത് മലക്കാ പറയുന്നത്. അപ്പൊ മലക്ക് അള്ളാഹുവിന് വേണ്ടി സംസാരിക്കും. നമ്മൾ ഈ വാദം വരുമ്പോൾ, നമ്മൾ വ്യക്തമായ ഒരു ഡിബേറ്റ് വരുമ്പോഴത്തേനാണ് നമ്മുടെ ചോദ്യം വരുന്നത്, അള്ളാഹു സ്വയം പറയുന്ന ഒരാഴ്ചയുണ്ടോ ഞാനാണ് ദൈവം, എന്നെ നിസ്കരിക്കണമെന്ന്. അവിടെയാണ് അവർ കുഴഞ്ഞു പോകുന്നത്. അപ്പോൾ അവർക്ക് തിരുത്താൻ സാധ്യത. കാരണം അങ്ങനെ പറഞ്ഞ പോലെ യേശു ഞാൻ ദൈവമാണോ എന്ന് യേശു പറഞ്ഞിട്ടുള്ള ചോദ്യം അവർ ചോദിക്കുമ്പോൾ തന്നെ ഈ ചോദ്യം നേരിട്ട് അവരുടെ കുന്തമുന പോലെ അവരുടെ നെഞ്ചത്തേക്ക് കയറുക. അവിടെ അവർ പരുകിപ്പോവുക. യേശു ദൈവമെന്ന് സ്വയം പറയുന്നുണ്ട്. വെളിപ്പാട് ദിവസം 1:8 കർത്താവ് പറയുന്നുണ്ടല്ലോ, ഞാൻ അൽഫയും ഒമേഗയും ആവുന്നു, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവ്വശക്തി ദൈവമായ കർത്താവിനോട് ചെയ്തു. ഇത് ക്രിസ്തു ഡയറക്റ്റ് പറയുന്ന വാക്യോ. യേശു സ്വയം ദൈവമാണെന്നും ആ ദൈവം സർവശക്തിയുള്ള ദൈവമാണെന്നും വെളിപ്പാട് 1:8 ക്രിസ്തു നേരിട്ട് പറയുന്നുണ്ട്. ഇതിന്റെ ഒരു അംശം പോലും അള്ളാഹ് പറയുന്നില്ലല്ലോ. അള്ളാഹ്ക്ക് പറയാൻ മലക്കല്ല പറയുന്നത്. അപ്പൊ ആ മലക്ക് പറയുന്നതിന് എന്ത് അടിസ്ഥാനം, എന്ത് വിലയാ കൊടുക്കേണ്ടത്? എങ്കിലും മലക്ക് പറയുമ്പോൾ തന്നെ ഞാൻ ആനയാണ് പൂനയാണെന്ന് അള്ളാഹുവിന് വേണ്ടി ഈ മലക്ക് പറയുമ്പോൾ തന്നെ അള്ളാഹു മലക്കിനെ പ്രതികരിച്ചുകൊണ്ട് ഒരു ആനപ്പിണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ടതല്ലേ? അപ്പൊ ആനയാണ്, ആനയിൽ നിന്ന് വന്നിട്ടുണ്ട് എന്ന് കൊമ്പനാണ് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേന് ഒരു തെളിവ് കാണിക്കും. എന്താ സംഭവം? നിങ്ങൾ നോക്ക്, പിണ്ടം നോക്ക്, ആവി പറക്കുന്നു. സംഭവം ശരിയാ. ഇതാ ഒരു പിണ്ടം പോലും ഇടാനുള്ള കെൽപ്പില്ലാതെ അള്ളാഹു ഞെളിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയുള്ള കാര്യം. ഈ ചാടിക്കലയുടെ കുഞ്ഞിരാമ എന്ന് പറയുന്നത് പോലെ മുഹമ്മദ് അള്ളാഹുവിനെ കളിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. റബസ്റ്റാമ്പിനേക്കാൾ തികച്ചും താഴെക്കിടയിലുള്ള ഒരു നിലവാരമാണ് ഈ അള്ളാഹുവിന് ഈ മുഹമ്മദ് കൊടുക്കുന്നത്. കൊണ്ടു നടക്കുക, എവിടെയെല്ലാം കൊണ്ടു നടക്കുക. ചില സമയത്ത് നമ്മൾ നോക്കാമെങ്കിൽ മുഹമ്മദിന്റെ കുടിലിന്റെ ആ അടുക്കളവാദത്തിൽ നിൽക്കുന്നതാണ് അള്ളാഹു. മുഹമ്മദിന്റെ കുടിലിന്റെ അടുക്കളവാദത്തിൽ നിൽക്കുക അള്ളാഹു തലയും ചൊറിഞ്ഞോട്ട്. എന്തിനാ ആയത്തിറക്കാനായിട്ട്? അവിടെ സൈനബിനെ നിൽക്കാതെ കഴിച്ച് ആളുകളൊക്കെ അവിടെ ഇരിക്കുന്നു. മുഹമ്മദിന് സൈനബുമായിട്ട് മണിയറയിലേക്ക് പ്രവേശിക്കണം. ആളുകൾ പോകണ്ടേ? ആളുകൾ പോകാനായിട്ട് മുഹമ്മദ് അങ്ങനെ പറഞ്ഞു വിടുന്നത്. ഉടനെ അള്ളാഹു പെരയുടെ കീഴാലുണ്ട്, അടുക്കളവാദത്തിലുണ്ട്, തലയിറങ്ങിക്കുക. ഉടനെ വരിക, വന്നിട്ട് പറയുകയാണ്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോകണം, ഇവിടെ വന്ന് നിൽക്കരുത്. ഇതൊക്കെ പറയാനായിട്ട് മുഹമ്മദിന് നാണമാണ്. എനിക്ക് അതിനൊന്നും നാണമില്ല കേട്ടോ, ഇറങ്ങി കൊടുത്താ. ഞാനൊരു നാണം അങ്ങനെ കിട്ടവനാ. മുഹമ്മദിന്റെ വീടിന്റെ ഇറങ്ങി അല്ല, അത് ഞാനൊരു അത് തന്നെ നാണം അത് തന്നെ കിട്ടവനാന്നല്ലേ നാണമില്ലാത്തവനാ. പറഞ്ഞേ. അത് തന്നെ. അപ്പൊ മുഹമ്മദിന്റെ വീടിന്റെ ഇറയത്തും അടുക്കളവാതിക്കലും ഒക്കെ കാണാം ഈ പുള്ളിയെ. ഇതല്ലാതെ നാട്ടുകാർക്കോ സമൂഹത്തിന് വേണ്ടി ഒരു കുന്തം ചെയ്തിട്ടില്ലെന്ന്. അതുകൊണ്ടാണ് നമുക്ക് ഈ അള്ളാഹുവിനോട് എതിർപ്പെന്ന് പറയുന്നത്. ലോകത്തിന് വേണ്ടി, ലോക സമൂഹത്തിന് വേണ്ടി, മാനവ ജനതയ്ക്ക് വേണ്ടി എന്ത് കുന്തം ഈ അള്ളാഹ് ചെയ്തു? മുഹമ്മദിനെ സൂചിപ്പിക്കാനായിട്ട് മരണം വരെ സൂചിപ്പിക്കാനാണ്. അത് മാത്രമല്ല, മരണത്തിന് തൊട്ട് മുമ്പ് ഈ അള്ളാഹു മുഹമ്മദിനെ കൈവിട്ടിട്ട് 8 പണി കൊടുത്ത അള്ളാഹു പോവുകയും ചെയ്തു. അതുകൊണ്ട് കിടക്കുന്ന കൈരവിന്റെ ഇറച്ചിയും തിന്ന് ഛർദ്ദിച്ച് ഒരു കോലത്തിലായി കിടക്കുന്നു. ആ സമയത്തൊക്കെ അള്ള എന്ത് ചെയ്യും? എപ്പോഴും ഓടി വരുന്നൊരു മലക്കുണ്ടല്ലോ, നിരങ്ങാൻ പോയിരിക്കും. ആ മലക്ക് എന്ത് ചെയ്യും? മൂന്ന് ദിവസം ഈ പുള്ളി വിഷം കഴിച്ച് അവിടെ ബോഡി അവിടെ കിടന്നില്ലേ? 15 ദിവസത്തോളം വിഷം തിന്നിട്ട് രോഗിയായി കിടന്നില്ലേ? ആ സമയത്തൊക്കെ ഒന്ന് ഇറങ്ങി വരണ്ടേ? എന്ത് ചെയ്യല്ല? എനിക്ക് തോന്നുന്നത് അള്ളാഹുവിനെ മുഹമ്മദ് ഉപയോഗിച്ചതിന്റെ പരിണിത ഫലം എന്ന നിലയിൽ അള്ളാഹു തിരിച്ചടി കൊടുത്തതാണ് മുഹമ്മദിന് 8 പണി. പണി കൊടുത്തു. അതാണ് മുഹമ്മദ് മുസ്ലിം ലോകത്തിന് ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് സുഹൃത്തുക്കളെ മുഹമ്മദിന്റെ മരണം. നമ്മുടെ കർത്താവിന്റെ മരണത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം, മണിക്കൂറുകൾ സംസാരിക്കാം. അഭിമാനം തെരുവിലൊക്കെ പരസ്യത്തിൽ സംസാരിക്കില്ല നമ്മള്, അഭിമാനം. പക്ഷെ മുഹമ്മദിന്റെ മരണത്തെ കുറിച്ച് ഒരെണ്ണത്തിന് മലക്ക് എവിടെ പോകുന്നു ഒന്നും കൂടെ ഒന്ന് എന്തോ പറഞ്ഞേക്കണം.
ഏത് മലക്ക് മലക്ക് ഇങ്ങോട്ട് എവിടെ പോകണോ? പോയെന്ന് പറഞ്ഞത് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു. മലക്ക് എവിടെ പോയെന്ന് പറഞ്ഞത്? മലക്ക് മലക്ക് നിരങ്ങാൻ പോയി. യാക്കോബാസേ, നമ്മുടെ ഏ, കർത്താവിന്റെ ആ, മരണത്തോട് ഏകീഭവിക്കുന്ന സ്നാനം, നമ്മുടെ കർത്താവിന്റെ മരണത്തെ അനുസ്മരിക്കാനായിട്ട് നമുക്ക് തിരുവത്താഴം അല്ലെങ്കിൽ കുർബാന, ഇതെല്ലാം അപ്പം നമ്മൾ ഓർക്കാനും കർത്താവും ഓർക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം. ഇത് വിളിച്ചു പറയുന്നതിനോ നമുക്ക് ഓർക്കുന്നതിനോ അഭിമാനത്തോടെ നമ്മൾ പറയുകയും നമ്മൾ ഓർക്കുകയും നമ്മുടെ രക്ഷയ്ക്കായിട്ട്. കുറിപ്പിലവരെ സോറി ഇടയ്ക്ക് വരുന്നതിന് ആ ചാറ്റ് ബോക്സിനകത്ത് മറ്റേ സോമരാജവർമ്മ അയാളുടെ അടുത്ത് പുറത്ത് കളഞ്ഞ് അവൻ നമുക്ക് എന്താ കണ്ട് റാണിയുടെ റൂമിനകത്ത് നമ്മൾ എന്താ കണ്ട് കാണിക്കാൻ വരുക. അപ്പൊ അവളുടെ റൂമിൽ പോയി ഇരുന്ന് കാണിക്കട്ടെ അച്ഛൻ്റെ അച്ഛൻ. അച്ഛൻ അതൊന്ന് നോക്കിയേ. അച്ഛൻ ബ്രദറെ അതൊന്ന് നോക്ക്. ഞാൻ മോഡറേറ്റർ അല്ലാത്തതുകൊണ്ട് എനിക്ക് ഒക്കത്തില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഒന്ന് മോഡറേറ്റർ ആക്കിയേ. ചാക്കോബാസ് അയ്യോ, ആള് പോയില്ലയോ? ഹലോ, മാറ്റിയോ? ആള് പോയോ? ജസ്വൻ ബ്രദറിനെ ഒന്ന് മോഡറേറ്റർ ആക്ക്. അച്ഛൻ ബ്രദറെ ജസ്വൻ ഓക്കെ ബ്രദർ. മോഡാക്കി. ആ ഓക്കെ 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 പോയിരുന്നു. അതെ, അത് നമ്മൾ അതൊന്നും കണ്ടില്ല. ഞാൻ പിന്നെ നിങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് റിമൂവ് ചെയ്തു. ഞാൻ അതിനെ റിമൂവ് ചെയ്യുകയല്ല, അടച്ചിടുകയാണ്. ഒരാഴ്ച അടച്ചിടും, അത് കഴിഞ്ഞിട്ടേ തുറക്കത്തുള്ളൂ. ഓക്കെ. നല്ല അപ്പൊ കാര്യം. ജാക്കോ പാസ്റ്ററെ, നമ്മൾ ഈ പറയുക അഭിമാനത്തോടെ ഓർക്കുകയും ചെയ്യുന്നത് പോലെ ഏതെങ്കിലും മുസ്ലിം ആയിട്ടുള്ളവന് ഇത് അഭിമാനത്തോടെ ഞങ്ങളുടെ മാനവരിൽ മഹോന്നതൻ മരിച്ച ഇങ്ങനാണ് എന്ന് പറയാൻ സാധിക്കുമോ? എത്ര നീചമായ ഒരു മരണമാണ്. അവര് പോലും ഓർക്കാനും പറയാനും ആഗ്രഹിക്കുന്നു. കുറിപ്പറ പറയേണ്ടത് കൈവറിൽ ചെന്ന് വിഷം തിന്നതായി ഇറച്ചി കൊടുത്ത് കഴിച്ച സമയം മുതൽ അടക്കുന്ന സമയം വരെ വിശദീകരിച്ച് ഞങ്ങളോട് സംസാരിക്കണം. അതിന് തൻ്റെ ഇടം ഉള്ളതായ മുസ്ലിങ്ങളെ ഞങ്ങൾ മുകളിലേക്ക് വിളിക്കുക. അല്ല, അല്ലെങ്കിൽ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ സൈബറിൽ വെച്ച് ഇങ്ങേര് കഴിച്ചപ്പോൾ ജീവനാടി മുറിഞ്ഞു പോകുന്നത് പോലെയുള്ള വേദന അനുഭവിച്ചു. അതാണ് അവസാനം പുള്ളി പറയുന്നത്, ആ വേദന ഇന്നും ഞാൻ അനുഭവിക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ അന്ന് തൊട്ട് പുള്ളിക്ക് ആ മരണം വരെ ആ വേദന ഉണ്ടായിരുന്നെന്നാണ് ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അന്ന് അനുഭവിച്ച ജീവനാടി മുറിഞ്ഞു പോകുന്ന വേദന ഈ അവസാന നിമിഷം വരെ പുള്ളി അനുഭവിച്ചു. എന്നിട്ടും അല്ല, ഒരാൾ ബാക്കിച്ചാൽ എഴുതി ചോദിക്കുന്നത് പാസ്റ്ററെ എന്താണ് ഐസ മുല കൊടുത്തത് ശരിയാണോ? അതേ ബ്രദറെ, ഐസ മുല കൊടുത്തത് അതിലൂടെ പല പ്രാവശ്യം വായിച്ചാണല്ലോ. സ്കൂളിലൊന്നും അല്ല കൊടുത്തത്, ചുമ്മാതെ അത് നമ്മുടെ മുഹമ്മദ് ഇസ്ലാമിനെ രക്ഷിക്കാനായിട്ട് മുഹമ്മദിനെയും ഐഷയും രക്ഷിച്ച് കരക്ക് കയറ്റാനായിട്ട് ഇറക്കിയ ഒരു നമ്പരാ. മുഹമ്മദ് ഈസയുടെ പണിയൊക്കെ പാളിപ്പോയി. പ്രസവിച്ച സ്ത്രീകളല്ല, പ്രസവിക്കാത്ത ഐഷ പോലും പച്ചക്ക് വെച്ച മുല കൊടുത്തതായിട്ടാണ് ഇവിടെ രേഖപ്പെടുന്നത്. പല പ്രാവശ്യം വായിച്ചത്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വായിച്ചു കേൾപ്പിക്കാം കേട്ടോ. അതോടെ അവിടെ ഇനിയും മുഹമ്മദ് ഈസയുടെ ഒരു പണി സ്പൂണൊക്കെ എടുത്തുകളാ, അന്നും കൊണ്ട് നാണക്കേടാ. അതുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. സ്പൂണിനകത്ത് പാലല്ലേ എടുക്കാനൊക്കത്തുള്ളൂ, മുല എടുക്കാനൊക്കത്തില്ലല്ലോ. വേറൊരു കാര്യം കൂടെ എൻ്റെ അകത്ത്, പ്രസവിക്കാത്ത ആയിഷ സ്പൂണിൽ പാല് കൊടുത്തെങ്കിലേ കിട്ടത്തുള്ളൂ, അല്ലാതെ കുടിച്ചാ കിട്ടുകയില്ലല്ലോ. അല്ല ചകവസ്ഥ, ഒരു സംശയം. ഈ പണ്ട് ഈ സർഫാൻ ഐഷയായിട്ടുള്ള ഒരു ഡിങ്കോൾഫിലാണ് ഇന്ന് സുന്നി ഷിയയും തമ്മിൽ അടി നടത്തുന്നത്. അതെ, അതോടുകൂടി ആ പേര് ഇവര് തങ്ങള് സ്പ്ലിറ്റായി മാറുന്നു. അതായത് ആ സംഭവം നടന്നതിന് ശേഷം ഐഷ അതായത് സബ്ഹാൻ ഐഷയും കൊണ്ട് രാത്രി കറങ്ങി നേരം വെളുത്ത് പിറ്റേ ദിവസം നല്ല കടുത്ത വെയിൽ സമയത്താണ് ഇവര് മദീനയിൽ എത്തുന്നത്. അതുവരെ ഐഷയും സബ്ഹാൻ എവിടെയാണെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. അറിയാവുന്നവർ 3 പേരുണ്ട്, ഹംന, പിന്നെ വേറെ 2 പേര്. ഇവര് 3 പേർക്കും അറിയാം എന്താ സംഭവം. അപ്പം ആ സംഭവത്തെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് മുഹമ്മദ് ചുമതലപ്പെടുത്ത അലിയ, നീ പോയി അന്വേഷിക്കാൻ പറഞ്ഞു.
ഇതെന്താ സംഭവം, എന്തെങ്കിലും ഡിങ്കോലാഫ് നടന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. പുള്ളിക്ക് സംശയമായി, അലിക്ക് ഭയങ്കര സംശയം. അതിന് അലി ഐഷയ്ക്ക് കൊടുക്കേണ്ട അടി ഈ ഐഷയുടെ ദാസിമാരെ അടിക്കുന്നുണ്ട്, ഹംനയ്ക്ക് ഒരു പൂശ് കൊടുക്കുന്നുണ്ട്, പെണ്ണുങ്ങളെയൊക്കെ അടിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ മുതലാണ് ഈ അലിക്ക് ഈ ഐഷയോടുള്ളതായ കലിപ്പ് ആരംഭിക്കുന്നത്. ഐഷയ്ക്കും കലിപ്പ് ആരംഭിച്ചു, മനസ്സിലായോ? പിന്നെ കുറെ നാൾ കഴിയുമ്പോഴത്തേന് പിന്നെ മുഹമ്മദ് ഹദീസ് ഇറക്കുന്നുണ്ട്, അലി എനിക്ക് ശേഷം ഖലീഫ ആകണമെന്നുള്ള ഹദീസ് ഇറക്കുന്നുണ്ട്. അതുകൂടെ ആയപ്പോഴത്തേന് ഐഷയ്ക്ക് ഭയമായി. മാത്രമല്ല, ഈ വ്യഭിചരിക്കുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ളത് ആയത്തുണ്ടായിരുന്നു ഖുറാനിലെ. അത് ഐഷ പറയുന്നുണ്ട്, ഐഷ എന്ന് പറഞ്ഞ ഒരു ഹദീസ് പറയുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് സബ്ബാനുമായിട്ടുള്ള ചുറ്റിക്കറങ്ങളിൽ ഈ ഐഷ കല്ലെറിഞ്ഞ് വിധേയപ്പെടേണ്ടവളാണ്. അവിടെ നിന്ന് മുഹമ്മദ് രക്ഷിക്കുക. കാരണം ഈ സംഭവം കണ്ടത് 3 പേരാണ്. 4 പേരില്ലാത്തതുകൊണ്ട് 4 പേരണോ എന്നുള്ളതായ വേറൊരു നിയമം കൊണ്ട് മുഹമ്മദ് വന്നു. 3 പേര് ഉള്ളത് കൊണ്ട് ആ 3 പേർക്ക് 80 അടി വീതം കൊടുക്കാം. അതാണ് സൂറത്ത് നൂർ 24-ാം അധ്യായത്തിന്റെ താഴോട്ടുള്ള വാക്ക്. ആ അധ്യായം അതിനുവേണ്ടി അവതരിച്ച അധ്യായമാണ്. 30 ദിവസം ഈ കേസ് കെട്ടിന് മലക്കും വന്നില്ല, അള്ളാഹും വന്നില്ല, ആരും വന്നില്ല. അച്ചമുച്ചാനൊന്ന് മ്യൂട്ട് ചെയ്ത അച്ചമുച്ച, ഞാൻ പറഞ്ഞു തീർത്തിട്ടു. ആടാ മൂളി കിടക്കുന്നുണ്ടോ? അപ്പൊ ഇവരാരും തന്നെ വന്നില്ല. അതെ, അപ്പൊ ഇവരാരും തന്നെ രക്ഷപ്പെടുത്താൻ മുഹമ്മദ് അങ്ങനെ കഷ്ടിച്ച് ഐഷയെ രക്ഷപ്പെടുത്തി. പക്ഷെ എങ്കിലും അലി ഖലീഫയായ ഐഷയ്ക്ക് പണി കൊടുക്കുമെന്നറിയാം. അതുകൊണ്ടാണ് ആ മുഹമ്മദ് ഭരിച്ച സമയത്ത് ആദ്യം പോയി ആട് നിന്നു എന്ന് പറഞ്ഞതായ ഈ കല്ലെറിയേണ്ട ഹദീസ് ആയത്ത് നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞ ആടിന്റെ തലമണ്ടയ്ക്ക് കൊണ്ട് ഐഷ വെച്ച്. അത് വേറൊരു സംഭവം അതെ കേട്ടോ. എന്തായാലും അവിടെ മുതലാണ് ഇവര് അലിയുടെ പക്ഷവും പിന്നെ യാഥാസ്ഥിതിക സുന്നിപക്ഷവും. അതിപ്പോ സുന്നികളുടെ പക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് സുന്നി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുന്നത്ത് എന്നതായ വാക്കിൽ നിന്നാണ് സുന്നി എന്നുള്ളതായ പദം പിന്നെ നിർമ്മിച്ചു വരുന്നത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചര്യ. അപ്പം യാഥാസ്ഥിതിക മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചാണ് സുന്നികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ മുഹമ്മദിന് ശേഷമുള്ള 4 ഖലീഫമാരെ അംഗീകരിക്കുന്നവരും അവരുടെ പിന്നിൽ നിൽക്കുന്നവരുമായ ആളുകളാണ് സുന്നികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബിചര്യ പിന്തുടരുന്നവർ, അതാണ് സുന്നി എന്നതിന്റെ അർത്ഥം. നബിചര്യ പിന്തുടരുന്ന യാഥാസ്ഥിതിക. അപ്പുറത്ത് ഷിയയുടെ അലിയുടെ ഗ്രൂപ്പിൽപ്പെടുന്നത്, അലിയുടെ കക്ഷികൾക്കാണ് ഷിയകൾ എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടായിട്ട് തിരിയുക. അവർ ഒറ്റ കാര്യം ഈ ഐഷ സബ്ബാൻ വിഷയമാണ്, മനസ്സിലായോ? എന്നാൽ അതിനും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഐഷയുടെ കഴുത്തേ കിടന്ന ഒരു മാലയാണ് ഈ കുഴപ്പത്തിനെല്ലാം കാരണം. ഐഷ വിസർജിക്കാൻ പോയ സമയത്ത് മാല നഷ്ടപ്പെട്ടു. ഐഷ തപ്പി നിന്ന സമയത്ത് ഇവര് ഒട്ടകക്കൂട്ടും ഈ ഗ്യാങ്ങും ഒക്കെ പോയി. അങ്ങനെ ഐഷ വിഷമിച്ച് അവിടെ കുത്തിയിരിക്കുന്ന സമയത്താണ് സബ്ബാൻ വരുന്നത്. എങ്ങനെ ഈ സബ്ബാൻ ആ രാത്രി അവിടെ എത്തി എന്നുള്ളതാണ് വളരെ ഗൗരവമായിട്ടുള്ളത്. ആ സമയത്ത് സബ്ബാൻ എന്തുകൊണ്ട് അവിടെ വന്നു? ആ സമയത്ത് ആ കൃത്യസമയത്ത് അവിടെ വരാൻ കാര്യം എന്താണ്? ഇതൊക്കെയാണ് എതിരാളികൾ ചോദിക്കുന്നത്. ഏതായാലും അതോടുകൂടി സുന്നി ഷിയകൾ രണ്ടായിട്ട് തിരിഞ്ഞ് ഇന്ന് ഷിയകളുടെ ഹദീസും ഷിയകളുടെ ചര്യകളും ഒക്കെ വേറെയാണ്. ഇവരുടെ ആരുടെ ഹദീസൊന്നും ഷിയകൾ സ്വീകരിക്കത്തില്ല. സുന്നികളുടെ ഇപ്പൊ നമ്മൾ വായിക്കുന്ന ഹദീസൊന്നും ഷിയകൾക്ക് ബാധകമേ അല്ല. അവരാണ് പറയുന്നത് ഐഷയും പിന്നെ ഹബ്സയും കൂടെ ചേർന്നാണ് മുഹമ്മദിനെ വിഷം കൊടുത്ത് വന്നതെന്ന്. മനസ്സിലായോ? ഇത് ഭയങ്കര ഗൗരവമുള്ള കാര്യം എന്റെ സുധാരന്മാരെ. ഈ സുന്നി ഷിയ പ്രശ്നം അന്ന് തൊട്ട് ആരംഭിച്ച ഇന്നും സ്വസ്ഥതയില്ല. ഇന്ന് സ്വസ്ഥതയില്ല. ഇറാൻ കേന്ദ്രമായ ഷിയകളും സൗദി കേന്ദ്രമായ സുന്നികളും പിടിമുറുക്കിയിരിക്കുക. ഈ 2 ഗ്രൂപ്പുകൾ നമുക്കറിയാലോ. ഈ യമനിലൊക്കെ കിടന്നുകൊണ്ട് അടിക്കുന്ന ആരെ? യുമാർ തങ്ങളിൽ അടിക്കുന്നു. ആരെ കിട്ടില്ലെങ്കിൽ യുമാർ കയറി പരസ്പരം നെഞ്ചത്ത് പൊങ്കാലിട്ട് കളയും. അത് അന്ന് തൊട്ട് തുടങ്ങിയതാണ് വിഷയം. സബ്ബാനും ഐഷയായിട്ടുള്ളതായ ഒരു രാത്രിയിലത്തെ കറങ്ങേണ്ടതായ മുഖാന്തരം വന്ന ഐഷയുടെ കഴുത്തിലെ ഒരു മുത്തുമാല. ഇതാണ് അതിന്റെ മാല കിട്ടിയോ? അല്ല ചാക്കാബാസ, അടുത്ത ഒരു ചോദ്യം. ഇന്നലെ ഹൂത്തികളുടെ മേളിൽ കൊണ്ടേ മറ്റേ ഇവര് യമനി കൊണ്ടേ ബോംബിട്ടില്ലേ? അവര് ഹൂത്തികള് മറ്റേ ഷിയ ഇസ്രായേലാ ബോംബിട്ടത്. 1800 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. 1800 മുകളിലാണെന്നായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ഒരു എത്ര 1800 എന്ന് പറഞ്ഞാൽ 4000 കിലോമീറ്റർ. ഒരു പ്ലെയിൻ ഒരിക്കലും പറക്കാൻ പറ്റില്ല. ഈ ഫ്യൂവല് കൊടുക്കാൻ പോയത് ആരാന്നറിയോ? എവിടുന്നാ പ്ലെയിൻ പൊങ്ങിയെന്ന്? സൗദിന്ന്. ഞാൻ പറഞ്ഞ ഇന്റർമീഡിയറ്റ് ഫ്യൂവൽ കൊടുക്കണം. അത് മനസ്സിലായോ? മനസ്സിലായി. ഈ ബാക്ക് ചാനലില് ഇന്റർമീഡിയറ്റ് ഫ്യൂവൽ കൊടുക്കാൻ പോയത് സൗദിന്ന്. അപ്പൊ വാർത്തേ ഇവന്മാര് തമ്മിലുള്ള തല്ല്.
അതല്ല, ഒരു പാസ് അല്ല, 2 അവര് പാസ്സെങ്കിലും അവിടെ കൊടുക്കേണ്ടി വരും. ഇപ്പൊ കിറ്റി കൈവിട്ട് തിരിക്കുക, സൗദി ഇപ്പൊ കൈവിട്ട് തിരിക്കുക. കാരണം എന്ത് F-35 കാ- 2000 കിലോമീറ്റേഴ്സിന്റെ റേഞ്ചേ ഉള്ളൂ. 2000 പോലും ഉണ്ടെന്ന് സംശയ. F-35 1800 എനിക്ക് ഭയങ്കര കിലോമീറ്റർ ആണ്. 1800 ആ കറക്റ്റ് എത്രയാ? 1800 കിലോമീറ്റർ ആണ് ഇസ്രായേലിൽ നിന്ന് ഇറാന്റെ ബോർഡർ വരെ, അല്ല സോറി, മറ്റേ ഈ യമന്റെ ബോർഡർ വരെ. ഇവര് അവിടെ ബോർഡറിലല്ല വെല്ലുന്നത്, അവരൊരു പോർട്ടാണ് നശിപ്പിച്ചു കളഞ്ഞത്. ആ പോർട്ടിലെ കുഴപ്പം എന്നാന്നറിയോ? ഈ പോർട്ടിൽ നിന്നാണ് ഈ നമ്മുടെ ആ, 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 അതുവഴി പോകുന്ന ഷിപ്പുകളെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. ഇറാനിൽ നിന്നാണ് ഈ മൊത്തം ഫണ്ട് കൊടുത്തിട്ട് ആയുധങ്ങളും കൊടുത്തിട്ട് ഇവന്മാർ ഇവിടെ കിടന്ന് ഞൊളച്ചോണ്ടിരുന്നത്. അപ്പൊ അവരുടെ മുതുകത്താ ഇന്നലെ കൊണ്ട് പോകുമ്പിട്ട് മൊത്തം കത്തി കഴിഞ്ഞു. ആ പോർട്ട് ഇനി ഒരു 5-8 വർഷം കഴിഞ്ഞാൽ പോലും അവിടെ ഒരു ഓപ്പറേഷൻ നടക്കത്തില്ല. അതുപോലെ അവിടുത്തെ എണ്ണ സംഭരണികള് അതെല്ലാം ഇവര് കൊണ്ട് പോകുമ്പിട്ട് നശിപ്പിച്ചു കളഞ്ഞു. അതിനകത്ത് ഏറ്റവും വലിയ രസം എന്നാന്നറിയോ? ഈ ഒരു പോർട്ട് നഗരത്തിൽ ബോംബിട്ടിട്ട് 83-80 പേരെ മരിച്ചിട്ടുള്ളൂ. ഒരു രാജ്യത്ത് കൊണ്ട് ബോംബിടുക എന്ന് പറഞ്ഞാൽ അത്ര പ്രിസിഷൻ ബോംബിങ് അവിടെ നടത്തിയിരിക്കുന്നത്. കാരണം ഒരാള് നമുക്കറിയാലോ, ചുമ്മാ കാടടിച്ച് വെടിവെച്ചാൽ എത്ര പേര് മരിക്കും? ആരും മരിച്ചിട്ടില്ല അവിടെ. 83 വളരെ 83 ഇല്ലെന്ന് തോന്നുന്നു, വളരെ കുറച്ച് ആൾക്കാരെ മരിച്ചിട്ടുള്ളൂ. കുറച്ചു പേർക്ക് എന്ന് പറഞ്ഞ അവിടെ നിന്ന് വെച്ചാൽ വായും വിളിച്ചെന്നവനൊക്കെ ആയിരിക്കും അപകടം പറ്റിയിട്ടുള്ളൂ. അത്ര പ്രിസിഷൻ ആയിട്ട് അവര് ചെയ്ത് ഒരു 4-5 വർഷം പോലും അവർക്ക് അവിടെ ഇനി ഒരു ഓപ്പറേഷൻ നടക്കത്തില്ല. ഈ ഹൂത്തികളാണ് ചെങ്കടലിൽ കൂടെ പോകുന്ന സർവ്വ കപ്പലിലിട്ടും പണി കൊടുത്തോണ്ടിരുന്നത്. ഇത് എല്ലാവർക്കും ആവശ്യമായിരുന്നു, എല്ലാരും സപ്പോർട്ട് ചെയ്ത് ഇസ്രായേൽ കൊണ്ട് പോകിട്ടു. അവർക്ക് റീഫ്യൂവൽ ചെയ്യാനായിട്ട് അവരുടെ ഈ ഫ്യൂൽ ടാങ്കർ പൊങ്ങിയത് ഞാൻ വിചാരിക്കുന്ന, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ന്യൂസിൽ നിന്ന് കണ്ടത് അത് സൗദി അറേബ്യയിൽ നിന്നാണ്. അത് അല്ലാതെ പറ്റത്തില്ല. 2000 കിലോമീറ്ററിന് മുകളിൽ F-35 റേഞ്ച് ഇല്ല. അതെ സൗരന്മാരെ, 4000 കിലോമീറ്റർ അങ്ങോട്ടേക്കോട്ട് പറഞ്ഞേ, കേട്ടോ, അതൊരു അങ്ങോട്ടേക്കോട്ട് 4000 കിലോമീറ്റർ പറഞ്ഞേ. ഈ പറഞ്ഞതായ കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ ഈ ബോംബിടുന്ന കാര്യം, അതൊരു മുഹമ്മദിന്റെ ഒരു പ്രവചനമായിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങ് തള്ളിവിടാം. കാരണം മുഹമ്മദ് പറയുന്നുണ്ട് ഖിയാമത്ത് നാൾ ആരംഭിക്കുന്നത് എപ്പോഴാണ് ലോക അവസാനം എന്നുള്ള ചോദ്യത്തിന് മുഹമ്മദ് പറയുന്നുണ്ട് യഹൂദികളുമായിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യും, അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം ഖിയാമത്ത് നാൾ വന്നെന്ന്. മനസ്സിലായോ? ഇത് മുസ്ലിം 2025 പറയുന്നത്. അപ്പൊ ആ അർത്ഥത്തില് ഇത് ഖിയാമത്ത് നാളാണെന്നും പറഞ്ഞുകൊണ്ട് നെഞ്ചത്ത് ബുക്കിള് താഴെ കൈവച്ച് ഗബ്ബിലേക്ക് നോക്കി നിസ്കരിച്ച് നടന്നു. അത് നിങ്ങൾ ആശ്വസിക്കുക, നിങ്ങൾക്ക് അതിന് വകുപ്പുണ്ട്. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത് ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിക്കും. അതുകൊണ്ട് ഈ യുദ്ധത്തെ പരിതപിക്കുകയോ ഈ ആക്രമണത്തെ ഈ ചുണ്ടങ്ങ കൊടുത്തിട്ട് വഴുതനങ്ങ മേടിക്കുന്ന രീതിയിൽ ഇസ്രായേലിനെ ചൊറിയാൻ ചെയ്യുക, ഡ്രോൺ അയച്ച് ഒരെണ്ണത്തിനെ കൊല്ലി, അതൊരു വലിയ ഞെളിഞ്ഞ് ഇവിടെ ഭയങ്കര എന്തോ അയ്യോ അന്ന് എന്തോ ഒരു മുഴക്കമാ, തക്ബീർ മുഴക്കുക. ഒരെണ്ണത്തിനെ കൊന്നോട് ഒരു ചെറിയ മിസൈൽ എന്തെങ്കിലും അവിടോട്ട് ചെന്ന് പതിച്ചാൽ ഉടനെ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം. ആ ഒരു 8ന്റെ പണി ഇരട്ടി പ്രഹരമല്ല, സങ്കല്പാതീതമായ പ്രഹരമാണ് അവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കൃത്യതയാർന്ന പണി അവർ കൊടുക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് മുഹമ്മദ് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. എന്തുവാന്നറിയോ? മുഹമ്മദ് പറയുന്നത് 2025 അബൂ ഹുറൈറയിൽ നിന്ന് നബി പറഞ്ഞു, മുസ്ലിങ്ങൾ ജൂതന്മാരുമായി യുദ്ധം ചെയ്യുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. യുദ്ധം ചെയ്യുമ്പോൾ അന്ത്യകാലം വരുമെന്ന്. മനസ്സിലായോ? യുദ്ധത്തിൽ മുസ്ലിങ്ങൾ അവരെ വധിക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാത്തിരിക്കുക. ഇപ്പൊ തീ കത്തിച്ചില്ലേ, അതിന് പകരമായിട്ട് ഇവര് ഈ ഹൂതികളോ അല്ലെങ്കിൽ യമനിലെ ആളുകളോ ഹിസ്ബുള്ളയോ വല്ലതും തിരിച്ചടിക്കുന്ന കാത്തിരിക്കുക, സുജൂദ് ചെയ്യുക, നേരെ പടിഞ്ഞാട്ട് നോക്കിക്കൊണ്ട് കിബ്ലയ്ക്ക് അഭിമുഖമായ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ കുറ്റമൊന്നും പറയരുത്. വെറുതെ കേരളത്തിൽ കിടന്നുകൊണ്ട് അയ്യോ കൊല്ലുന്നേ, യുദ്ധത്തിനെതിരെ നാട്ടുകാരെല്ലാം കൂടെ വിളിച്ച് തെരുവിലൊന്നും ഇറങ്ങരുത്. ഇത് മുഹമ്മദിന്റെ പ്രവചനം. യുദ്ധം ചെയ്യും, നന്നായിട്ട് പണി കൊടുക്കും, പരസ്പരം അടിക്കുമ്പോൾ ഖിയാമത്ത് നാൾ വന്നു എന്ന് വിശ്വസിക്കണമെന്നാണ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത്. ആ വിഷയം അവിടെ നിൽക്കട്ടെ. ഞാനിവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത്, ഈ ബാക്ക് ചാനലിൽ 1-2 പേര് ഈ മുലകുടി ഹദീസ് ഒന്ന് വായിച്ചു കേൾപ്പിക്കണമെന്ന് പറയും. ഞാനതൊന്ന് വായിക്കട്ടെ. കാരണം ഇത് വളരെ ഗൗരവമായ ഒരു കാര്യം തന്നെയാണ്. ഒന്ന്. രണ്ടാമത്, മുസ്ലിങ്ങളുടെ ഇടയിൽ ഇതുവരെ അവർ ഒളിപ്പിച്ചു വെച്ചിരുന്നതായ വസ്തുതകളെ തകർക്കുന്നതാണ് ഈ സമ്പ്രദായം എന്ന് പറയുന്നത്. ധാർമ്മികത എന്ന് പറയുന്നത് ഇവിടെ വേരോടെ പറിച്ച് കളയുന്നതായ ഒരു ഹദീസാണിത്. ഇതുവരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് മുലകുടി ഹദീസിനെ കുറിച്ച് പല കള്ളവ്യാഖ്യാനങ്ങളും നടത്തി
സമൂഹത്തിന്റെ മുമ്പാകെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ തന്നെ തെറ്റിദ്ധരിപ്പിച്ച് പോന്നിരുന്നു. എന്നാൽ അതെല്ലാം അവരുടെ പണ്ഡിതന്മാർ തന്നെ തകർത്തെറിഞ്ഞിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്, ഐഷ മുല കൊടുത്തു എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. ആ മുല കൊടുക്കൽ പ്രക്രിയ ഇന്നത്തെ കാഴ്ചപ്പാടിൽ സ്വീകരിക്കാത്ത, അസ്വീകാര്യമായി തീർന്നു എന്ന് പറയുന്ന പണ്ഡിതന്മാരും ഉണ്ട്. അവരുടെ വ്യാഖ്യാനം കൂടെ ഞാൻ വായിക്കാം. അതായത് ഐഷ കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അത് ശരിയല്ല എന്നും അത് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നും ഇന്നത്തെ ധാർമ്മിക ബോധത്തിൽ നിന്നുകൊണ്ട് പറയുന്ന മുസ്ലിം പണ്ഡിതന്മാരുണ്ട്. അപ്പൊ അവര് പറയുന്നത് കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഒരു ഇത് ചോദ്യം ഫിഖ് സുന്ന. ജാക്കബ് പാസ്റ്ററെ, എന്തോ ഈ പിന്നെ ഈ മുലകുടി ഹദീസ് ആ കൂടെ പോയതിന്റെ കാര്യം എന്നാ? ആയിഷ കളഞ്ഞത് ആയിഷയ്ക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടിയായിരുന്നല്ലോ. അപ്പൊ ഈ കല്ലെറിഞ്ഞ് കൊല്ലുന്ന അതിന്റെ കൂടെ മുലകുടി ഹദീസും കൂടെ പോയതിന്റെ കാര്യം എന്നാ? അതും മുലകുടി ഹദീസും 10 പ്രാവശ്യം ആവുന്നു കുടിക്കേണ്ടതിന് ഖുറാനിനകത്തുണ്ടെന്നാണ് പറയുന്നത്. അതും പോയി, ഈ എറിഞ്ഞുകൊല്ലന്റെ പോയി. അപ്പൊ എറിഞ്ഞുകൊല്ലലിനെ കുറിച്ച് നമുക്ക് കൃത്യമാർന്ന മറുപടി കിട്ടുന്നുണ്ട്. അത് അലി വന്ന കേസ് പുനർവിചാരണയിലേക്ക് കൊണ്ടുവരും. ഇവളെ എറിഞ്ഞു കൊല്ലുന്നുള്ള മറ്റതെന്താന്നുള്ളവർ നമുക്ക് അന്വേഷിക്കാൻ പറ്റും, അത് നമുക്ക് കണ്ടുപിടിക്കാം. വിഷമിക്കൊന്നും വിടാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് എന്നെ റിസർച്ച് ചെയ്യാൻ നോക്കാം. സാധനം ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പൊ ഇവിടെ പിന്നെ എന്താണ് ഐഷ മുല കൊടുത്തു എന്ന് പറയുന്നതായ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഫിഖ് സുന്ന 603, 604 പേജ് പറയുകയാണ്. മാലിക് ഇബ്നു ശിഹാബിൽ നിന്ന് ഉദ്ധരിക്കുന്നു, നബി സുഹൈലിന്റെ പുത്രി സഹലയോട് സാലിമിനെ മുലയൂട്ടാൻ കൽപ്പിക്കുകയും അവർ അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ അവർ അദ്ദേഹത്തെ, അതായത് സാലിമിനെ തന്റെ പുത്രനായി ഗണിച്ചു വന്നു. ഉർവ തുടരുന്നു, പിന്നീട് ഐഷയും തന്റെ അരികിൽ പ്രവേശിക്കാൻ ഇഷ്ടപ്പെടുന്ന, കേക്കണം, ഐഷയും തന്റെ അരികിൽ പ്രവേശിക്കാൻ ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരോട് ഈ രീതി അനുവർത്തിക്കാൻ തുടങ്ങി. എത്ര നല്ല കൃത്യമായിട്ട് ഇവരിത് എഴുതി വെച്ചിരുന്നു. ഇവരെ എനിക്ക് പൊന്നാട ഇടാൻ നിവൃത്തിയില്ല, അടുത്ത് വന്ന ഒരു പൂമാലയെങ്കിലും ഇട്ട് കൊടുക്കാറ്. കാരണം ഉള്ള കാര്യം ഉള്ളവർ എഴുതി വെച്ചല്ലോ. ഇതല്ലേ ഇതുവരെ പറയാതിരുന്നത്. അപ്പം തുടങ്ങി, അവർ തന്റെ സഹോദരി ഉമ്മു കുൽസുമിനോടും അവരുടെ സഹോദരി പുത്രികളോടും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ അരികിൽ പ്രവേശിപ്പിക്കുവാൻ ഇതേ മാർഗം സ്വീകരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പൊ ഐഷ ഇത് കൊടുത്തു എന്ന് മാത്രമല്ല, ഐഷയുടെ സഹോദരി ഉമ്മുൽ കുൽസുമിനോടും മാത്രമല്ല അവരുടെ സഹോദരി പുത്രികളോടും പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഈ സാധനം വെച്ചു കൊടുത്തോളാൻ പറഞ്ഞു. പക്ഷേ ഇനി ഇതിനെക്കുറിച്ച് ഇന്നത്തെ പണ്ഡിതന്മാർ, ഈ ഫിഖ് സുന്ന മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് IPH-ന്റെ 3 പണ്ഡിതരാണ്. ഹിക ഉബൈദ് തുടങ്ങി 3 പണ്ഡിതന്മാർ ചേർന്നാണ് ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത്. അവരുടെ അഭിപ്രായം ഫുട്നോട്ട് കൊടുത്തിരിക്കുന്നതോട് ഞാനത് വായിച്ചു കേൾപ്പിക്കാം. അപ്പോഴേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകത്തുള്ളൂ. ഇന്നത്തെ കാലത്തെ മുസ്ലിങ്ങളുടെ ഉള്ളിൽ ധാർമ്മിക ബോധം മൊട്ടിട്ടിട്ടുണ്ട്, തഴച്ചു വളരും ധാർമ്മിക ബോധം. അവർ തത്വത്തിൽ തള്ളിക്കളയുകയാണെങ്കിൽ തന്നെയും ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് പങ്കെന്തരാണ് അവർ സമ്മതിക്കുക. ഞാൻ അവർ പറയുന്നതോടെ കേൾക്കാം, വായിക്കാം. ഒരു മിനിറ്റ് ഞാനത് എടുക്കട്ടെ. കേൾക്കണം. അവർ ഫുട്നോട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: അന്യപുരുഷന്മാരിൽ നിന്ന് മറയ്ക്കാൻ വിശുദ്ധ ഖുർആൻ സ്ത്രീകളോട് പ്രത്യേകം കൽപ്പിച്ചിട്ടുള്ള ഭാഗമാണ് ശരീരത്തിന്റെ സ്തനഭാഗം, അതായത് മുലഭാഗം. ഐഷയെ പോലെ പരിശുദ്ധയായ ഒരു പ്രവാചക പത്നി, ഇത് ഇവർക്ക് പറയാൻ കഴിയത്തില്ല ഐഷ പരിശുദ്ധയാണെന്ന്. നാട്ടുകാരെങ്കിലും പറയോ? മുസ്ലിങ്ങൾ ആരെങ്കിലും പറയോ? പരിശുദ്ധയായ പ്രവാചക പത്നി ചില അന്യപുരുഷന്മാർ തന്റെ അരികിൽ വരുന്നത് ഇഷ്ടപ്പെടുകയും ആയത് അനുവദനീയമാക്കാൻ മാറിടം തുറന്ന് തന്റെ സ്തനം അവരുടെ വായിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്യുക എന്നത് സങ്കല്പിക്കാനേ പറ്റാത്തതാണ്. മുതിർന്ന സ്ത്രീ പുരുഷന്മാരുടെ സ്തനഭോഗം, അതായത് മുലചപ്പൽ കാമലീലകളിൽ പെട്ടതായിരിക്കെ വിശേഷിച്ചും. അത് ഇവരുടെ വിവർത്തകരുടെ ഒരു അഭിപ്രായം അവരെഴുതിയിരിക്കുന്നത്. അപ്പൊ ആ വിവർത്തകരുടെ അഭിപ്രായത്തിലും ആയിഷ ഇത് പൊട്ടിച്ചു തുറന്ന് കൊടുത്തെന്നാ പറയുന്നത്. എങ്ങനെയുണ്ട് സംഭവം? സ്പൂൺ എവിടെ കിടക്കുന്നു, അണ്ട എവിടെ കിടക്കുന്നു, കല എവിടെ കിടക്കുന്നു? എന്റെ പൊന്നു സഹോദരന്മാരെ, സ്പൂണിന് സ്ഥാനമില്ല, കലത്തിന് സ്ഥാനമില്ല, ജഗ്ഗിന് സ്ഥാനമില്ല, ക്ലാസ്സിന് സ്ഥാനമില്ല, കോപ്പയുണ്ടല്ലോ അതിനൊന്നും ഒരു സ്ഥാനം, ഡയറക്റ്റ് കൊടുക്കുക. ഇവിടെ ചോദ്യം, എന്ത് പാലാണ് ഈ ആളുകൾ കുടിച്ചത്? മനസ്സിലായോ? എന്ത് പാലാ കുടിച്ചത് ഈ ഇപ്പൊക്കെ വെച്ചിട്ട്? അപ്പൊ ഇത്തരത്തിലുള്ളതായ കഥകളാണ്, ഇത്തരത്തിലുള്ളതായ കാര്യങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. ധാർമ്മികതയുടെ ഒരു അംശം ഉണ്ടോ ഈ മതത്തിന്?
ഒരു സ്ത്രീയോട് കാണിക്കുന്ന ക്രൂരതയല്ലേ, സ്ത്രീ സമൂഹത്തോട് കാണിക്കുന്ന നിന്ദ്യമായ, നികൃഷ്ടമായ, മ്ലേച്ഛമായ നിലപാടല്ലേ ഈ കാണിക്കുന്നത്. പ്രവാചകന്റെ ഭാര്യമാരെ ആർക്കും വിവാഹം കഴിക്കാൻ കഴിയത്തില്ല എന്ന് പ്രവാചകന്റെ മരണാനന്തരം അദ്ദേഹത്തിന്റെ ഭാര്യമാരെ ആർക്കും വിവാഹം നിക്കാഹ് കഴിക്കാൻ പാടുള്ളതല്ലെന്നും അതിന് കാരണം അവർ വിശ്വാസികളുടെ ഉമ്മമാരാണെന്നും കൃത്യമായി പറഞ്ഞിരിക്കുക. ഇന്നും പാവപ്പെട്ട മുസ്ലിം സമൂഹങ്ങള് ഐഷയെ ഉമ്മയുടെ സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത്. ഐഷ ഈ പണി കാണിച്ചത് ഇന്ന് 99% മുസ്ലിങ്ങൾക്കും അറിയത്തില്ല. ഇവരിത് അറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? സ്വന്തം ഉമ്മ ഇങ്ങനെ കാണിക്കുവോ? അന്യപുരുഷന്മാർക്ക് കൊടുക്കുവോ? 10, 17, 18 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ ആയതിന് ഇവര് തനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ വിളിച്ചിരുത്തി ഇങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് എന്താണ് ഇത് വിളിച്ചറിയിക്കുന്നത്? ഇനി വേറെ ചോദ്യം കൂടിയുണ്ട്, ഇത് അനുവർത്തിക്കാൻ കൊള്ളുമോ? ഇന്നത്തെ മുസ്ലിം സമൂഹത്തിൽ ഈ പണി നടക്കുന്നുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. എന്തായാലും ബാക്ക് ചാനൽ വന്ന് ചോദിച്ച സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് വായിച്ചത്. അങ്ങനെ ഉണ്ട്, അങ്ങനെ അവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഈ മുഹമ്മദ് ഈസയ്ക്ക് ഈ സ്പൂൺ എവിടുന്ന് കിട്ടിയതാ? എന്റെ ബ്രദറെ, മുഹമ്മദ് ഈസയ്ക്ക് ഇത് അറിയത്തില്ലായിരുന്നു. അദ്ദേഹം ചതിയിൽപ്പെട്ടു പോയത്. അദ്ദേഹം ഈ ബൈബിളിലൂടെ വെളിപ്പെടുന്ന ദൈവത്തെ തെറ്റിദ്ധരിച്ചു. ദൈവം 3 ഉണ്ടോ 2 ഉണ്ടോ 4 ഉണ്ടോ, ആ സാർ അങ്ങനെ പറയുന്നു, ഈ സാർ ഇങ്ങനെ പറയും. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ബൈബിൾ വാക്യങ്ങളെ അല്ല മുഹമ്മദ് ഈസയ്ക്ക് വിശ്വാസത്യാഗം ഉണ്ടാകാൻ കാരണമായത്. അദ്ദേഹം ഏതൊക്കെ പുസ്തകം വായിച്ച് അവിടെ ഇവിടെയൊക്കെ എഴുതിയിരിക്കുന്നു എന്ന ആശയത്തിൽ അദ്ദേഹം എടുത്ത് ചാടിയതാങ്ങുന്നു. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ഭീകരത ഈ മനുഷ്യൻ അറിയുന്നത്. അല്ലാതെ ആ മതം പരിശോധിച്ച് പഠിച്ചിട്ട് അത് ചെന്ന് ചേർന്നയാളല്ല മുഹമ്മദ് ഈസ. സാധാരണ രീതിയിൽ അങ്ങനെയാണല്ലോ മനുഷ്യൻ ചെയ്യുന്നത്. നിൽക്കുന്ന മതത്തിന്റെ പോരായ്മകൾ മനസ്സിലാക്കിയാൽ ആ മതം ശരിയല്ല, അതിനകത്തെ കാര്യങ്ങളൊക്കെ പൊള്ളത്തരമാണ്, സമൂഹത്തിൽ അംഗീകരിക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങളല്ല എന്ന് ബോധ്യപ്പെട്ടാൽ അടുത്ത മതം പരിശോധിക്കുക. പറഞ്ഞപക്ഷ മതത്തെ കുറിച്ചൊന്നും ഒരു പരിശോധനയെങ്കിലും നടത്തേണ്ട ഇദ്ദേഹം. ഒരു പരിശോധന നടത്താതെ ചാടി അങ്ങ് വീണ്. അവിടെ ചെന്നപ്പോ ഒത്തിരി സൗകര്യങ്ങളൊക്കെ പുള്ളി കിട്ടി, അതിനകത്തോട്ട് വീണ് കുറെ കഴിഞ്ഞപ്പോഴത്തേനെ ഇടാ എണ്ണിയാൽ തീരാത്ത വിധത്തിലുള്ള ഹദീസുകളും ഖുറാനിക ആയത്തുകളൊക്കെ കിടക്കുന്നു. ഇത് എവിടെ ചെന്ന് വായിക്കാനാ? വാലും തലയില്ലാതെ ഇങ്ങനെ കിടക്കുക. ആദ്യം എഴുതേണ്ട 96 സൂറ ഉണ്ടെന്ന് 96ാമത്തെ അധ്യായത്തിൽ കൊണ്ടുവച്ചേക്ക്. ഇതെങ്ങനെ വായിച്ചാൽ മനസ്സിലാവും? വാലും തലയില്ലാതെ കിടക്കുന്ന സാധനം. അപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായി ഇത് സംഗതി കുഴപ്പമാണ്. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്താണ് ഈ മുലകുടി ഹദീസ് പുറത്തേക്ക് വരുന്നത്. മുഹമ്മദ് ഈസയ്ക്ക് എന്ത് ചെയ്യണം? തന്റെ ആ ധാർമ്മിക ബോധം ഉണ്ടല്ലോ, താൻ ക്രിസ്ത്യാനി ആയിരുന്നപ്പോഴത്തെ തനിക്കൊരു ധാർമ്മിക നിലവാരം ഉണ്ടായിരുന്നു. അത് തനിക്ക് ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പ്രായമുള്ള പുരുഷന് കൊടുക്കുന്നത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ട മുഹമ്മദ് ഈസ വ്യാഖ്യാനിച്ച് വെളുപ്പിക്കാൻ ശ്രമിച്ചതാണ് ഈ സ്പൂൺ എന്ന് പറയുന്നത്. എങ്ങനെയും നാട്ടുകാർക്ക് വിശ്വസിക്കണം, അതിനുവേണ്ടിയാണ് അദ്ദേഹം ആ സ്പൂണും കൊണ്ട് വന്നത്. മനസ്സിലായോ? പക്ഷെ അത് പൊളിഞ്ഞുപോയി, പാളിസായിപ്പോയി ആ സംഭവം. അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ഇന്നും അങ്ങനെയാ ചിലര് ഈ ഇസ്ലാമിനെ രക്ഷിക്കാനായിട്ട് പല ആളുകളും പല രീതിയിൽ വരുമല്ലോ. അങ്ങനെ വന്നാണ് ഈ സാധുവായ മനുഷ്യൻ. പക്ഷെ പൊളിഞ്ഞുപോയി. പൈസയുടെ പണിയോടുകൂടി തീർന്ന് പരിപാടി ക്ലോസ്. ഇനി ഈ പരിസരത്തെങ്ങും നമ്മുടെ ഈസാ മുഹമ്മദ് വരത്തില്ല. അത്രയ്ക്കും ഗുരുതരമായി കിടക്കുകയാണ് ഈ വിഷയം. ക്രിസ്ത്യാനിറ്റിയുടെ മാന്യതയാണ് ആ സ്പൂണെന്ന് വേണേ പറയാം, അല്ലേ? ഹലോ, കേക്കാവോ? പറഞ്ഞോ. ഹലോ. ആ, അതെ, ഈ സൗദി അറേബ്യയിൽ കൂടെ കറക്റ്റ് ആയിട്ട് അവര് പോയിരിക്കുന്നത്. അതാണ് 1800, എന്റെ ലാപ്ടോപ്പിന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്, 1800 ചില കിലോമീറ്റർ. അല്ല, 2211 കിലോമീറ്റർ ആണ് അവര് പറഞ്ഞിരിക്കുന്നത്. ഇനി ചെങ്കടലിൽ കൂടെ പോണെങ്കിൽ 3000 ചില കിലോമീറ്റർ പറക്കണം. അപ്പൊ ആരാ ഇതൊക്കെ അനുവദിച്ചു കൊടുത്തത്?
സൗദി അറേബ്യ തന്നെ അവരുടെ ഇത് എയർ മേള് മൊത്തം തുറന്നു കൊടുത്തിട്ടാണ് ഗവർണർ ഇവന്മാര് ഞാനിന്ന് പിടിക്കുന്നത്. ഇറങ്ങിയിട്ട് കയറാം കേട്ടോ, എനിക്കൊരു അത്യാവശ്യം, ഞാൻ ഇറങ്ങിച്ച് കയറാം കേട്ടോ. ഓക്കെ. ഓക്കെ. അവർ 8ന്റെ പണി കൊടുത്തിരിക്കുന്നത് സൗദി അറേബ്യ കൂടെ തന്നെയാണ്. നിങ്ങൾ ആ മറ്റേ മാപ്പ് എടുത്ത് വെച്ച് നോക്ക്. ഇങ്ങേപ്പുറം വഴി വരുവാണെങ്കിൽ, എറിട്രിയ വഴി വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഇടത്തോട്ട് മാറി വരണം. എന്നാ ചെങ്കടല്, ചെങ്കടലല്ലേ അത്, എന്തുവാ, റെഡ് സി, അത് അയ്യാ ചെങ്കടൽ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ മൊത്തം മാറ്റണമെങ്കിൽ. നോക്കണ്ടെന്നു. ആ അവിടെ ഈജിപ്തിന്റെ ഒരു ചെറിയ ഭാഗമുണ്ട്. ഇവന്മാര് നേരിട്ടാ പണി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആരാ ഇവരെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? അത് F-35 ആർക്കും കാണാൻ മേലാത്ത വിളിക്കണോ? F-16, F-35 അതൊക്കെയാണ്. F-15 അവർ ഉപയോഗിച്ചിരിക്കുന്നത്. 3-5 പ്ലെയിനും അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ട് ആരോ ഫ്യൂലും കൊടുത്തിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഫ്രം ഇസ്രായേൽ ടു യമൻ 2211 കിലോമീറ്റർ ഡയറക്റ്റ് റൂട്ട്. ആ ഒരു പോർട്ടിലാണ് ചെല്ലേണ്ടത്. ചെങ്കടല് വഴി വരുമ്പോഴത്തേക്കും ആ പോർട്ടലായിട്ടാണ്ട് 3000 കിലോമീറ്റർ ആണെന്നാണ് ഞാൻ ഇന്നലെ വായിച്ചത്. നിങ്ങൾ നോക്കിച്ചു പറ, ആരാ അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പണി കൊടുത്തിരിക്കുന്നത് ഇവർക്കിട്ട്? ഇവര് തന്നെ. ഈ അലവലാദികളെ ഇവിടുന്ന് ഓടിച്ചാലേ ലോകത്തിന് പറ്റുള്ളൂ. കാരണം ചെങ്കടലിൽ കൂടെ ഒരു കപ്പലിനും ഇപ്പം മര്യാദയ്ക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം സുയേസ് കനാല് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഈജിപ്തിനും പ്രശ്നമാണ്. സുയേസ് കനാലിൽ കൂടെ പോകുന്ന കപ്പലിനെയാണ് ഇവന്മാര്, അങ്ങോട്ട് പോകേണ്ട കപ്പലിനെയാണ് ഇവന്മാര് ഈ യമനിന്ന് ഈ അലവലാദികൾ ബോംബിടുന്നത്. ഈ സൗദി അറേബ്യക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന അരിയായിട്ട് പോകുന്ന കപ്പലിനെയാണ് അവന്മാര് പിടിച്ചു നിർത്തുന്നത്. അവര് സമ്മതിക്കുക? ഈ ന്യൂയിസെൻസിനെ എല്ലാരും കൂടെ തല്ലിക്കൊന്ന ഇന്നലെ, അല്ല കഴിഞ്ഞ ദിവസം. ഓക്കെ. ഇതാണ് ആരും സംസാരിക്കില്ലാത്ത. ഇല്ല, ഞാൻ ചോദിച്ചതാണ്. നിങ്ങൾ ആ മാപ്പ് ഒന്ന് എടുത്ത് കാണണേ. നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഇസ്രായേലും ഈ മറ്റേ ഇത് യമനുമായിട്ടുള്ള അതൊക്കെ ഒന്ന് എടുത്ത് കാണും. 2211 കിലോമീറ്റർ, 1800 എന്നൊക്കെ പറയുന്നത് ചുമ്മാതാ. 2211 കിലോമീറ്റർ ആണ് അവരുടെ പോർട്ടിലോട്ട് ചെന്നിരിക്കുന്നത്. അതിനിടയ്ക്ക് സൗദി അറേബ്യ മാത്രമേ ഉള്ളൂ, വേറെ ഒരു രാജ്യവും ഇല്ല. പിന്നെ ആരെ ഇവരെ ഹെൽപ്പ് ചെയ്ത്? ലോകരാജ്യം അങ്ങനെയാ. കാര്യം എന്നാന്നറിയോ, ഇവിടെ നമ്മളിപ്പം സുന്നി ഷിയ ശരിക്കും ആയിരിക്കും കേട്ടോ. ശരിക്കും
കാരണം ഈ യമനിൽ നിന്നാണ് എല്ലാ ദിവസവും ഈ ഹൂത്തികള് മറ്റേ കാവയുടെ നേരെ റോക്കറ്റ് വിടുന്നു. സൗദി അറേബ്യ പിറ്റേ ദിവസം രാവിലെ എണീറ്റേച്ച് യമന്റെ നേരെ ഇടുന്നു, ബോംബിടുന്നു. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2022 മറ്റെയാണെന്ന് എനിക്ക് തോന്നുന്നു 1.5 ലക്ഷം പേരെയാണ് അവിടെ തട്ടിക്കളഞ്ഞത്. സ്കൂൾ കെട്ടിടത്തിന്റെയും ഹോസ്പിറ്റലിന്റെയും എല്ലാം മേളിക്കൊണ്ട് ഒരു ബോംബിടുക. അമേരിക്ക ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നു, അമേരിക്കൻ പ്ലെയിനിലായിരിക്കും ഇതൊക്കെ കൊണ്ടിടുന്നു. ഈ ഏതെങ്കിലും കാക്കാമാരുടെ രാജ്യത്തിന് ടെക്നോളജി ഉണ്ടോ? ഒരു ഒലക്കയില്ല. ഇതെല്ലാം അമേരിക്കയുടെയും യൂറോപ്യൻസിന്റെയും ടെക്നോളജി, അല്ല റഷ്യയുടെയും ടെക്നോളജിയാണ്. ഈ ഇറാൻ എന്താ ഈ കിടന്ന് ഞൊളക്കണത്? എന്റെ റഷ്യയുടെ പൊന്നെ ടെക്നോളജി. തോമസ് ബ്രദറെ എവിടേക്കാണ് ഈ ടെക്നോളജിയും കൊണ്ട് നടക്കുന്നത്? ഈ മുഹമ്മദ് മരിച്ചതിനെ കുറിച്ച് വല്ലതും പറയാനുണ്ടോ? എത്രയെന്നും പറഞ്ഞ നമ്മള് കേൾക്കുന്നത്. അല്ല എന്റെ അച്ഛൻ ബ്രദറെ, ഞാൻ ഈ പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം മുതൽ ഇവരുടെ മൊത്തം വീഡിയോക്കകത്ത് അവരിരുന്നോട്ട് നമ്മളെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന് മറുപടിയാ കൊടുത്തത്. എന്റെ ഞാൻ അച്ഛൻ കുറിച്ച് ഞാൻ എത്ര ചോദിക്കുന്നത് നേരം ഞാൻ മുഹമ്മദ് ഇപ്പോഴാണ് എങ്ങനെയാണ് അച്ഛന് മരിച്ചത്? ഇപ്പോഴാണ് അച്ഛന് സംസാരിക്കാൻ സമയം കിട്ടിയത്. ഇത്രയും നേരം ഒരു വെപ്പുണ്ട് ആ കോടി ആ ചാക്കോ പാസ്റ്റർ നിർത്തിയിട്ടുണ്ട്. അവിടെ ഐശ്വര്യ മുലകുടി പറയുന്നതിന്റെ ഇടയ്ക്ക് സൗദിയിൽ പ്ലെയിൻ പോകുന്ന കാര്യം ഇതിന്റെ ഇടയ്ക്ക് ഇവര് അതെ ഞാൻ ചർച്ചയിൽ കേട്ട് കാണുന്ന പോലെ കേട്ട് മടുത്ത്. അറിയാണ്ടായി സംസാരിക്കുന്നത്. മനസ്സിലായി? ഇതിനെ അല്ല, നിയന്ത്രിക്കണം. കേട്ട് മടുത്ത്. നമ്മുടെ സഹോദരനല്ലേ, എന്നാലും നമുക്ക് വിടാനൊക്കത്തില്ലല്ലോ. അന്ന് ഞാൻ നിർത്തി. ആ, ശരി. അല്ല, ഈ മുഹമ്മദിന്റെ മരണത്തെ കുറിച്ച് വല്ലതും പറയാൻ അറിയാമെങ്കിൽ ഒന്ന് പറയൂ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. അതെങ്ങനെ വിഷം അടിച്ച് ചത്ത് മൂന്നാമത്തെ ദിവസം കൊണ്ട് ചീഞ്ഞപ്പം ഉയർത്തെഴുന്നേക്കുമെന്ന് അവര് വിചാരിച്ചു. കാരണം യേശുക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റെന്ന് അവര് കേട്ടിട്ടുണ്ട്. അതുപോലെ പുള്ളി 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അവര് വെച്ചോണ്ടിരുന്നു. അത് മാത്രമല്ല, ഈ തർക്കം ഉണ്ടായിരുന്നു. കാരണം ആരാ ഇനിയിപ്പോ അടുത്ത തെളിവില്ലാത്ത ഒരു വാക്കും ആവുന്നുള്ള. പറയല്ലേ തോമസ് ബദറെ, തെളിവില്ലാത്ത ഒരു വാക്കും പറയരുത്. കാരണം ഇത് ഇത് മൊത്തം നമുക്ക് തെളിവുള്ള. നമ്മുടെ എന്റെ അച്ഛൻ നമ്മുടെ ബ്രദർ, ഇത് ഇസ്ലാമിക മൊത്തം കൂട്ടുകാർ തെളിവുള്ള. ഇതെല്ലാം കേൾക്കുന്നതാണ്. അല്ല, ഇസ്ലാമിക കൂട്ടുകാരെല്ലാം ഇത് കേൾക്കുന്നതാണ്. അവര് കേട്ട് അവർ പഠിക്കണം. അവർ മാത്രമല്ല, നമ്മുടെ ക്രൈസ്തവ വിശ്വാസികളും ഇത് പഠിക്കണം. യേശുക്രിസ്തുവിന്റെ ഇത് മരണം കൊണ്ട് 100% ഇതിനകത്ത് യേശു ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്ന ബൈബിളിൽ ഇല്ലായിരുന്നോ? ഉണ്ട്. യേശു ക്രിസ്തു പലയിടത്തും പറഞ്ഞിട്ടില്ലേ? നിങ്ങളാ ഇത് എന്തുവാ ജെറുസലേം ദേവാലയം കാണിച്ചിട്ട് പറഞ്ഞു, കാണിച്ചപ്പോ എന്തുവോ ഇത്. അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞ എന്നാ, നിങ്ങളെ നശിപ്പിക്കും, 3-ാം ദിവസം ഞാൻ അത് പണിയും എന്ന് പറഞ്ഞില്ലായിരുന്നോ? 3 ദിവസം കൊണ്ട്. അങ്ങനെ അവര് വിശ്വസിച്ചോ? ഇല്ല. അത് ഇല്ലാത്തതൊന്നും പറയാതെ അത് പണിയൊന്നല്ല. ഈ മന്ദിരം പൊളിപ്പിൻ, 3-ാം ദിവസം അത് മന്ദിരം അതല്ലേ ഉണ്ടാകുമെന്ന് പറഞ്ഞേ. പറഞ്ഞത്. അതല്ലേ പൊളിക്കാൻ പറഞ്ഞേ. പറഞ്ഞ മന്ദിരം യെരൂശലേം ദേവാലയം അല്ല. നിങ്ങള് പൊളിക്കൂ, യേശുക്രിസ്തു വന്ന് ഞാൻ ഏത് പണിയാം എന്നല്ലേ പറഞ്ഞേ. അത് അല്ല, മന്ദിരം എന്ന് പറയുന്നത് യേശുവിന്റെ ശരീരത്തെ കുറിച്ചാ. അതെ, അത് കാണിച്ചത് എന്തുവാ? ചെറിയ ദേവാലയല്ലേ കാണിച്ചേ? അവിടെ ഇരുന്നല്ലേ പറയുന്നേ. അവിടെ ഇരുന്നാണ് പറഞ്ഞത്. അവര് തെറ്റിദ്ധരിച്ചു. തെറ്റിദ്ധരിച്ചു. യഹൂദന്മാർ തെറ്റിദ്ധരിച്ചു. അതുപോലെ തന്നെ ഇവരുടെ മൊത്തം തെറ്റിദ്ധാരണകളാണെന്നാ ഞാൻ പറയുന്നേ. ഇവര് മൊത്തം തെറ്റിദ്ധരിച്ചിട്ടേ ഉള്ളൂ. അവർക്ക് ഒരു ധാരണയില്ല, തെറ്റ് മാത്രമേ ഉള്ളൂ. മുഹമ്മദ് മരിച്ചത് പോലും പറയാൻ അവർക്ക് പ്രയാസമാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ എന്റെ നാസറൊക്കെ അച്ഛൻ ഇവിടെ ബ്രദർ, ഉണ്ടല്ലോ. അതിനൊക്കെ തെളിവ് ചോദിച്ചു കഴിഞ്ഞാൽ നാസർ. എനിക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാം. ഏതായാലും ഈ അണ്ണൻ മരിച്ചിട്ട് 3 ദിവസം വരെ ഉയർത്തെഴുന്നേൽക്കുന്ന അവര് വിശ്വസിച്ചിരുന്നു. 3-ാം ദിവസം നാറ്റം വന്നപ്പോഴത്തേക്കും അവിടെ തന്നെ കുഴി വെട്ടി മൂടിയതാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അത് നേരാണോ നുണയാണോ എന്ന് എനിക്കറിയത്തില്ല. അത് അറിയുന്നവര് അപ്പൊ നാസർ ഉണ്ടല്ലോ, നാസർ ചിലപ്പോ വന്ന് പറയും. ഞാൻ നാസറിനെ മുകളിലേക്ക് ക്ഷണിക്കാം. നാസർ ഇവിടെ കണ്ടായിരുന്നല്ലോ. എനിക്കാണ് ഈ നാസർ, എനിക്കാണ് ഈ എങ്ങനെ വിമർശകര് പറയുന്നതല്ല, വിശ്വാസികൾ പറയുന്നത് കേട്ട് പഠിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ അതുകൊണ്ട് ഞാൻ റൂം വരെ ഇട്ടിട്ടുണ്ടായിരുന്നു. വിമർശകരിൽ നിന്നല്ല, വിശ്വാസികളിൽ നിന്ന്. വിശ്വാസികൾ വരാത്തത് കൊണ്ടാണ്, വിമർശകരല്ല, അപ്പോളിസ്റ്റുകൾ
ഇതിനെ പഠിപ്പിക്കാൻ തുടങ്ങി. അതിന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വേദക്കാരെടുത്ത് പോകാൻ. പക്ഷെ അവർ അംഗീകരിക്കുന്നില്ല. ഇവർ വേദക്കാരാരാന്ന് പോലും അവർക്ക് അറിയത്തില്ല. പക്ഷെ മുഹമ്മദിന് അറിയാമായിരുന്നു വേദക്കാരാരാണെന്നുള്ളത്. ഏതൊക്കെ നിന്റെ അപ്പൻ ഓക്കെ. അയ്യോ പോട് പോയിട്ട് വരും. വല്ല പണിയുണ്ടോ നോക്കിയാണ് അയാൾ. മാരിക്കാനായിട്ട് വെള്ളം കിട്ടൂല. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായില്ല ആരാന്നുള്ളത്? എന്താ വേദക്കാര് നാസർ എന്താ പറഞ്ഞേ? നാസർ എന്താണ് പറയുന്നത്? മനസ്സിലാകുന്നില്ല, പറയൂ. അല്ല, ചായക്കട നടത്തുന്ന വേദക്കാരാരും നാസറേ, മനസ്സിലായില്ല. എടാ നീ ഹോട്ടൽ നടത്തുന്നതല്ലടാ. നിന്റെ ഹോട്ടൽ എനിക്കറിയാവുന്ന അല്ല കേട്ടോ. ഞാൻ അത് നാളെ അത് വല്ലതും അത് എല്ലാവരോടും പറയും നിന്റെ ഹോട്ടലിൽ വരും. വേദക്കാരാരെന്നല്ല നിങ്ങൾക്ക് അറിയാത്തത്. അതിപ്പോ അപ്പൂപ്പന്മാരാണ് അല്ല വേദക്കാര്. നാസറേ നാസർ പറയും, എന്താണ് വിഷയം? പറയൂ, താങ്കളുടെ വിഷയം അയ്യോ എന്താണെന്ന് പറയൂ. നിങ്ങൾക്കറിയാത്ത കാര്യം സംസാരിച്ചതിന് മറുപടി പറയാനൊന്നും പറ്റില്ല. ഏതാ? ഇപ്പൊ ഒരാള് പറഞ്ഞു എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, എനിക്ക് ആ, അറിയില്ല. ഓക്കെ ഓക്കെ. നിങ്ങൾ അറിയാത്ത കാര്യം അത് പോട്ടെ. പറയുമ്പോൾ അതിന് ഒരു മറുപടി പറയാൻ സെക്കൻഡ്, പറ്റൂല. ഒരു സെക്കൻഡ്. അതായത് തോമസ് ബ്രദറെ, അവരെന്തെങ്കിലും പറഞ്ഞാലും നമ്മളിന്റെ ഭാഗത്ത് നിന്നൊന്നും പറയല്ലേ പ്ലീസ്. നമ്മുടെ കൂട്ടുകാരനല്ലേ, അതിഥിയായി വന്നിരിക്കുകയല്ലേ. ഇതിൽ കൂടുതൽ എന്താ ഓക്കെ, പറയണ്ട അച്ഛൻ കുഞ്ഞ്? പറഞ്ഞോളൂ. ഇതിൽ കൂടുതൽ എന്താ പറയാനുള്ളത് അച്ഛൻ കുഞ്ഞ്? പറയുന്നൊക്കെ എന്താണ്? നിങ്ങള് ഒരു മനസാക്ഷിയില്ലേ? ഇതാണോ ദൈവം പഠിപ്പിച്ചത്? ഇതുപോലെ മറ്റു മതത്തിലെ ആൾക്കാരെ ഇതുപോലെ ചീത്ത വിളിക്കാനും പരിഹസിക്കാനൊക്കെയാണോ പഠിപ്പിക്കുന്നത് ആ, മതം? ഓക്കെ 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 ഓക്കെ. ഓക്കെ ഓക്കെ. ഒരു മിനിറ്റ്. ഞങ്ങൾ ഇവിടെ ഒരു മിനിറ്റ് താങ്കൾ ശ്രദ്ധിക്കുക. ഞങ്ങളിവിടെ ഇസ്ലാമിക വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ കേട്ടോ, മുഹമ്മദ് നബി. ഒരു മിനിറ്റ് പ്ലീസ്. നിങ്ങളൊരു തനി ക്രിസ്ത്യൻ. ഞാൻ പറയുന്നത് കേൾക്ക, ബഹളം വെക്കാതെ പറയുന്നത് കേൾക്ക. താങ്കളുടെ നബി, താങ്കളുടെ താങ്കൾ ഇസ്ലാം മത വിശ്വാസിയാണോ? ഞാൻ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ അത് പറ്റത്തില്ല. അങ്ങനെയുള്ളതായിട്ട് ചർച്ചയില്ല. ഇവിടെ ഞങ്ങൾ ഇസ്ലാം മത സമൂഹമായിട്ടുള്ള ചർച്ച, ഡിബേറ്റാ. ഇസ്ലാം മത വിശ്വാസി അല്ലെങ്കിൽ താങ്കൾ താഴേക്ക് പോകും, ആണെങ്കിൽ താങ്കൾക്ക് ചർച്ച ചെയ്യാം. നിനക്ക് ആണോ? എന്താ പറ്റാന്നുള്ളത് അതുപോലെ നീ സംസാരിക്കും. പിന്നെ കഥ എന്നാ താഴെ പോയാൽ കേട്ടോ. ഇവിടെ അങ്ങനെയുള്ളവരെ ഞങ്ങൾ കയറ്റുന്നില്ല. ഇവിടെ മൂടെ വളരെ വലിയ അക്ഷരത്തിൽ ടൈറ്റിൽ ഇട്ടിട്ടുണ്ട്, മുഹമ്മദ് എന്ന അബു ഖാസിം. അബു ഖാസിം എന്നാണ് അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര്. മുഹമ്മദ് എങ്ങനെ ഉണ്ടായി, മുഹമ്മദ് എന്നുള്ള പേര് ആരിട്ടു എന്നതിനെ കുറിച്ച് ഞങ്ങൾ ദീർഘനാളുകൊണ്ട് ചർച്ച ചെയ്ത് ആരും അത് പറഞ്ഞില്ല. അതവിടെ നിൽക്കട്ടെ, അത് വലിയ ഗൗരവമായ വിഷയമാണ്. അപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് നിങ്ങളുടെ പുസ്തകങ്ങൾ പറയുന്നത് അദ്ദേഹത്തെ വിഷം കൊടുത്ത് കൊന്നു എന്നാണ് നിങ്ങളുടെ പുസ്തകങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു. ഇനി അതിനെന്തെങ്കിലും എതിർവാദം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം, തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ അത് തിരുത്താൻ തയ്യാറാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യേണ്ടി വരും. ഞങ്ങൾ ഇവിടെ പറഞ്ഞതായ പുസ്തകങ്ങളെ നിങ്ങൾ പരസ്യമായിട്ട് തള്ളി പറഞ്ഞിട്ട് ആ പുസ്തകങ്ങള് എന്താണ് നിരോധിക്കാനുള്ള മാർഗം കൂടെ നിങ്ങൾ ചെയ്യണം. അതുകൂടെ ഇവിടെ വന്ന് പറയണം നിങ്ങൾ. അത്രയും പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഞങ്ങൾ പിൻവലിക്കാൻ തയ്യാറാണ്. പറഞ്ഞു മനസ്സിലായോ? നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് മുഹമ്മദിന്റെ മരണത്തിന്, വഫാത്തിന് കാരണമായത് ഖൈബറിൽ നിന്ന് കഴിച്ച വിഷമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ വിഷം കഴിച്ച് മരിച്ചതായ മുഹമ്മദിനെ കുറിച്ച് നിങ്ങളുടെ പുസ്തകങ്ങളിൽ നിങ്ങളുടെ പണ്ഡിതന്മാര്, മൗലവിമാര്, 10, 12, 20 വർഷങ്ങളൊക്കെ പഠിച്ചതായ നിങ്ങളുടെ മൗലവിമാര് പാനലായിട്ട് ചേർന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. ഇതാണ് ഞങ്ങളോട് പറയുന്നത്. അത് ശരിയല്ല, ഇതാണ് ശരി, പ്രവാചകൻ ഇങ്ങനെയാണ് മരിച്ചതെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യ അവകാശം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഉദ്ധരിക്കുന്നതായ ഗ്രന്ഥങ്ങൾ കൂടി ഇവിടെ പറയണം. അങ്ങനെ നിങ്ങൾ പറയണം. ഒന്ന്. രണ്ടാമത്, ഞങ്ങൾ ഉദ്ധരിച്ച ഗ്രന്ഥത്തെ നിങ്ങൾ പരസ്യമായിട്ട് തള്ളി പറയണം. അതൊന്നും ഇസ്ലാമികമല്ല, സാത്താന്യമാകുന്നു, ഞങ്ങൾക്കുമായിട്ട് ബന്ധമില്ല എന്ന് നിങ്ങൾ അത് പറയുകയും വേണം. മാത്രമല്ല, അത് നിരോധിക്കാനുള്ളതായ ഏർപ്പാട് നിങ്ങൾ ചെയ്യുകയും വേണം. കാരണം അത് വിപണി കിടക്കുകയല്ലേ, ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുകയല്ലേ. അത് വലിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഞങ്ങൾ മേടിച്ച് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിനെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കാമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചർച്ച ചെയ്യാം. അതുകൊണ്ട് നിങ്ങളുടെ പ്രവാചകന്റെ മരണം ഞങ്ങൾ പറയുന്ന പോലെയല്ല, ക്രിസ്ത്യാനികൾ പറയുന്ന പോലെയല്ല, ഇവിടുത്തെ പണ്ഡിതന്മാർ എഴുതി വെച്ചിരിക്കുന്ന പ്രമാണം പോലെയല്ല. ഇതാണ് യഥാർത്ഥ പ്രമാണം എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും ചർച്ച ചെയ്യാനായിട്ട് അതിനുള്ളതായ ആർജവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിലേക്ക് വരാം. വെറുതെ വന്ന് ബഹളം വെക്കരുത് പ്ലീസ്. മനസ്സിലായോ? അങ്ങനെ വന്നവർക്ക് നിങ്ങളുടെ പ്രവാചകന്റെ ജീവിതത്തിലെ ആദ്യ സമയം എങ്ങനെയായിരുന്നു, എവിടെ തൊട്ടാണ്, എന്നാണ് രോഗം തുടങ്ങിയത്, എന്നാണ് മരിച്ചത്, എങ്ങനെയാണ് അടക്കിയത്, എവിടെയാണ് അടക്കിയത്, ഇത്രയും കേൾക്കാനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സത്യസന്ധമായി നിങ്ങൾ പറയുക. ഞങ്ങൾ പറഞ്ഞതൊക്കെ തന്നെ പിൻവലിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എന്ത് പറയുന്നു? എത്ര കൃത്യതയാണ് ചർച്ച ഞങ്ങൾ നടത്തുന്നത്? ഞങ്ങൾ നിങ്ങളെ ആക്ഷേപിക്കുക വല്ലതും ആണോ? അല്ല. നിങ്ങളുടെ ആളുകൾ സത്യസന്ധമായി എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇത്രയും നാളുകൾ ഞങ്ങൾ വിശ്വസിച്ചത്. അത് തെറ്റാ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ തയ്യാറാന്നേ. അങ്ങനെ ആരും കൊണ്ട് വരിക. നാസറിന് തന്നെ വരാം. നാസറിനെ ഇപ്പൊ ഞാനാ തള്ളി പുറത്തേക്ക് വിട്ടത്. നാസർ ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ
അങ്ങനെ വന്നുകൊണ്ട് നിങ്ങളുടെ പ്രവാചകന്റെ മരണം ഒന്ന് വിശദീകരിച്ചാട്ടെ. മുകളിലേക്ക് വരൂ എന്റെ നാസറെ. ഒരു സെക്കൻഡ്, ഞാൻ ഒരു മിനിറ്റ് ഒന്ന് സംസാരിച്ചോട്ടെ. നാസറെ അതിനുശേഷം പറഞ്ഞോളൂ. നാസറെ, ഇത് ഞാൻ എനിക്ക് ഇടാനിരുന്നതല്ല. നിങ്ങളോട് അതെ, ഒരു സെക്കൻഡ്, വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യമില്ല. സെക്കൻഡ് നിങ്ങൾ നാസറെ, എന്താണോ നാസറെ ഉദ്ദേശിച്ചത് ഒരു അത് സെക്കൻഡ്, നിങ്ങൾ സംസാരിച്ച് കളയാം. നാസറെ ഒരു സെക്കൻഡ്, നിങ്ങൾ അതിനു വേണ്ടി നാസറെ ഒരു ജനിച്ചവരാണ്. അത് സെക്കൻഡ്, ദൈവത്തിന്റെ സ്നേഹമാണ്. നാസറെ, നാസറെ ഒരു സെക്കൻഡ്, നാസറെ ഒരു സെക്കൻഡ് പറയുന്നൊന്ന് കേൾക്ക്. അല്ലല്ല അതായത് ഞാൻ ഈ അല്ലല്ല റൂം അല്ല അല്ല ഇടാനൊന്നും അച്ഛൻ ഇരുന്നതല്ല. അച്ഛൻ ഒരു മിനിറ്റ്. ഇനി ആ നാസറിനെ വിളിച്ചിവിടെ ആട്ടം കാണുന്നില്ല. ഇനി നാസറിനെ മുകളിലേക്ക് വിളിക്കുന്നില്ല. നാസറിന് വേറെ പണിക്ക് പോയച്ചാൽ മതി. നാസർ താഴെ ഇരുന്ന് കേട്ടോട്ടെ. വേറെ വല്ലവരുണ്ടോ വിളിക്കുക. ഓക്കെ. ഒരു ആ വ്യക്തിക്ക് ഓക്കെ നമ്മള് ഓക്കെ രണ്ട് സാധ്യത, രണ്ട് ചാൻസാ കൊടുത്തത്. ആദ്യം അദ്ദേഹം അച്ഛൻകുഞ്ഞാർ തന്തയ്ക്ക് വിളിച്ചു, അത് ക്ഷമിച്ചു, അദ്ദേഹത്തോട് കാര്യം നോർമലായിട്ട് പറഞ്ഞു. രണ്ടാമത് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് വിശദീകരിച്ചു, കാര്യമില്ല നിങ്ങൾക്ക് പറയാം, കയറി വരാൻ പറഞ്ഞു. കയറി വന്നിട്ട് വീണ്ടും അമ്മാവൻ എത്ര തല്ലിയാലും ഞാൻ നന്നാകത്തില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കുറയ്ക്കാൻ സമ്മതിക്കത്തില്ല. ആ കുറയൊക്കെ അങ്ങ് ഗ്രൂപ്പ് ഇട്ടിട്ട് ഒരു റൂം ഇട്ടിട്ട് അവിടെ പോയി കുറച്ചാൽ മതി. ഇതിവിടെ മാന്യന്മാര് സംസാരിക്കുന്ന റൂമാ, അതങ്ങ് വിടുക, അടുത്ത ആളെ വിളിക്കുക. ആ ഓക്കെ ഓക്കെ. അല്ല അല്ല അതായത് ചെങ്ങഞ്ഞ നാസർ പോവാം. അല്ല ഒരു അല്ല സെക്കൻഡ്, ആ ഒരു സെക്കൻഡ്, പുള്ളി ഒരു പോയി. അല്ല സെക്കൻഡ്. താഴെ ഇരിപ്പുണ്ട് ചെങ്ങഞ്ഞ ബ്രദറെ. ഈ പുള്ളിക്ക് ഒരു 2 വർഷം മുമ്പ് എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ ചായക്കടയെന്ന് പറഞ്ഞ് കളിയാക്കിയതാണ്. ശരിക്കും പുള്ളിക്ക് ഹോട്ടലുള്ള പാർട്ടിയാണ്. പണ്ട് ആ നമ്മൾ പോട്ടെ, ഈ അതൊക്കെ വിട്, മറ്റേ അതൊക്കെ നമ്മള് ഹലാല് പരിപാടിക്കകത്ത് അതൊക്കെ വിട്. വന്നിട്ട് എന്റെ എന്റെ പൊന്ന് അല്ല തോമസ് പറയട്ടെ. അത് അല്ല വിട്ടുകളാം. അച്ചങ്ങഞ്ഞ ബ്രദറെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഹലാല് പരിപാടി വന്നില്ലായിരുന്നു. ഹലാലിനകത്ത് ഇവർക്കൊക്കെ ഹോട്ടലുണ്ടായിരുന്നു. നമ്മൾ ഈ ഹലാലിനെതിരെ സംസാരിച്ചപ്പോ ഇവരെല്ലാം വന്നത് നമ്മുടെയൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചേച്ച് പോയിട്ടുള്ളവരാ. കഴിഞ്ഞോ? ആ ഹലോ, ഓക്കെ. കേട്ടിട്ടുണ്ടോ? ആ ഒരു അതുകൊണ്ടാണ് സെക്കൻഡ്. ഞാൻ പുള്ളിയെ ആ കണ്ടപ്പോ തന്നെ ആ പുള്ളിയുടെ അതേ ഐഡിയ തന്നെ ഇപ്പോഴും വന്നിരിക്കുന്നത് കേട്ടോ. 2 വർഷം മുമ്പത്തെ അത് ഐഡിയ പോട്ടെ, തന്നെ അത് വിട്, ഇപ്പോഴും വന്നിരിക്കുന്നത്. അത് അത് അല്ല, വിട്. ആ പുള്ളി വന്നാല് വാ തുറന്ന തെറിയേ വിളിക്കുള്ളൂ, അപ്പനെ അമ്മയ്ക്കേ വിളിക്കത്തുള്ളൂ. പണ്ട് അറിയാവുന്ന കേസാ. തോമസ് പറഞ്ഞ അതെ, നിങ്ങളത് ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഇരിക്കുന്ന തോമസ് പറഞ്ഞ മാത്രം എല്ലാവരും മനസ്സിലാക്കുക. നമ്മൾ ഇവിടെ സംസാരിക്കുന്ന വിഷയങ്ങൾ അവരുടെ വീക്ഷണത്തിൽ മതനിന്ദയാണ്. നമ്മളെല്ലാവരും കൊല്ലപ്പെടേണ്ടവരാണ്. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. നമ്മൾ വൈകാരികമായിട്ട് ഇടപെടരുത്. അവരെ സംബന്ധിച്ച് നമ്മളിവിടെ നടത്തുന്ന ചർച്ചയെ ഇസ്ലാമിന് വിരുദ്ധമാണ്. അത് നമ്മൾ കൊല്ലപ്പെടേണ്ടവരാണ്. കാരണം അള്ളാഹുവിനോടും അവന്റെ ദൂതനെയും വിമർശിക്കുന്നവർക്കുള്ള ശിക്ഷ അവർ കൊല്ലപ്പെടുകയോ ക്രൂശിലേറ്റപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ കൈകാലികൾ എതിർച്ച് മുറിച്ചു മാറ്റപ്പെടുകയാണ്. വിമർശനം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയാത്തതായ ഒരു മതമാണ്. അത് ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളിവിടെ ഇത് പറയുമ്പോൾ അവര് വികാരഭരിതരാകും. ചിലപ്പോൾ അവർ തെറി പറയും. അവരുടെ രീതി അങ്ങനെയാണ്. കാരണം മതം അങ്ങനെയാണ് പരിശീലിക്കുക. അത് അറിഞ്ഞു വേണം അവരോട് സംസാരിക്കാൻ. അതുകൊണ്ട് അവരങ്ങനെ പറയുമ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കരുത്. വ്യക്തിപരമായ പരാമർശം ഇവിടെ വരികയും ചെയ്യരുത്. കാരണം നമ്മളിവിടെ ഇരിക്കുന്ന ആളുകൾ പല സ്ഥലങ്ങളിലുള്ളവരാണ്. അത് കച്ചവടം ചെയ്യുകയോ ബിസിനസ് ചെയ്യുകയോ ഒക്കെ ചെയ്തോട്ടെ. അങ്ങനെ വരുമ്പോൾ പിന്നീട് ആ കച്ചവടം എവിടെയാണ്, സ്ഥലപ്പേരൊക്കെ ആയി പിന്നെ അത് വേറെ വഴിയിലേക്ക് പോകും. നമുക്ക് അതുകൊണ്ട് ആ വിഷയം വിടുക. ആരെങ്കിലും വന്ന് തെറി പറഞ്ഞാൽ അവരോട് ഒരു പ്രാവശ്യം സഹനത്തിന്റെ ഭാഷയിൽ പറയുക, മോനെ സുഹൃത്തെ തെറി പറയരുത്, ഇവിടെ ശാന്തമായ ചർച്ചയാണ്, താങ്കൾക്ക് ഒരു അവസരം ഇവിടെ തരാമെന്ന് പറയാം. വീണ്ടും തെറിയാണെങ്കിൽ അദ്ദേഹത്തെ പുറത്തേക്ക് വിടുക. അല്ലാതെ അതേ നാളെ തെറി പറയരുത്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഒരുമായിട്ട് ബന്ധം പിന്നെ നമ്മൾ സെയിം അവരായി പോകത്തില്ലേ? നമ്മൾ അവരുടെ ഭാഗമാണോ? നമ്മൾ ക്രിസ്തുവിന്റെ പ്രതിനിധികളല്ല. അതുകൊണ്ട് ആ രീതിയിലുള്ള ചർച്ചകൾ നമ്മൾ ആരും ഇഷ്ടപ്പെടരുത്. നമ്മൾ അതിലേക്ക് തിരിയരുത്. പ്ലീസ് ദയവായിട്ട് നമ്മുടെ വിഷയത്തിൽ അല്ല നിൽക്കുക. അല്ല സോറി 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 സോറി. ആ ആ ഓക്കെ ഞാൻ ഇത് പറഞ്ഞത് തന്നെ മാർപ്പാപ്പ പറഞ്ഞ കണക്ക് മേയൽ കുപ്പ അങ്ങനെ ആ എന്തോ ഒരു ആ ഓക്കെ ഓക്കെ അത് ഓക്കെ. ഞാൻ പറയാൻ ആയിക്കോട്ടെ. തയ്യാറാ. ഞാൻ പറഞ്ഞത് എന്താ അറിയോ? ഞാൻ പറഞ്ഞത് ഇവരുടെ ഒരു മിനിറ്റ് നിങ്ങൾ ഒന്ന് മൂട്ട് ചെയ്തല്ലോ. ഞാൻ പറഞ്ഞത് ഇവരുടെ വികാരം ഒന്ന് മനസ്സിലാക്കാനായിട്ടാ. നിങ്ങൾ ആദ്യം ഇവരുടെ വികാരം നമ്മൾ എന്തേ കാണിക്കുന്നു? നമ്മൾ ഈ ചെയ്യുന്ന ചർച്ച ഓപ്പൺ ആയിട്ട് ചെയ്യാനായിട്ട് നമുക്ക് കഴിയുമോ? നിങ്ങൾ മനസ്സിലാക്കിയേ. ഈ ചർച്ച ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് പറയുന്നെങ്കിൽ പലരുടെയും കഴുത്തൂടെ കാണുന്നില്ല ബ്രദറെ, സഹോദരന്മാരെ. നിങ്ങൾ എന്തായി പറയുന്നത്? നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആരോടാണ് സംസാരിക്കുന്നത്? ഞാൻ നിങ്ങളൊക്കെ തന്നെ ഇവരുടെ പ്രത്യയശാസ്ത്രം അനുസരിച്ച് കഴുത്ത് മുറിച്ചു മാറ്റപ്പെടാൻ യോഗ്യരാണ് അവരുടെ പ്രമാണം അനുസരിച്ച്. അതിന് കഴിയാത്തത് കൊണ്ടാണ് അവർ ഈ തെറി പറയുന്നത്, വികാരം പറയുന്നത്. അതുകൊണ്ട് അവരുടെ വികാരം മനസ്സിലാക്കണം. അവരുടെ കുറ്റം. ഇപ്പൊ പിന്നെ നാസർ, അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ, അദ്ദേഹത്തിന് ഒരു നല്ല മനസാക്ഷിയൊക്കെ ഉണ്ട്. മനസ്സിലായി? എന്തെങ്കിലും അദ്ദേഹം ആ മനസാക്ഷി വെച്ച് ചിന്തിക്കും. പക്ഷെ അദ്ദേഹത്തെ ആ മതത്തിന്റെ പ്രത്യയശാസ്ത്രമാണ് ഇങ്ങനെ പറയിപ്പിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. മനസ്സിലായോ? അത് അവർക്ക് പ്രമാണമുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, അള്ളാഹു ഇതിന് പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് ഇതിന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പരമ്പരാഗതമായിട്ട് അവർക്കുണ്ട്. അപ്പൊ നമ്മളിവിടെ പറയുന്ന കാര്യങ്ങള് നമ്മളെ സംബന്ധിച്ച് ശരിയാണ്. നമ്മൾ ചിരിച്ച് സന്തോഷിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എൻജോയ്മെന്റ് ചെയ്താണ് നമ്മൾ പറയുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ച് തീർക്കേണ്ടവരാ നമ്മള്. തീർക്കാത്തതിന്റെ കാരണം
സോഷ്യൽ മീഡിയ ആയതുകൊണ്ടും അവിടെ അവിടെ സംസാരിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായോ? ഇനി ഈ വിഷയം ഒരു വ്യക്തിയോട് നേരിട്ട് സംസാരിക്കുക, ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഒരു മുസ്ലിം സുഹൃത്തോട് നേരിട്ട് ഫേസ് ടു ഫേസ്, അതായത് മുഖാമുഖമായിട്ട് സംസാരിക്കാം, എന്തായിരിക്കും സ്ഥിതി? അടിക്കും, തീർത്തും അടിക്കും ചെവിക്കല്ല. പണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് പുറത്തുള്ള, ഇന്ത്യക്ക് പുറത്തുള്ള ഒരു സുഹൃത്ത് ഇവിടെ വന്നിട്ട് പറഞ്ഞ ഇടിച്ച് ഒറ്റ ഇടിയാ ഇടിച്ചത്, ഇടി ഒഴിഞ്ഞു മാറിയോണ്ട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിലുണ്ടല്ലോ അദ്ദേഹത്തിന് തല പോയാലെന്ന് പറഞ്ഞു. നിസ്സാര കാര്യം. അവർ നമ്മൾ ചർച്ച ചെയ്തപ്പോഴത്തെ മുസ്ലിമിനെ വിളിച്ചില്ല, അന്യരാജ്യത്ത് വെച്ചാ, അതും ഒരു ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള രാജ്യത്ത് വെച്ചാ. അപ്പൊ അതുകൊണ്ട് ഇവരോട് പേഴ്സണൽ ആയിട്ട് പോലും പറയാനൊക്കത്തില്ല, നമുക്ക് സ്നേഹത്തിന് സൗഹാർദ്ദത്തിന് പറയാനൊക്കത്തില്ല ഇതൊന്നും. നമ്മളൊക്കെ കൊല്ലപ്പെടേണ്ടവരാണ്. പക്ഷെ ദൈവകൃപയാലും ഭാഗ്യം കൊണ്ടും കേരളമായതുകൊണ്ടും ഒക്കെ സോഷ്യൽ മീഡിയ ആയാലും നമ്മൾ പോവുകയാണ്. അതുകൊണ്ട് അവര് വന്ന് ബഹളം വെക്കും. ബഹളം വെക്കുമ്പോൾ അതേ നാണയത്തെ ദയവായിട്ട് തിരിച്ചടിക്കരുത്. നമ്മൾ അതേ നാണയം തിരിച്ചടിക്കാൻ പോയാൽ പിന്നെ നമ്മളും അവരും വ്യത്യാസം ഇല്ലാതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ചർച്ചയിലേക്ക് വരാം. നമുക്ക് വായിക്കാം കേട്ടോ, നമുക്ക് വായിക്കാം. ഓക്കെ ഓക്കെ ഐഷയുടെ ഓക്കെ കൊലകുടി ഹദീസോ മുഹമ്മദിന്റെ വാരണം ബാധിച്ചതോ മുഹമ്മദിനെ വിഷം കൊടുത്തോ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, വായിക്കാം. അങ്ങനെ വായിച്ച് പറയാം. അപ്പൊ അത് അവർ പ്രശ്നമില്ല, ലീഗലായിട്ട് പോയാലും പ്രശ്നമില്ല, കാരണം ഇത് ഉള്ള കാര്യമല്ലേ. അങ്ങനെ ചർച്ച ചെയ്യാം. ഓക്കെ. തോമസ് ബ്രദറെ, ഞാൻ നാസർ ഉണ്ടെങ്കിൽ നാസർ കേൾക്കണം. ഞാൻ ഇങ്ങനെ റൂം ഇടാനുള്ള ആഗ്രഹം പോലും എനിക്കില്ല, എനിക്ക് അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ അവരുടെ റൂമില് റാഷിയും യൂനിസും അതുപോലുള്ള ഭഗത് അങ്ങനെ തുടങ്ങിയ മിഷു ഇങ്ങനെയുള്ള റൂമിലേക്കാണ് ഞാൻ ചെന്നത്. ചെന്ന സമയത്ത് അവരെന്നെ വിളിച്ച് മുകളിൽ കയറ്റി. മുകളിൽ കയറി, ആദ്യം വിളിച്ചപ്പോൾ ഞാൻ പോയില്ല, എന്നിട്ട് മുകളിൽ കയറി. മുകളിൽ കയറിയത് കണ്ട ഉടനെ എന്ത് പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അപ്പൊ അവന് പെട്ടെന്ന് സംസാരിക്കണം. അത് അവൻ ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞാണ് എന്ത് ചെയ്തത്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആ പേര്, ആദ്യം പറഞ്ഞായിരുന്നു. അപ്പം സംസാരിക്കുന്നെന്ന് പറയാൻ തുടങ്ങി. തൂങ്ങിച്ചത്ത അടിച്ച് കൊന്ന് തൂക്കി എന്തുവാ ചത്തത്, സ്ത്രീയിൽ നിന്ന് ജനിച്ചത്. അതെ, അപ്പോഴും ഞാൻ പറയുന്നത്, ഞാൻ ശാന്തമായി ഞാൻ പറഞ്ഞു തരാം. ഒരു മനുഷ്യൻ ജനിക്കാൻ പറയാൻ വിടത്തില്ല. 5 മിനിറ്റ് പ്രസംഗിച്ച് അവിടെ ഇരുത്തി എന്നെ കൊണ്ട്. എന്റെ അടുത്ത് പറയുക, യേശു തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി കുരിശിച്ച് അതാ ഇതാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങി. അങ്ങോട്ട് റാഷി. അപ്പൊ ഞാൻ വിചാരിച്ചേട്ടാ, ഞാൻ ഇത്രയും കാലമായിട്ട് മുഹമ്മദ് ചത്തത് എങ്ങനെയാണെന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ, അങ്ങനെ റൂം ഇട്ടിട്ടില്ലല്ലോ. എന്നാ പിന്നെ ഇനി റാഷി വന്ന് ഞാൻ ഇട്ട ഈ റൂമിനകത്ത് വന്ന് പറയണം, ഏതാ അത് മുഹമ്മദ് ചത്തത് ഇങ്ങനെയാണെന്ന് പറയുന്ന ദിവസം വരെ ഇടാവുന്നൊരു തീരുമാനത്തിലാണ്. അല്ലാതെ അവരോട് വഴക്കൂടാനല്ല. തോമസ് ബ്രദർ വിചാരിക്കുന്നത് ഞാൻ വഴക്കൂടാനാണെന്നോ? അങ്ങനെയല്ല. റാഷി വരട്ടെ, ഞാൻ ഈ റൂം നിർത്താം. അല്ലെങ്കിൽ ഇനി ബാക്കിയുള്ളവർ ആരൊക്കെ ഇണങ്ങിയാൽ എന്താ? അത് ഈ പറഞ്ഞ ചാക്കോ പാസ്റ്റർ പറഞ്ഞല്ലോ, ഞാൻ ഒരു പ്രാവശ്യം എന്റെ ഈ യുക്തിവാദികളുടെ അവിടെ എല്ലാം ഒന്നും പറഞ്ഞില്ല കേട്ടോ, യുക്തിവാദികൾ പറഞ്ഞിരിക്കുന്ന ഒരു ലഘുലേഖ കിട്ടിയത് എന്റെ കൈ കിട്ടിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീലെമ്പാടൻ എന്നാണ് മുഹമ്മദിനെ കുറിച്ച് അവർ എഴുതിയിരുന്നത്. എന്റെ അത് നഷ്ടപ്പെട്ട് അത് എവിടെയാണെന്ന് അറിയത്തില്ല, ഇല്ല ഞാൻ ഫോട്ടോ എടുത്ത് ഇട്ടാണ്. അപ്പൊ അതുകൊണ്ടിട്ട് 11 വിവാഹം കഴിച്ച് 9 നിലവിലുണ്ടെന്ന്. ഞാൻ എൻ്റെ ഒരു ഏറ്റവും നല്ലൊരു ഫ്രണ്ടാണ്, ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്നതാ. ഒരു ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് ഞാൻ ചോദിച്ച്, കൂട്ടുകാരാ മുഹമ്മദ് 11 വിവാഹം കഴിച്ച് 9 നിലവിലുണ്ടെന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ച് ചാടി ഇറങ്ങി എന്നെ അടിക്കാനായിട്ട്. ഇത്രയും പരിചയമുള്ളത്. അതിനുശേഷം 18 വർഷക്കാലം ഞാനിത് ആദ്യം ഒരു വ്യക്തിയുടെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾ ഖുർആൻ വായിച്ചോ എന്ന് ചോദിച്ചിട്ട് മാത്രമാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇവിടുന്ന് സമാധാനപ്പെടുത്തി. എന്നിട്ട് ഞാൻ ആ കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ഖുർആൻ വായിച്ചിട്ടുണ്ടോ? ഇല്ല ഞാൻ ഖുർആൻ വായിച്ചിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞ ഈ മദ്രസകളിലും അവിടെ ഇവിടെ ഇരിക്കുന്ന ഈ ഉസ്താദന്മാരും ഈ പണ്ഡിതന്മാരും പറഞ്ഞു കൊടുത്തത് മാത്രം മണ്ടയിൽ വെച്ചുകൊണ്ടാണ് ഇവിടെ വരുന്നത്. ഈ റൂമിൽ അനേകം പേര് വരുന്നുണ്ട്. അവർ പറഞ്ഞത് മാത്രം, അവരുടെ മഹലുകളിൽ പറഞ്ഞിരിക്കുന്നത് മാത്രം കേട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ മനോഭാവത്തിന് നമ്മൾ എടുക്കാൻ പാടില്ല. ഞാൻ അതുകൊണ്ടാണ് അറിയാൻ വേണ്ടിയിട്ടാണ് നാസറിനെ വിളിച്ചത്. നാസർ അപ്പം എന്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞു, എനിക്ക് അങ്ങനെയുള്ള ഒരു വിഷയമേ ഇല്ല. ആരെ പിതാവോ അതെ മാതാവോ എന്റെ സഹോദരങ്ങളോ എന്റെ ഭാര്യ എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞെന്ന് പറഞ്ഞ് എനിക്ക് പരാതിയൊന്നുമില്ല. ഞാൻ യേശുവിനെ കുറിച്ച് പറയുന്നത്. അപ്പം യേശു ക്രിസ്തു പറഞ്ഞു, ജനരക്തങ്ങളോടല്ല നിങ്ങൾ എതിർക്കുന്നത്, പിന്നെയോ ഈ ലോകത്തിന്റെ അധിപതിയും പൈശാചിക ശക്തിയോടാ. അവനോട് എതിർത്ത് നിന്നാൽ അവൻ ഓടിപ്പോകും. ഞാൻ യഥാർത്ഥമായി അവരോട് എതിർത്ത് നിന്നാൽ ഈ പിശാച് ഓടിപ്പോകും.
അപ്പൊ ഇത് മുഹമ്മദിന്റെ ആത്മാവാണ് ഇവരിൽ കയറിയിരിക്കുന്നത്. മുഹമ്മദിൽ ഒരു ആത്മാവ് കയറിയായിരുന്നു, ആ ആത്മാവാണ് എന്ത് ചെയ്തത് ഇവരിലൊക്കെ കയറുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് മുഹമ്മദിന്റെ സ്വഭാവം വരുന്നത്. മുഹമ്മദ് പറഞ്ഞില്ലേ, നീ പോയി കടിക്കടാ, നിന്റെ ഉപ്പയുടെ കടിക്കാനൊക്കെ പറഞ്ഞില്ലയോ? അതുകൊണ്ടാണ് ഇവരത് വന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ക്ഷമിച്ചു കൊടുക്കാം. നമ്മളോട് അത് പറഞ്ഞില്ലല്ലോ. കർത്താവ് പറഞ്ഞോ, പ്രതികാരം യഹോവയ്ക്കുള്ളത്, ഞാൻ പ്രതികാരം ചെയ്യുമെന്ന്. സൗലിനോട് പറഞ്ഞ ഇത്രയാണ്, സൗലെ സൗലെ എന്ന് വിളിച്ചപ്പോ നീ ആരാകുന്നു? അപ്പം ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച് അത് യെരൂശലേമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്ന ആളാ. അപ്പോഴാണ് വിളിച്ചത് സൗലെ സൗലെ എന്ന്. അപ്പൊ നീ ആരാകുന്നു കർത്താവെന്ന് ചോദിച്ചു. ആ പ്രകാശം കൊണ്ടാ ചോദിക്കാൻ വേണ്ടി വന്നത്. വലിയൊരു പ്രകാശം പിന്നെയായിരുന്നു. അപ്പൊ പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശു ആണെന്ന് പറഞ്ഞു. വിശ്വാസികളെയാണ് ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്, യേശുവിനെ അല്ല. അപ്പോഴാ പറഞ്ഞ ആ വിശ്വാസി എന്ന് പറഞ്ഞാൽ അവരെ ഉപദ്രവിക്കുന്നത് എന്നെ ഉപദ്രവിക്കുന്നത് പോലാണെന്ന്. അപ്പൊ പിന്നെ ഞാൻ പ്രതികാരം ചെയ്യാം, ഞാനൊന്നും പോകത്തില്ല എന്റെ തോമസ് ബദറെ. അതുകൊണ്ട് ഒന്ന് സമാധാനപ്പെടൂ. നമ്മൾ അവര് എടുക്കുന്ന അതേ നാണയത്തിൽ നമ്മൾ എടുക്കാൻ പാടില്ല. ക്ഷമ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു 100 താലന്ത് നിനക്കത് 10,000 താലന്ത് ക്ഷമിച്ചു തന്ന്, എന്നാ ഒരു 100 താലന്ത് കൂട്ടുകാരൻ്റെ ക്ഷമിച്ചുകൂടെയോ? അതുകൊണ്ടാണ് നാസർ എന്റെ സ്നേഹിതനാണ്, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കാൻ ബാധ്യസ്ഥനാണ്. ഞാൻ അതുകൊണ്ട് ക്ഷമിക്കുക തന്നെ ചെയ്യും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നസ്രീം ബദറെ, പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ് അച്ഛൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഗുഡ് ഈവനിങ്. പ്രൈസ് ലോർഡ്. SR ബ്രദർ ഒക്കെ വന്നിട്ടുണ്ടല്ലോ. പ്രൈസ് ലോർഡ്. SR കൂട്ടുകാരാ നമസ്കാരം. SR കൂട്ടുകാരാ നമസ്കാരം. എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് വന്നേ ക്ഷമിക്കുക. പിന്നെ ഒരു ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു. ചോദിക്കൂ. അതായത് പിന്നെ നബി പിന്നെ വിഷം കഴിച്ചു എന്ന് പറഞ്ഞു, എന്ത് വിഷം കഴിച്ചെന്നുള്ള റിപ്പോർട്ട് വല്ലതും ഉണ്ടോ? അതിനുശേഷം ഈ ശരീരത്തിൽ എന്തെങ്കിലും അതിന് ശേഷമുള്ള 3 വർഷത്തിന് ശേഷമാണല്ലോ മരിച്ചതെന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം ശരീരത്തിൽ എന്തെങ്കിലും റിയാക്ഷനുകളോ എന്തെങ്കിലും ഉണ്ടായിരുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ടോ? ബ്രദറെ, ആട്ടുമാംസത്തിനകത്ത്, ആട്ടിറച്ചിയിൽ കൈബറിൽ വെച്ച് യൂത സ്ത്രീ സൈനബ് മുത്തിന് വിഷം കൊടുത്തു എന്നാണ് പറയുന്നത്. അത് എന്ത് സൈസാന്നുള്ളവർ നമുക്കറിയാം. നമുക്ക് ഏതായാലും ഒരു കാര്യം, ശാസ്ത്രം ഇന്നത്തെ പോലെ അന്ന് പുരോഗമിച്ചിട്ടില്ലല്ലോ. ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ വന്നപ്പോഴല്ലേ പല പോയിസണും ഇവിടെ ഉണ്ടായത്. അപ്പൊ ഇന്ന് നമ്മള് കൃഷിക്ക് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനമൊന്നും അന്ന് കാണത്തില്ലെന്നുള്ളൊരു ഉറപ്പാണ്. പക്ഷെ മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിച്ച് മനുഷ്യനെ ജീവൻ എടുക്കുന്നതായ ഏതോ വസ്തുവാണെന്നുള്ള കാര്യം ഇവരുടെ പണ്ഡിതന്മാരുടെ രേഖയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. മനസ്സിലായി? അപ്പം ആ സാധനം എന്തോ ആ വിഷം ഈ ആട്ട് മാംസത്തിനകത്ത് കൊടുത്തു, ആട്ടിറച്ചിക്കകത്ത് കൊടുക്കുന്നു. മുഹമ്മദ് അത് കഴിക്കുക. അത് കഴിച്ചതിന് ശേഷം പുള്ളിക്ക് കുറെ കഴിഞ്ഞ് അതിന് രോഗം ആരംഭിക്കുകയാണ്. പിന്നീട് പുള്ളിയുടെ രോഗവും ഗുരുതരാവസ്ഥയും ഒക്കെയാണ് പിന്നീട് കാണുന്നത്. അപ്പം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് ഇന്ന വിഷമെന്ന് പറഞ്ഞില്ല, പക്ഷെ വിഷം കൊടുത്ത ആളിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് എന്താണ് സൈനബാദ് പറയുന്നത്, തിരുമേനി കൈബറിൽ താമസിക്കവേ സുലാമിബ്നു മസ്കമിന്റെ ഭാര്യയായ സൈനബ എന്ന ജൂത സ്ത്രീ തിരുമേനിയെ സൽക്കരിച്ചു. വിഷം നിറച്ച ആട്ടിറച്ചിയാണ് ആ സ്ത്രീ തിരുമേനിക്കും സൽക്കാരത്തിൽ പങ്കെടുത്ത സഹാബിമാർക്കും നൽകിയത്. മനസ്സിലായോ? അപ്പൊ അത്രയാണ് പറയുന്നത്. വിഷത്തിന്റെ ഐറ്റംസ് അല്ലെങ്കിൽ ഏത് സൈസാന്ന് പറയുന്നില്ല. പക്ഷെ അത് കഴിച്ചാണ് പുള്ളി മരിച്ചതെന്ന് കൃത്യമായിട്ട് ഹദീസ് പറയുന്നുണ്ട്. കുറെ ദിവസങ്ങൾ കടന്നു പള്ളിയിലേക്ക് പോകുമ്പോഴത്തേന് ഇങ്ങനെ രണ്ടുപേര് താങ്ങി അദ്ദേഹത്തെ പള്ളിയിലേക്ക് കൊണ്ടുപോകണം. ആയിഷ പറയുന്നുണ്ട്, ഞാൻ ഇതുപോലെ ഒരു രംഗം മുമ്പ് കണ്ടിട്ടേ ഇല്ല. കാലുകൾ രണ്ടും മണലിലൂടെ വലിച്ചോട്ടാണ് എടുത്തോണ്ട് പോകുന്നത്. അങ്ങനെ ഒരു ഹദീസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. അങ്ങനെ വലിച്ചടിച്ചാ കൊണ്ടുപോകണം. അങ്ങനെ വളരെ ഗുരുതരമായ സ്ഥിതിയിൽ അദ്ദേഹം എത്തി. പിന്നീട് ആയിഷയുടെ മടിയിൽ കിടന്നാണ് അദ്ദേഹം മരിക്കുന്നത്. അലൻ ബദർ പറഞ്ഞായിരുന്നു ഏതോ ഒരു ചെടിയുടെ മാരണമായിട്ടുള്ള വിഷമാണ് ആ മാംസത്തിനകത്ത് പുരട്ടിയിരുന്നെന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ ഖൈബറിൽ നിന്ന് ഖൈബർ യുദ്ധത്തിന് ശേഷമുള്ള ആ ഭാഗത്തില് പുള്ളിക്ക് ഈ വിഷം ഒറ്റയടിക്ക് ശരീരത്തേറ്റില്ല. എന്നാല് തബരിയുടെ 9ാമത്തെ വോള്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇന്നലെ ആ ഭാഗം വായിച്ചതേ ഉള്ളൂ. 9ാമത്തെ വോള്യത്തിന്റെ ആ ഭാഗത്ത് പറയുന്നത് പുള്ളി അവിടുന്ന് തിരിച്ചു വരുന്ന ആ സമയത്ത് പുള്ളിയുടെ ശരീരത്തിന്റെ
വയറ്റിലും അതുപോലെ തന്നെ ശരീരഭാഗങ്ങളിലൊക്കെ ആ വിഷത്തിന്റെ അംശങ്ങളുടെ ആ എഫക്റ്റ് ആ ഓർഗൻസിലൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. ഓർഗൻസിൽ ഉണ്ടായതിനു ശേഷം അദ്ദേഹം ഏതാണ്ട് 2, 2.5, 3 വർഷം അദ്ദേഹം ഈ വേദനയെല്ലാം അനുഭവിച്ചു. നല്ല വേദനയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ ബ്രദറെ, അത് ശരിയാകാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ആധുനിക രീതിയിലുള്ളതായ വിഷം അന്നില്ലായിരുന്നു, അതൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ അന്നത്തെ രീതിയില് എന്താണ് ഉള്ള വിഷം. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ചില വിഷക്കായകളുണ്ട്. നമ്മുടെ SLC-യുടെ എക്സാം കഴിഞ്ഞ റിസൾട്ട് വരുന്ന സമയത്ത് ചില കുട്ടികൾ തിന്നുന്ന ഒരു കായ ഉണ്ടല്ലോ, മുതലക്ക, മുതലത്തിന്റെ കാ, അറിയാമല്ലോ ആ സാധനം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഇപ്പൊ അത് അപൂർവമാണ്. അതിന്റെ ഇല ആടുകൾ തിന്നും, ആടിന്റെ ഭക്ഷണമാണത്. പക്ഷെ ഈ ഒതളത്തിന്റെ കായ എന്ന് പറയുന്നത് മാങ്ങ പോലെ ഇരിക്കും. അതിനകത്തിരിക്കുന്നതായ ചെറിയ തരിയുണ്ട്. അത് ധരിച്ചാൽ അത് വലിയ കഠിനമായ വിഷമാണ്. അത് കഴിച്ചാൽ ആള് ഭരിക്കും. അങ്ങനെയാണ് ആ സംഭവം. എന്ന് പറഞ്ഞതുപോലെ ഈ ബ്രദർ പറഞ്ഞതുപോലെ ഏതെങ്കിലും സസ്യത്തിന്റെ ഏതെങ്കിലും വിഷക്കായ ആയിരിക്കും, അത് മാരകമായ സാധനമായിരിക്കും. അത് അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ അത് അല്പാൽപമായിട്ട് അതിന്റെ ശരീരത്തിൽ കിടന്നു. അങ്ങനെ ഈ ചരിത്രകാരന്മാർ പറയുന്നത് മനസ്സിലായി. നമ്മൾ പറയുന്നില്ല, ഇവര് പറയുന്നത്. ഈ നമുക്കിപ്പോ ആദ്യകാലം ഇവര് പറയുന്ന ഊഹമൊന്നും ഇവിടെ ഊഹത്തിന് പ്രസക്തിയില്ല. ഇവര് പറയുന്നതാണ്, മുഹമ്മദിന് അനസിൽ നിന്നും ഒരു ജൂത സ്ത്രീ വിഷം ചേർത്ത് ആടുമായി നബിയുടെ അടുത്തെത്തി, നബി അത് ആഹരിച്ചു എന്ന് പറയുന്നത്. ഇവിടെ മുഹമ്മദ് ചെയ്തത് വലിയ ഗുരുതരമായ ഒരു തെറ്റാണ്. കാരണം ഇത് ഹലാൽ ഭക്ഷണമാണോ വാസ്തവത്തില്? ആണോ ഇത്? അല്ല, ഇത് ഹലാൽ ഭക്ഷണമല്ല. അദ്ദേഹം ആ ഭക്ഷണത്തെ അവോയ്ഡ് ചെയ്യേണ്ട, മനഃപൂർവ്വം ഒഴിവാക്കേണ്ടതാ. അത് കഴിക്കരുത്, ഒരിക്കലും അത് കഴിക്കാൻ പാടില്ല. പോട്ടെ, കഴിച്ചു. അതേക്കുറിച്ച് അവിടെ ചോദിച്ചപ്പോൾ പിന്നീട് അവളെ നബിയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്, ഹാജരാക്കി. അതേക്കുറിച്ച് അവിടുന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അങ്ങേ വധിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. നബി പറഞ്ഞു, അതിനുള്ള കഴിവ് നിനക്ക് അള്ളാഹു നൽകിയിട്ടില്ല. ഇതൊക്കെ പൊളിഞ്ഞു പോയി. അവള് തന്നെ തീർത്തെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. മുഹമ്മദ് പറയുന്ന ഈ വാക്ക് കേട്ടോ, അതിനുള്ള കഴിവ് നിനക്ക് അള്ളാഹു തന്നിട്ടില്ലെന്ന്. വളരെ അർത്ഥശൂന്യമായ പ്രതിവാക്യമായി പറയുന്നത്. അനസ് പറയുകയാണ്, അല്ലെങ്കിൽ എന്റെ മേൽ എന്നാണ് നബി പറഞ്ഞത്. നിവേദനം തുടരുന്നു. അവർ സഹാബിമാർ ചോദിച്ചു, ഞങ്ങൾ അവളെ വധിക്കട്ടെയോ? അവിടുന്ന് പറഞ്ഞ് വേണ്ട. അനസ് പറയുകയാണ്, നബിയുടെ ചെറുനാക്കിൽ അത് ആ വിഷമേൽപ്പിച്ച പാട് ഞാൻ കണ്ടുകൊണ്ടിരുന്നു. അപ്പം ഒരുപക്ഷെ ഈ പറഞ്ഞ വിഷത്തിന് അതിനുള്ളതായ ശക്തി ഉണ്ടായിരിക്കും. അത് ആ വിഷത്തിന്റെ പാടുകൾ ചെറുനാവിൽ അനുഭവപ്പെട്ടു. അത് അനസ് കണ്ടെന്നാ പറയുന്നത്. മനസ്സിലായോ? പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ, ഇദ്ദേഹത്തെ കൊണ്ട് പള്ളിയിലേക്ക് പോകുന്നു. ഇദ്ദേഹത്തിന് നടക്കാൻ വരാം, ഇദ്ദേഹത്തിന് കുഴഞ്ഞു വീഴുക. പിന്നെ രോഗം ഗുരുതരമാകുമ്പോഴത്തേന് ഇദ്ദേഹത്തിന്റെ ശരീരത്തിന് മാത്രമല്ല, ഇദ്ദേഹം മാനസികമായി മനോനില തെറ്റുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയാണ് ഈ അന്ത്യസമയത്ത് വരുന്നത്. ആ സമയത്താണ് അദ്ദേഹം യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയൊക്കെ ശപിക്കട്ടെ എന്നുള്ളതായ പറയരുതാത്ത വാക്കുകളൊക്കെ പറയുന്ന ആ സമയത്താണ്. അപ്പം വിഷം കഴിച്ചു മരിച്ചു എന്നത് ശരിയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഹദീസുകളും ഇസ്ലാമിക ചരിത്രവും വളരെ കൃത്യമായ രീതിയിൽ അത് പറയുന്നുണ്ട്. ഇനി ഇതിനെപ്പറ്റി SR ബ്രദറെ ഇതിനെപ്പറ്റി ഇതിനെപ്പറ്റി നല്ല ഒരു ആനിമേഷൻ വീഡിയോ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ മേളിൽ പിൻ ചെയ്തിട്ടുണ്ട്. മുഹമ്മദിന്റെ മരണം, ആ ഒരു ദാരുണ അന്ത്യത്തെ പറ്റി വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു ആനിമേഷൻ വീഡിയോ ഞാൻ മേളിൽ പിൻ ചെയ്തിട്ടുണ്ട്. ദ ഡെത്ത് ഓഫ് പ്രോഫറ്റ് എന്ന് പറയുന്ന. അതിനകത്ത് ഈ പുസ്തകങ്ങളുടെ തെളിവെല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴാണ് സംഭവിച്ചത്, എങ്ങനെയാണ് സൈനബ് ഈ വിഷം കൊടുക്കുന്നത്, വിഷം കൊടുത്തു കഴിയുമ്പോൾ കൂട്ടത്തിലുള്ള സഹാബി അപ്പോഴേ മരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മുഹമ്മദ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നെ അദ്ദേഹം മദീനയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഈ വിഷത്തിന്റെ ആ അംശം ശരീരത്തിലേക്ക് പടരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെ ചികിത്സാ രീതികൾ ചെയ്യുന്നു അതൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് തന്നെ ഈ വിഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. മുഹമ്മദിന്റെ ഭാര്യ, എനിക്ക് തോന്നുന്നു ആയിഷ മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ ജിബ്രായിൽ മലക്ക് വന്നിട്ട് മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മുഹമ്മദിന് ഏഴ് ഡിഫറെന്റ് കിണറുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് മുഹമ്മദിന്റെ മേൽ ഇടുന്നുണ്ട്. അത് സീറത്തുൽ നബവിയ്യക്കകത്ത് ഏതാണ്ട് ഉണ്ടെന്നാണ്. ഞാൻ അത് കറക്റ്റ് ആയിട്ട് നോക്കിയില്ല, പക്ഷെ റെഫറൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്ത് ഈ ഈ ഈ മൃഗത്തിന്റെ, എനിക്ക് തോന്നുന്നു പശുവിന്റെ ആണോ അതോ കാളയുടെ ഈ കൊമ്പുകള് പുറത്ത് വെച്ചിട്ട് ആ വിഷം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ കൊമ്പുകൾ വെക്കുന്നുണ്ട്. ആ കൊമ്പുകൾ വെച്ചിട്ടും ആ വിഷം പോകുന്നില്ല.
അതെല്ലാം പിക്ചറൈസ്ഡ് ആയിട്ട് നല്ല ഭംഗിയായി ആനിമേഷൻ ആയിട്ട് മേളിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഈ ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യണം. നബി അസ്ലിയുടെ ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കാര്യം കൃത്യമായി കിട്ടും. ഈ യൂട്യൂബ് ചാനൽ, നബി അസ്ലിയുടെ യൂട്യൂബ് ചാനൽ. ഇപ്പൊ അദ്ദേഹം റീസെന്റ് ആയിട്ട് ഇറക്കിയ വീഡിയോ ഉണ്ട്. സർവ്വതര അടുത്ത ചോദ്യം എസാപ്പർക്ക് അടുത്ത ചോദ്യം കേൾക്കട്ടെ, പറയൂ. അതായത് ആ ജൂത സ്ത്രീ എന്താ ചെയ്തു, പിന്നെ എന്താ ചെയ്തതെന്ന് അറിയോ? അതായത് ആയിഷയിൽ പങ്കുണ്ടെന്ന് അവളെ പറയുന്നുണ്ട്. കൊന്നു. അപ്പോഴേ അവളെ ആയിഷയിൽ കൊന്നല്ലോ. പങ്കുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആയിഷയിൽ പങ്കുണ്ടെന്ന് പറയുന്നുണ്ടോ? ബ്രദറെ, അല്ല ആയിഷയ്ക്ക് അല്ല ബ്രദറെ, പങ്കുണ്ടെന്ന് പറയുന്നത് ഷിയാക്കളാണ് പറയുന്നത്. ഷിയാക്കളാണ് പറയുന്നത് ആയിഷയും ഹബ്സയും കൂടെ ചേർന്നാണ് വധിച്ചതെന്ന് അവരുടെ ചരിത്രത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ സുന്നികൾ എന്ന് പറയുന്ന സമൂഹമുണ്ട്, അവർക്ക് അത് സ്വീകാര്യമല്ല. മനസ്സിലായോ? അവരുടെ പരാമർശമാണ് ഇങ്ങനെ സംഭവിച്ചത്. പക്ഷെ വിഷം കൊടുത്തു കൊന്നു എന്ന് പറയുന്നത് സുന്നികളുടെ ഗ്രന്ഥങ്ങളാണ് പറയുന്നത്. നമ്മുടെ നമ്മുടെ നസ്രേൻ പറഞ്ഞല്ലോ, അത് 7 കിണറിലെ വെള്ളം, അതിവിടെ താരിഖുൽ ഇസ്ലാമിൽ അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുന്നികളുടെ ആധികാരിക ഗ്രന്ഥമാണ് താരിഖുൽ ഇസ്ലാം. അതിനകത്ത് പറയുന്നുള്ളൂ 7 തിരുത്തി വെള്ളം കൊണ്ടു. അപ്പൊ ആ വെള്ളം കൊണ്ടുവന്നിട്ട് തലവഴി ഒഴിക്കാൻ പറഞ്ഞു. അപ്പൊ ആ സമയത്തൊക്കെ മുഹമ്മദിന്റെ കൺട്രോൾ പോയി. അദ്ദേഹത്തിന്റെ ശാരീരികമായ ഗുരുതരാവസ്ഥ സ്ഥിതിയിലല്ല, മാനസികമായും പുള്ളിയുടെ തെറ്റിപ്പോയി. നമുക്കറിയാം, ഒരു മനുഷ്യൻ വിഷമൊക്കെ കഴിച്ച് മരിക്കുന്നതൊക്കെ നമുക്കറിയാമല്ലോ. ഈ മരണാസന്നതനായി കിടക്കുന്ന മനുഷ്യൻ ശാരീരികമായിട്ടേ അങ്ങനെ സംഭവിക്കത്തുള്ളൂ, പക്ഷെ മനസ്സും കൂടെ തകർന്നു പോകുമെന്ന് പറയുന്നത് അത് അപൂർവം. പക്ഷെ ഇദ്ദേഹത്തിന്റെ അങ്ങനെയായി, അതാ പണ്ഡിതന്മാർ പറയുന്നത്. പക്ഷെ പുള്ളിയുടെ ഭാര്യ പുള്ളിക്ക് ഈ മരുന്ന് കൊണ്ട് കൊടുക്കുമ്പോൾ പുള്ളി ഈ മരുന്ന് സ്വന്തമായിട്ട് കഴിക്കാതെ പുള്ളി അവിടെ ഉള്ളവർക്കെല്ലാം കഴിപ്പിച്ച് പുള്ളി എന്തോ ഒരു വല്ലാത്ത ഒരു അവശതയിലാകുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലേ? ഉണ്ട്. അത് അങ്ങനെയുണ്ട്. എന്റെ കയ്യിലിരിക്കുന്ന ഹദീസിനകത്ത് പറയുന്നത് മരുന്ന് കഴിക്കാനായിട്ട് നിർബന്ധിച്ചപ്പോൾ പ്രവാചകൻ അതിനെ തിരസ്കരിച്ചു. അപ്പോൾ അവര് പറഞ്ഞ് രോഗികൾ അങ്ങനെയാണ്, അവരെപ്പോഴും മരുന്നിനോട് വിമുഖത കാണിക്കും, ഇത് കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോഴത്തേനും പുള്ളി പറയുന്നുണ്ട്, അങ്ങനെ എന്നെ നിർബന്ധിച്ച് മരുന്ന് കഴിച്ചാൽ അബ്ബാസിനെ ഒഴിവാക്കി നിങ്ങൾ എല്ലാവരും ഞാൻ തട്ടുമെന്ന് പുള്ളി പറയുന്ന ഒരു ഹദീസുണ്ട്. മനസ്സിലാകുന്നു. പക്ഷെ അവരെ നിർബന്ധിച്ച് കഴിപ്പിച്ചതായിട്ട് ആ ഹദീസിൽ പറയുന്നില്ല. അല്ല, അവിടെ മുഹമ്മദ് നബിക്ക് ഒരു സംശയമല്ലായിരുന്നോ? ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ചത്തുപോവുക, ഇത് വല്ല വിഷമാണോ തരുന്നേ, പുള്ളിക്ക് ഇത് ഭയമുണ്ട്, മരുന്ന് പുള്ളിക്ക് തന്നെയാണോ? ഭയം ഉണ്ടായിരുന്നു. ഇവന്മാരെങ്ങാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങൾ വിഷം എല്ലാവരും തരുമെന്ന് കഴിച്ച്, പുള്ളിക്ക് ഭയമുണ്ട്. ബ്ലാക്ക് പറയുന്നത് അതുകൊണ്ട് കേട്ടോ, നിങ്ങൾ ബ്ലാക്ക് എല്ലാവരും പറയുന്നത് കഴിച്ച്, ബ്ലാക്ക് പറയുന്നത് കേട്ടോ, നിങ്ങളെല്ലാവരും ബ്ലാക്ക് കഴിച്ച് പറയുന്നത് തകർത്ത ആനിമേഷൻ. അല്ല, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ബ്ലാക്ക് പറയുന്നത് ആനിമേഷൻ വീഡിയോ പ്രൂഫ് അല്ലെന്ന്. സഹോദര, ആനിമേഷൻ വീഡിയോ പ്രൂഫ് ആണെന്നല്ല ഞങ്ങൾ പറഞ്ഞത്. ആനിമേഷൻ വീഡിയോയ്ക്ക് അകത്ത് ഓരോ പുസ്തകങ്ങളുടെയും പേജ് അടക്കം തെളിവ് പറയുന്നുണ്ട്. പേജ് അടക്കം ഏതൊക്കെ പേജുകളിൽ ഏതൊക്കെ പുസ്തകങ്ങളിൽ മുഹമ്മദിന്റെ മേൽ ഈ വിഷം കൊടുത്തതിന്റെയും വിഷം കൊടുത്തതിനു ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്ന് വളരെ കൃത്യമായി അതിന്റെ അടിയിൽ തന്നെ പുസ്തകത്തിന്റെ പേര് പറയുന്നുണ്ട്. ബ്ലാക്ക് ആനിമേഷൻ വീഡിയോ അല്ല പ്രൂഫ്. ഒരു മിനിറ്റ്. എന്താ പറയാനേ ഇവന്റെ. പ്രൈസ് ലോർഡ് ബ്രദേഴ്സ്. ബ്ലാക്ക് ഇപ്പൊ ഒരു കാര്യം പറയും, പാസ്റ്റർ. ബ്ലാക്ക് ഇപ്പൊ ഒരു കാര്യം പറയും. മുഹമ്മദ് എങ്ങനെയാണ് സത്യത്തിൽ മരിച്ചത് എന്ന് ബ്ലാക്കിനറിയാം. ബ്ലാക്കിന്റെ കയ്യിൽ അതിന്റെ പ്രൂഫ് ഒക്കെ ഉണ്ട്, തെളിവൊക്കെ ഉണ്ട്. ബ്ലാക്ക് ഇപ്പോ തെളിവ് വെച്ചിട്ട് പറയും എങ്ങനെയാണ് അവരുടെ പ്രവാചകൻ മരിച്ചതെന്ന്. പറഞ്ഞോളൂ. ഒരു 2 സെക്കൻഡ്. ബ്ലാക്കിന് താമസം ഉണ്ടെങ്കിൽ SR ബ്രദർ സംശയം ചോദിക്കൂ. അദ്ദേഹം ഇത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ ഇതിനകത്ത് വന്നിരുന്ന സംശയങ്ങൾ നിവാരണത്തിന് വേണ്ടി വന്നു. അദ്ദേഹം സംസാരിക്കട്ടെ, സംശയങ്ങൾ പറയും. അതായത് ഒരാൾ ക്രിസ്ത്യാനായി ജീവിക്കാൻ പ്രാഥമിക ഘട്ടം എന്താണ്? മാമോദിസ മുങ്ങുകയാണോ? എന്താണ് അതിന്റെ ഇത്? എന്താണ് അതിന്റെ ഓക്കെ പ്രാഥമിക ഘട്ടം? ഓക്കെ 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 നല്ല ചോദ്യം, വളരെ പ്രസക്തമായ ചോദ്യം. ഞങ്ങള് എപ്പോഴും പ്രതീക്ഷിക്കുന്ന ചോദ്യമാണിത്. നല്ല കാര്യം. ഒരാള് ക്രിസ്തുവിനെ അനുഗമിച്ച് ക്രിസ്തുവിന്റെ ശിഷ്യനായി തീരുന്നതിനുള്ള ആദ്യപടി മാമോദീസയല്ല, മറിച്ച് ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പാപത്തെക്കുറിച്ചുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ പാപിയാണെന്നുള്ളതായ ഒരു സമ്മതം സ്വമനസാക്ഷിയിൽ നിന്നുണ്ടാകുക. തന്റെ പാപം മനസ്സാ വാച കർമ്മണ, അതായത് മനസ്സുകൊണ്ട്
പ്രവൃത്തി കൊണ്ട്, വാക്കുകൾ കൊണ്ട്, പെരുമാറ്റം കൊണ്ട് എന്നിവയാൽ വന്നതായ തെറ്റുകൾ സ്വയം മനസ്സിലാക്കി ആ തെറ്റുകളിൽ നിന്ന് വിമുക്തനാകുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഒരു രക്ഷകനെ ആവശ്യമായിട്ട് വരും. ഒരു രക്ഷകന് മാത്രമേ ഇങ്ങനെ മനസാക്ഷിയിൽ വന്നതായ തെറ്റുകൾ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കുറിച്ച് വന്നതായ അവന് തന്നെ അവന്റെ ജീവിതത്തിൽ അവനുള്ളതായ കുറ്റബോധം ഇത് പരിഹരിക്കണമെങ്കിൽ ഒരാൾ തീർച്ചയായിട്ടും ഉണ്ടായി കഴിയത്തുള്ളൂ. താങ്കൾക്കറിയാലോ, നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു ചെറിയ വിഷയങ്ങൾ ഉണ്ടായാൽ അത് ഷെയർ ചെയ്യുമ്പോൾ, പങ്കുവെക്കുമ്പോൾ കുറെ ആശ്വാസം ഉണ്ടാകും, അല്ലേ? തീർച്ചയായിട്ടും പങ്കുവെക്കുമ്പോഴത്തേന് കുറെ പങ്കുവെക്കാൻ പറ്റിയ ആളിനെ അന്വേഷിക്കുന്ന വ്യക്തികളൊക്കെയാണ് നമ്മൾ തന്നെ. രഹസ്യമായിട്ട് ഇത് സൂക്ഷിക്കുന്ന ഒരാളോട് പങ്കുവെക്കുമ്പോഴത്തേന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഉപദേശമൊക്കെ ഒരു ആശ്വാസത്തിന് കാരണമായി. അതിനുമപ്പുറമാണ് ദൈവത്തോട് ഇത് പറയുമ്പോൾ. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടില് ഈ രക്ഷകനെ നമ്മൾ അന്വേഷിക്കുന്നത്. അതിന് പറ്റിയ രക്ഷകനാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിനെ താങ്കൾ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴാണ് താങ്കൾ രക്ഷിക്കപ്പെടുന്നത്. ബൈബിൾ പറഞ്ഞ ഇങ്ങനെയാണ്. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇതാണ് ഒന്നാമത്തെ പടി ബ്രദർ ചെയ്യേണ്ടത്. മാത്രമല്ല അപ്പോസ്തലപ്രവൃത്തി 4:10 പറയുന്നത്, മറ്റൊരുവനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ക്രിസ്തു എന്ന നാമത്തിലൂടെ മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ. അപ്പൊ ഒരുവന് ക്രിസ്ത്യാനിയായി തീരണമെങ്കിൽ, അതായത് ഒരു ക്രിസ്തുവിന്റെ ശിഷ്യനായി തീരണമെങ്കിൽ ആദ്യത്തെ പടി ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ബൈബിൾ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കടന്നുപോയി. മനസ്സിലായോ? താങ്കൾ യേശുവിനെ രക്ഷകൻ കർത്താവുമായി സ്വീകരിക്കുമ്പോൾ, അതായത് താങ്കളുടെ വായ് കൊണ്ട് യേശുവിനെ ദൈവമെന്ന് അംഗീകരിക്കുമ്പോൾ, രക്ഷകൻ അംഗീകരിക്കുകയും അത് ക്രിസ്തു പുനരുത്ഥാനം ചെയ്ത് പാപപരിഹാരം വരുത്തി പുനരുത്ഥാനം ചെയ്തെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യും. അതിനെ കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ തന്നെ താങ്കൾ പാപത്തിൽ നിന്നും കഴിഞ്ഞകാല ചെയ്തികളും താങ്കൾ വിമുക്തരായ ഒരു പുതിയ സൃഷ്ടിയാകും. എന്ന് വെച്ചാൽ ആന്തരികമായി താങ്കൾക്ക് ഒരു പുതുക്കം പരിശുദ്ധാത്മാവ് താങ്കൾക്ക് നൽകും. അത് താങ്കളുടെ ജീവിതത്തിൽ അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഞങ്ങൾക്ക് അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുന്നു. കാരണം ഞങ്ങളൊക്കെ അതിന്റെ അനുഭവ ദാതാക്കളാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു ഭാഗത്ത് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. എന്ന് വെച്ചാൽ പഴയ പ്രകൃതി, പഴയ സ്വഭാവം, പഴയ രീതി, പഴയ സംസാരം അതെല്ലാം കഴിഞ്ഞ് പുതിയ ഒരു വ്യക്തിത്വത്തിന് താങ്കൾ ഉടമയായി തീരുക. അതിന് കാരണം പരിശുദ്ധാത്മാവ് താങ്കളുടെ മേൽ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ പടി യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് പാപത്തിൽ നിന്ന് വിമുക്തനാകുക എന്നുള്ളതാണ്. സ്വീകരിക്കുമ്പോൾ തന്നെ പാപമോചനം താങ്കൾക്ക് തന്നിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ചെയ്തുപോയ പാപത്തെ കുറിച്ചുള്ള ഒരു ധാരണ മനസ്സിലുണ്ടാകുകയും ഇതിന് പരിഹാരം വരുത്തുവാൻ ക്രിസ്തു ആണ് യോഗ്യരെന്നും ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ എന്നുള്ള വിശ്വാസത്താൽ, യേശുവെ എന്നോട് ക്ഷമിക്കണമേ, യേശുവെ എന്റെ പാപപരിഹാരത്തിന് വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, അതരം കൊണ്ട് ഞാൻ ഏറ്റു പറയുന്നു, എന്നെ അങ്ങയുടെ മകനാക്കി സ്വീകരിക്കണമേ എന്ന് പറയുമ്പോൾ തന്നെ പാപമോചനം കർത്താവ് നമുക്ക് തരിക ചെയ്യുന്നു, താങ്കൾക്ക് തരിക. അപ്പൊ താങ്കൾ ദൈവത്തിന്റെ മകനായി, ക്രിസ്തുവിന്റെ പൈതലായി തീർന്നു. പിന്നെ താങ്കളുടെ ചിന്തകളും സംസാരവും പെരുമാറ്റവും ഒക്കെ ഇന്ന് വരെ, ഇപ്പോൾ സമയം എത്ര, ഈ ടൈം ഇപ്പൊ സമയം ഇന്ത്യൻ സമയം 8:20 8:21 8:21 താങ്കളെ സ്വീകരിച്ചാൽ താങ്കൾക്ക് ഈ 8:20 വരെയുള്ളതായ ജീവിതത്തിൽ നിന്ന് വ്യതിരക്തമായ മറ്റൊരു ജീവിതമായിരിക്കും, മറ്റൊരു തലത്തിലേക്കായിരിക്കും താങ്കളെ പരിശുദ്ധാത്മാവ് നടത്തുന്നത്. ഒന്നാമത്തെ പടി യേശുവിനെ കർത്താവ് വിശുദ്ധമായി സ്വീകരിക്കുകയാണ്. അതിനുശേഷമാണ് പിന്നെ സ്നാനം എന്ന് പറയുന്നതായ ചടങ്ങ്. അപ്പൊ ഈ മാമോദീസ എന്ന് പറയുന്നത് അതിന്റെ ആശയം എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരാളുടെ ഐഡന്റിറ്റി വരുന്നത് ഈ വിശ്വസിക്കലിലാണോ, അല്ലോ ക്രിസ്ത്യാനി എന്ന ഐഡന്റിറ്റി വരുന്നത് മാമോദീസ മുകളിലാണോ, അല്ലെ വിശ്വസിക്കലിലാണോ? ഈ മാമോദീസ മുങ്ങാന്ന് ഉദ്ദേശിക്കുന്നത് സ്നാനം സ്വീകരിക്കുക, മുഴുകൽപ്പെടുക. അതായത് ഒരുവൻ കർത്താവിന്റെ രക്ഷിതാവായി, യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ ഈ വ്യക്തി ക്രിസ്തുവിന്റെ ശിഷ്യനായി തീർന്നു എന്ന് പരസ്യമായി സാക്ഷിക്കുന്ന ഒരു സാക്ഷ്യമാണ് ഈ സ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്നാനത്തിലൂടെ പാപത്തെ കഴുകിക്കളയൊന്നുമല്ല, അങ്ങനെ ഒരു രീതിയല്ല. സ്നാനപ്പെടുക എന്ന് പറയുമ്പോൾ ക്രിസ്തു യോർദാനിൽ സ്നാനപ്പെട്ടു, തന്റെ ശുശ്രൂഷയുടെ പ്രാരംഭകാലത്ത് ക്രിസ്തു സ്നാനപ്പെട്ട് മനുഷ്യവർഗത്തിന് മാതൃകയായി തീർന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പൊ ക്രിസ്തു ആ മാതൃക കാണിച്ചതായ ആ വഴി ക്രിസ്തു എന്ന് പറഞ്ഞു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും. അപ്പം താങ്കൾ വിശ്വസിച്ചുവെങ്കിൽ അടുത്ത നിമിഷത്തിൽ ചെയ്യേണ്ടത് സ്നാനം സ്വീകരിക്കണം. ഇത് സ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാപം കഴുകിക്കളയുക എന്നുള്ളതല്ല. ആ വെള്ളത്തിലൂടെ ഒരു പാപം കഴുകിക്കളയാൻ, വെള്ളത്തിന് കഴുകുക, മറിച്ച് താൻ ക്രിസ്തുവിന്റെ ശിഷ്യനാകുന്നു എന്നുള്ള പരസ്യമായ ഒരു സാക്ഷ്യ പ്രകടനമാണ് ആ സ്നാനത്തിലൂടെ നടത്തുന്നത്. മനസ്സിലായോ? അപ്പൊ താങ്കൾ പൂർണ്ണമായിട്ട് ഒരു ക്രിസ്ത്യ വിശ്വാസിയായിത്തീരും. അതാണ് സ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അല്ല, ഈ ബ്ലാക്ക് എന്തോരം കഴിയാലും അവസാനം ഈ കോൺഗ്രസിന്റെ പതാക അവിടെ നിൽക്കുന്ന എന്തുവാ? എന്റെ തോമസ് അച്ഛ, ബ്ലാക്ക് ഇവിടെ വേറെ അല്ല സംസാരം അത് നടന്നുകൊണ്ടിരിക്കുക. തോമസ് അച്ഛ പ്ലീസ്, നിങ്ങൾ അയംബാക്കല്ലേ എന്റെ തോമസ് അച്ഛ. ഒരു ഒരു കാര്യം നല്ല കാര്യം ഇമ്പോർട്ടന്റ് ഒരു വിഷയം നല്ല കാര്യം സംസാരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അടുത്ത ഇടയ്ക്ക് വേറെ കാര്യങ്ങളൊക്കെ പറയല്ലേ. നിങ്ങൾക്ക് പ്ലീസ് സുബോധത്തോടെ കാര്യങ്ങളെ ചെയ്യൂ. പറയൂ അവൻ യശാദ് എന്തൊക്കെയോ പറയൂ. അവിടെ പറയട്ടെ. SR ബ്രദറിന് സ്നാനം എന്തുവാണെന്ന് മനസ്സിലായോ SR ബ്രദറെ? സ്നാനം ചെയ്യാന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ ആശയം ഇപ്പോൾ അച്ഛൻ ചാക്ക പാസ്റ്റർ പറഞ്ഞത് എനിക്ക് മനസ്സിലായി വരുന്നേ ഉള്ളൂ. കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല, മനസ്സിലായി വരുന്നുള്ളൂ. കാരണം ഓക്കെ, ആദ്യത്തെ സ്നാനം കൊണ്ട് അറിവാണ്. എന്താണ് ബൈബിളിൽ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സ്നാനം കൊണ്ട് ഒരു മനുഷ്യന് എന്താണ് ലോകത്തിന് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ള കാര്യം ചാക്കോ പാസ്റ്റർ അതൊന്ന് പറഞ്ഞു തരേ. ഞാൻ പറയാം അതാണ് എന്താണ് ഞാൻ പറഞ്ഞത്, ഈ അതാണ് സ്നാനം, ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ സ്നാനം കൊണ്ട് എന്താണ് അവൻ മനുഷ്യരെ അറിയിക്കുന്നത് എന്താണ്? അതാണ് ഞാൻ ചോദിച്ചത്. ഐഡന്റിറ്റി വരുന്നത്, ക്രിസ്ത്യാനിയുടെ ഐഡന്റിറ്റി വരുന്നത് മാമോദിസ മുങ്ങുമ്പോഴാണോ എന്നാണ് ഞാൻ ചോദിക്കാൻ കാരണം. അതാണ്. അല്ല, ഈ ഞാൻ ഐഡന്റിറ്റി പറയാം വരുന്നത്, അല്ല ചാക്കോ പാസ്റ്റർ, ഈ ഐഡന്റിറ്റി വരുന്നത് എന്നതുകൊണ്ട് ബ്രദർ എന്തോ ഉദ്ദേശിക്കുന്നത്? ഐഡന്റിറ്റി വരിക എന്നുള്ള ഒരു കാര്യമല്ല ഇവിടെ പറയുന്നത്. ഒന്ന്, രക്ഷിക്കപ്പെടുക, ഒരുവൻ രക്ഷ നേടുക എന്നുള്ളത് ചാക്കോ പാസ്റ്റർ ഓൾറെഡി പറഞ്ഞു. റോമർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വചനം. ബ്രദറിന്റെ കൈ ബൈബിളിൽ ഇരിപ്പുണ്ടല്ലേ ബ്രദറെ? ഉണ്ട്. അതാ ഞാൻ ചോദിക്കാൻ ഉണ്ട്. കാരണം എന്താ അതിന്റെ വെച്ചാല്, അതിനകത്ത് ആ ഇപ്പൊ പുസ്തകം എടുത്തേ, ഇസ്ലാമിൽ ഇപ്പൊ റോമൻസ്. ഇസ്ലാമിൽ പറയണ്ടല്ലോ, ഇപ്പൊ സഹാദത്ത് കലിമ ചെല്ലുമ്പോഴാണ് മുസ്ലിം ആകാന്ന്. അതുപോലെ ആ തന്നെയാണോ ഇതും ചോദിച്ചത്? അതാണ് ചോദിച്ചത്. അതുപോലെ അല്ലല്ല ഷഹാദത്ത് അല്ല കലിമ എന്ന് പറയുന്ന ഒരു അല്ല പരിപാടി പോലെ അല്ല ഇവിടെ. അല്ല ഒരിക്കലും അങ്ങനെയല്ല. ഷഹാദത്ത് കലിമയുടെ അർത്ഥം എന്തോ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ്, ഇത്രയേ ഉള്ളൂ. അള്ളാഹു ദൈവം, അള്ളാഹു സൃഷ്ടാവാണ്, അല്ലെങ്കിൽ അള്ളാഹു വലിയവനാണ്, മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകൻ. ഇത് അതുകൊണ്ട് അത് വേറൊരു ചടങ്ങ്, അത് വേറൊരു സംഭവം, മതം മാറ്റുന്ന പരിപാടി. ഇത് അതല്ല. പാപത്തിൽ നിന്നുള്ള വിമോചനമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സ്വഭാവങ്ങളെല്ലാം നവീകരിച്ച ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള തുടക്കമാണിത്. മറ്റതല്ല. അത് ഏത് പാപിക്കും ഏത് ക്രിമിനലിനും അത് ചൊല്ലിക്കൊണ്ട് വീണ്ടും ഇതിനകത്ത് വന്നതിന് ശേഷം വീണ്ടും അതിനപ്പുറത്തെ ക്രിമിനലിസം ചെയ്യാം. അത് നമ്മൾ കാണുന്നതല്ലേ. അതുകൊണ്ട് അതല്ല ഇത്. ഇതുപോലെ ഒരു അനുഭവം വേറെ ഒന്നുമില്ല. ഇത് ഒരു മനുഷ്യന്റെ പാപപ്രകൃതിയെ, ഒരു മനുഷ്യന്റെ പഴയ സ്വഭാവത്തെ പൂർണ്ണമായും അവന്റെ ശരീരത്തിൽ നിന്ന് ഉരിഞ്ഞു കളഞ്ഞിട്ട് അവന്റെ പ്രകൃതിപരമായിട്ട്, അതായത് സ്വഭാവപരമായിട്ട് ഒരു പുതിയ സൃഷ്ടിയാക്കുക എന്നുള്ള ഒരു ദൗത്യം ദൈവം ഏറ്റെടുത്തിരിക്കണം. അതിന്റെ ഒരു ലക്ഷണമാണ് ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്ന് പറയുന്നത്. മനസ്സിലായി? ഒന്ന്. രണ്ടാമത് താങ്കൾ ചോദിച്ച സ്ഥാനത്തെ കുറിച്ച്, ഈ സ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു, പരസ്യമായി സാക്ഷിക്കുന്നതിനാണ്. ഇനി ഞാൻ ഒന്നും കൂടെ പറയാം. യേശുവിനോടൊപ്പം താങ്കൾ ചേർന്നു എന്നതിന്റെ തെളിവാണ് സ്നാനം. റോമാലേഖനം 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അല്ല യേശുവിനോട് ചേരുവാൻ, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. ഈ സ്നാനത്തിന്റെ ഒരു ആന്തരിക അർത്ഥം കൂടെ ഉണ്ട്. മനസ്സിലായോ? ഈ വാക്യത്തിൽ അതാണ് കൃത്യമായിട്ട് പറയുന്നത്. ഒന്ന്, യേശുവിനോട് ചേരുന്നതിന് വേണ്ടിയാണ് സ്നാനപ്പെടുന്നത്, മതം മാറുന്നതിനല്ല, പാപം കഴുകി കളയുന്നതിനുമല്ല. മറിച്ച് താങ്കൾ യേശുവിനോട് കൂടെ ആകുന്നതിനാണ്. യേശുവിനോട് കൂടെ ആകുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്, ഏറ്റവും വലിയ വിജയമാണ്. കാരണം ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ എല്ലാമായി. യേശുവാണ് പറഞ്ഞത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന്. അപ്പൊ യേശുവിനോട് താങ്കൾ ചേരുവാനായിട്ട് സ്നാനം ഏറ്റുകഴിഞ്ഞാൽ യേശു തന്നോട് കൂടെ ഉണ്ടായിരിക്കും, താങ്കളോട് കൂടെ ഉണ്ടായിരിക്കും. യേശു ഉണ്ടെന്നുള്ള ഉറപ്പ്, ആ ധൈര്യം, ആ നിശ്ചയദാർഢ്യം താങ്കളുടെ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കുവാനായിട്ട് താങ്കളെ പ്രചോദിപ്പിക്കും. മനസ്സിലായോ? അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും മരണത്തിൽ പങ്കാളികളാവും സ്നാനമില്ല. അപ്പൊ സ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്തു മരിച്ച് അവനെ അടക്കിയതായ ആ അടക്കിനോട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആ അടക്കത്തിനോട് താതാത്മ്യം ചെയ്യുന്നതായ ഒരു ചടങ്ങും കൂടിയാണ് ഈ സ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് അവിടെ ആ വാക്യം പറയുന്നത്. മനസ്സിലായോ? അവനെ മരിച്ച് അടക്കിയതുപോലെ തന്നെ വെള്ളത്തിലേക്ക് താങ്കൾ താഴ്ത്തുന്നു. പറഞ്ഞ അതിന്റെ ആലങ്കാരിക അർത്ഥം താങ്കൾ മനസ്സിലാക്കുക. അതിനുശേഷം താങ്കൾ പൊങ്ങുന്നു. അപ്പൊ താങ്കൾ ക്രിസ്തുവിന്റെ അനുയായിയായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവിൽ താങ്കൾ ഒരു പുതിയ സൃഷ്ടിയായി തീരുന്നു, ക്രിസ്തുവിനോട് ചേരുന്നു എന്നതിന് വേണ്ടിയാണ് ഈ സ്നാനം വെച്ചിരിക്കുന്നത്. താങ്കൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായി. ഞാൻ പിന്നെ ഐഡന്റിറ്റി എന്ന് ഉദ്ദേശിച്ചത്, നസ്ലിം പറ ചോദിച്ചപ്പോൾ ഐഡന്റിറ്റി എന്ന് ഉദ്ദേശിച്ചത് സമൂഹത്തിലെ ഐഡന്റിറ്റി അല്ല, യേശുവിനുള്ള ഐഡന്റിറ്റിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. യേശുവിന്റെ അപ്പൊ ഐഡന്റിറ്റി ഇത്രേ ഉള്ളൂ, യേശുവിനോട് ചേരുക, യേശുവിനോടൊപ്പം ചേരുക. യേശു പറഞ്ഞു, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ടാകും എന്ന് പറയുമ്പോൾ താങ്കൾ സ്നാനത്തോടുകൂടെ യേശുവിന്റെ സാന്നിധ്യം താങ്കൾ കൂടുതൽ അനുഭവിച്ചാൽ അറിയാനായിട്ട് കഴിയും. ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം വേറെ വിജയം എന്താണ് സുഹൃത്തെ?
ഉം. ഒരു വ്യക്തി ദൈവത്തോട് കൂടെ നിൽക്കുന്നത് 10,000 പേര് നിൽക്കുന്നതിനൊക്കെ അപ്പുറം ഭൂരിപക്ഷമാണ്. പറഞ്ഞ ദൈവം താങ്കളോട് കൂടെ ഉണ്ടെങ്കിൽ അതൊരു വലിയ ഭൂരിപക്ഷമാണ്. 1000 പേര് താങ്കളോടൊപ്പം വേണ്ട. അപ്പൊ താങ്കൾ സ്ഥാനപ്പെടുമ്പോൾ ക്രിസ്തുവിനോട് ചേരുകയാണ്. മനസ്സിലായി? ഞാൻ ഒരു കാര്യം തുറന്ന് സമ്മതിക്കാൻ ചോദിക്കുന്നത്, ഞാൻ അങ്ങോട്ട് ഒരു തിരിച്ചു പോക്കില്ല ഇനി. അപ്പൊ ഞാനിത് മനസ്സുകൊണ്ട് ഞാൻ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ താങ്കൾ എൻ്റെ ഒരു ഓക്കെ, താങ്കൾ ദയവായിട്ട് അങ്ങോട്ട് തിരിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. താങ്കൾ ക്രിസ്തുവിനെ കൂടുതലായി അറിയുക. താങ്കളുടെ വേദപുസ്തകം ഉണ്ടോ? ബൈബിളുണ്ടോ? ബൈബിളുണ്ട്. ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങളൊക്കെ താങ്കൾ ശ്രദ്ധിച്ചോ? അവിടേക്ക് എത്തിയിട്ടപ്പോ ഉൽപ്പത്തി വായിച്ച് കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ എൻ്റെ അല്ല, ജോലി കാര്യങ്ങൾ ഞാനിപ്പോ വായിച്ചത്, ഇപ്പൊ ഇവിടെ വായിച്ചല്ലോ, റോമാലേഖനം 10:9 വാക്യം പറഞ്ഞപ്പോൾ അത് എടുക്കാനായിട്ട് താങ്കൾക്ക് കഴിഞ്ഞു. അത് കണ്ടോ? അല്ലെങ്കിൽ താങ്കൾ ഒരു കാര്യം, ഒരു പെണ്ണെടുത്ത് ഞാൻ ഈ പറഞ്ഞതായ വാക്യങ്ങൾ താങ്കൾക്ക് കുറിച്ച് വെക്കുക. റോമർ 10:9 അത് അവിടെ നിന്ന് കുറിച്ച് വെച്ചിട്ട് താങ്കൾ പിന്നീട് ഇപ്പൊ താങ്കൾക്ക് ഒരു പക്ഷേ അത് എടുക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ബൈബിള് എടുക്കുക എന്ന് പറയുന്നത് താങ്കൾ വായിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാനും കഴിയും. ഇല്ലെങ്കിൽ അല്പം ബുദ്ധിമുട്ട്. ഇപ്പൊ ഇതൊക്കെ എടുത്താൽ മതി. 10:9 യേശുവിനെ കർത്താവ് എന്ന് വായ കൊണ്ട് ഏറ്റു പറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയാണ്. യേശു ഉയർത്തെഴുന്നേറ്റ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ താങ്കൾ രക്ഷിക്കപ്പെടും. അടുത്തതാണ് പിന്നെ സ്നാനം. ക്രിസ്തുവിനോട് ചേരുവാനായിട്ട് സ്നാനപ്പെടുക. അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്ന 1-2 കാര്യങ്ങളോട് ഞാൻ താങ്കളെ വായിച്ചു. അപ്പൊ താങ്കൾ കുറെ കൂടെ എന്റെ കൃത്യമായിട്ട് താങ്കൾക്ക് മനസ്സിലാക്കും. റോമർ എത്രയാണ് ജാക്കോബാസ്? റോമർ എത്ര? റോമർ റോമർ 10:9 6:3 എഴുതിയിട്ടു. റോമർ 10:9 ക്രിസ്തു രക്ഷിതമായി സ്വീകരിക്കണം എന്ന് പറഞ്ഞത്. 6:3 ക്രിസ്തുവിനോട് ചേരുന്നതിന് വേണ്ടിയാണ് സ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനപ്പെടുന്നത്. ഇനി താങ്കൾ ശ്രദ്ധിച്ചു. ഇനി താങ്കൾ 1-2 കാര്യം ഞാൻ പറയാം. ആദ്യമേ ഇന്നേക്ക് 2000 വർഷങ്ങളായതേ ഉള്ളൂ സഭ ഭൂമിയിൽ ഉണ്ടായിട്ട്. ക്രൈസ്തവ സഭയുടെ ആരംഭം 2000 വർഷത്തെ പഴക്കമാണ്. 2000 വർഷത്തിന് മുമ്പ് യേശുക്രിസ്തുവിന്റെ കുരിശുമരണ പുനരുത്ഥാനത്തിന് ശേഷം യേശുവിന്റെ ശിഷ്യന്മാർ 12 പേർ ഉൾപ്പെട്ടതായ ശിഷ്യവൃന്ദത്തിൽ നിന്നാണ് ആളുകൾ ഇങ്ങനെ ക്രിസ്തുവിലേക്ക് വരുന്നത്. മനസ്സിലായോ? അപ്പൊ അന്ന് ആദ്യം നടന്ന ഒരു പ്രഭാഷണത്തിൽ ക്രിസ്തുവിന്റെ ശിഷ്യനായ പത്രോസ് നടത്തിയ ഒരു പ്രഭാഷണം അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. താങ്കളത് ദയവ് ചെയ്ത് അതും കൂടെ എഴുതിയെടുക്കുക. അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ ഏകദേശം 29 മുതലുള്ളതായ വാക്കുകൾ താങ്കൾ ദയവായിട്ടൊന്ന് വായിക്കണം. കുറഞ്ഞത് 37 എന്നുള്ള വാക്കുകൾ വായിക്കണം. അവിടെ പത്രോസിന്റെ പ്രഭാഷണം കേൾക്കുകയാണ്, ജനങ്ങൾ കേൾക്കുക. ഇപ്പൊ ഞാനിവിടുന്ന് പറയുമ്പോൾ താങ്കളുടെ കർണപടത്തിലേക്ക് ഇത് വന്ന് അടിക്കുന്നത് പോലെ തന്നെ ഒരു വ്യക്തിയുടെ പ്രസംഗം കേൾക്കുകയാണ്. പത്രോസിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള അനന്തരഫലം എന്താണെന്നുകൂടെ ഞാൻ താങ്കളെ വായിച്ചിരിപ്പിക്കാം. ഇത് കേട്ടിട്ട് അതായത് പത്രോസിന്റെ പ്രഭാഷണം കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷ അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ടു, മനസ്സിലായോ, നിങ്ങളുടെ പാപങ്ങളുടെ ബോധനത്തിന് ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കും, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാൽ അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടോ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. മനസ്സിലായോ? അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പൊ ഇവിടെ പത്രോസിന്റെ പ്രഭാഷണം കേട്ടപ്പോൾ മാനസാന്തരം ഉണ്ടായി. ഞാൻ താങ്കളോട് ആദ്യം പറഞ്ഞല്ലോ, ഞാൻ പാപിയാകുന്നു എന്നുള്ള ഒരു ബോധ്യം ആദ്യം ഉണ്ടാകില്ല. ഇതുവരെ വന്നതായ വാക്കുകൾ മനസ്സാ വാചാ കർമ്മണ എന്ന് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു. വാക്കുകൾ കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ ചിന്തകൾ കൊണ്ടോ നമ്മൾ പാപം ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു ബോധ്യം ഉണ്ടാകുക, ഞാൻ പാപിയാകുന്നു എന്ന ബോധം ഉണ്ടാകുകയും ആ പാപത്തിന് പരിഹാരത്തിനായി ക്രിസ്തു ക്രൂശിൽ മരിച്ച് പുനരുത്ഥാനം ചെയ്ത് വിശ്വസിക്കും. ക്രിസ്തുവിന് എന്റെ പാപപരിഹാരം, എനിക്ക് എന്റെ പാപത്തെ നീക്കി എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കുവാൻ കഴിയുന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് താങ്കൾ റോമർ 10:9 പറയേണ്ടത്. മനസ്സിലായോ? അതിനുശേഷം അത് പറഞ്ഞതിന് ശേഷം ക്രിസ്തുവിനെ താങ്കൾ രക്ഷിതാവായി സ്വീകരിച്ചു, ക്രിസ്തു താങ്കളുടെ ഉള്ളിൽ വന്നു, പിന്നീടാണ് താങ്കൾ സ്നാനത്തിലേക്ക് പോകേണ്ടത്. അപ്പൊ ഇതിനിടയ്ക്ക് താങ്കൾ ധാരാളം കാര്യങ്ങൾ ക്രിസ്തുവിനും താങ്കൾ പഠിച്ചിരിക്കും. പിന്നീട് താങ്കൾ സ്നാനത്തോടു കൂടെ ക്രിസ്തുവിനോട് ചേർന്ന് കഴിഞ്ഞു. ഇപ്പൊ ക്രിസ്തു താങ്കളോട് കൂടെയായി. അപ്പൊ താങ്കൾ പഴയ മതത്തിലേക്ക് പോകത്തില്ല എന്ന് പറഞ്ഞതിൽ ഞങ്ങൾ താങ്കളെ അഭിനന്ദിക്കുന്നു. അവിടെ രക്ഷയില്ല, അവിടെ നാശമാണെന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം അതിന്റെ 2 ദിവസമൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ പറഞ്ഞു. അത് താങ്കൾ കേട്ടു, ഞാനത് ഇപ്പോഴും ഓർക്കുന്നു. ക്രിസ്തുവിനെ താങ്കൾ രക്ഷിതാവായി സ്വീകരിച്ചാൽ സുഹൃത്തെ, ഇതുവരെ താങ്കൾ അനുഭവിക്കാത്തതായ അദമ്യമായ അനുഭവം, അതായത് നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ഭാവനകൾക്കും അപ്പുറമായ
ദൈവീകതയുടെ ഒരു അനുഭവത്തിലേക്ക് താങ്കൾ മാറ്റപ്പെടും. അത് ഇത് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാ. ബൈബിളിൽ ഒരു വാക്യമുണ്ട്. ഞാനിപ്പോ എങ്ങനെ പറഞ്ഞത് കൊണ്ട് എനിക്കിപ്പോ എന്തൊക്കെ നഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാനിപ്പോ ചാക്കോ മാസ്റ്ററിനെ അറിയാം. ഞാൻ എത്ര ദിവസമായി 2 മണി 3 മണി വരെ നിങ്ങളെ ചർച്ചകൾ കേട്ട് നിൽക്കാറുണ്ട്. അപ്പോ ഈ 2 റെഫറൻസ് ഒന്ന് സാർ ചാറ്റ് ബ്രദറെ, ബോക്സിൽ ഇട്ടാൽ മതി. ഇസ്ലാമിക കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മുസ്ലിം ആശയത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ബ്രദർ ആദ്യത്തെ വ്യക്തിയൊന്നുമല്ല. മനസ്സിലായില്ലേ? നബീൽ ഖുറേഷി എന്ന് പറയുന്ന സഹോദരൻ, അതുപോലെ തന്നെ ഷേഖ് പക്ഷെ എന്റെ അൽഫാദി, ചുറ്റുപാട് ഷേഖാണ് അങ്ങനത്തെ അദ്ദേഹം, ചുറ്റുപാടാണ്. സൗദി അറേബ്യയിലെ. പക്ഷെ എന്റെ ആ ചുറ്റുപാട് അങ്ങനത്തെ അത് ചുറ്റുപാടാണ്. മനസ്സിലായി. അതെ, മറ്റുള്ള ബ്രദറിന്റെ കാര്യങ്ങൾ അടുത്തുള്ള മറ്റുള്ള കാര്യങ്ങൾ അനിൽ പാസ്റ്ററോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അനിൽ പാസ്റ്ററിന് സ്ഥലവും അറിയാം. അപ്പൊ ആ ചുറ്റുപാട് അങ്ങനത്തെ ഒരു ചുറ്റുപാടാണ്. വളരെ തീവ്രതയുള്ള ചുറ്റുപാടാണ്. ഓക്കെ ബ്രദറെ, മനസ്സിലായി, ഞങ്ങൾക്കത് മനസ്സിലായി. താങ്കൾ സാവകാശം അത് നീങ്ങിയാൽ മതി കേട്ടോ. താങ്കളത് എന്താണ് ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാമിലേക്ക് ഒരുവൻ വരുന്നതിന് ഇത്രയൊന്നും സാവകാശം ഒരു കൊടുക്കത്തില്ല. ആ ഷഹാദത്ത് വരുമ്പോൾ ചൊല്ലുക, ഉടനെ കൊണ്ടുപോയി പൊന്നാനില്ല മഞ്ചേരില കൊണ്ടുപോയി മുറിക്കുക, അങ്ങ് വിടുക. ഇതല്ല ബൈബിളിലൂടെ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തു ആരെ നിർബന്ധിച്ച് തന്റെ മതത്തിലേക്ക് തന്റെ അനുയായികളാക്കാൻ ശ്രമിച്ചിട്ടില്ല. ക്രിസ്തു മതം ഒന്നൊരു മതവും ഇല്ല. ഇത് നമ്മൾ പഠിച്ച് നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും ഒക്കെ നിരക്കുന്നതാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന് സാവകാശമുണ്ട്. താങ്കൾ ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, രക്ഷിക്കാനായിട്ട് മറ്റൊരു ഇവിടെ ഇല്ല. ഇവിടെ മനുഷ്യനെ പാപത്തോട്, ഇസ്ലാം പറയുന്ന പാപത്തോട് സൃഷ്ടിക്കുന്നത്. ഇവിടെ ഒരാള് ബാച്ചാൽ എഴുതിയിരിക്കുന്ന ആദ്യ പാപം എടുത്ത് ഒട്ടിക്കളയാനായിട്ട്. ആദ്യ പാപമല്ല, മനുഷ്യനെ പാപത്തോടു കൂടി സൃഷ്ടിച്ചു വിടുന്നതാണ് ഇസ്ലാം പറയുന്നത്. ഇത് വലിയ വലിയ ഗുരുതരമായ ഒരു വിശേഷമാണ്. കാരണം ഈ നന്നായി ജീവിക്കേണ്ട മനുഷ്യനെ അള്ളാഹു പാപത്തോടും സൃഷ്ടിച്ചു വിടുന്നു പറയുമ്പോൾ ആ പാപം എന്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇവൻ ഇത്രയും ക്രിമിനൽ ആയിത്തീരുന്നത്. അതിന് കാരണക്കാരൻ അള്ളാഹുവാണ്. പറഞ്ഞ മനസ്സിലായോ? എന്നാൽ ബൈബിൾ അങ്ങനെയല്ല പറയുന്നത്. ബൈബിൾ പറയുന്നത് ഇവരെ പാപത്തോട് സൃഷ്ടിച്ചതിന്റെ ഫലമായിട്ട് ഇവൻ പാപിയാതല്ല. ഇവന്റെ ആദ്യ പിതാവ് പാപം ചെയ്തത് നിമിത്തം അതിന്റെ പരിണിത ഫലമായിട്ട് ഇവൻ പാപിയായി തീർന്നതാണ്. നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ പൂർവ്വപിതാക്കൾ, നമ്മുടെ ആദ്യ പിതാവ് പാപം ചെയ്തതിന്റെ പരിണിത ഫലമായിട്ട് നമ്മളിലേക്ക് പാപം വന്ന പല രോഗങ്ങളും പാരമ്പര്യമായിട്ട് ലഭിക്കുന്നില്ലേ? പല രോഗങ്ങളും പാരമ്പര്യമായിട്ട് ലഭിക്കുന്നില്ലേ? വൈദ്യശാസ്ത്രം തെളിയിച്ചല്ലോ അത് പാരമ്പര്യമായിട്ട് വരുമെന്ന് അവരും പറയുന്നല്ലോ. അതുപോലെ തന്നെ പാപം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ ദിവസം നമ്മുടെ കുറ്റക്കാരല്ല, പക്ഷെ നമ്മുടെ മേൽ അത് വീണുപോയി. അതിൽ നിന്ന് രക്ഷപ്പെടുവാനാണ് യേശു ക്രൂശിൽ മരിച്ച് പുനരുദ്ധാനം ചെയ്തത്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് പാപത്തോടുകൂടി സൃഷ്ടിച്ചു വിടുന്ന ഒരു പ്രവണത ബൈബിളിലില്ല. അത് ഇസ്ലാമിലാണ്. അള്ളാഹു ഹള്ളൂ സൈത്താൻ എന്ന് പറയുന്ന തിന്മയുടെ ചോരക്കട്ടയെ മുഹമ്മദിന്റെ നെഞ്ചിനകത്ത് വെച്ചാണ് മുഹമ്മദിനെ സൃഷ്ടിക്കുന്നതും ആദവനെ സൃഷ്ടിക്കുന്നതും മനുഷ്യരെ എല്ലാം സൃഷ്ടിക്കുന്നത്. എന്തിനാണ് അങ്ങനെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചപ്പോൾ മനുഷ്യന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് ചെയ്തത്. എങ്ങനെയുണ്ട് ഇങ്ങനെ ഒരു പരിപാടി ലോകത്തിലെ ഒരു മതത്തിൽ? അതുകൊണ്ട് ബാക്ക് ചാനൽ കിടന്ന് ബഹളം വെക്കുന്നവർക്കും ഒരു സന്ദേശമുണ്ട്. അങ്ങനെ ഒരു സൃഷ്ടിപ്പല്ല ബൈബിളിൽ ചെയ്തിരിക്കുന്നത്. ബൈബിളിലെ ദൈവം പാപത്തോടുകൂടി ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല. ഓരോ മനുഷ്യനും അവന്റെ ഇച്ഛയ്ക്കനുസരിച്ച്, ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ട്, അതായത് ദൈവികതയ്ക്ക് വിരുദ്ധമായിട്ട് അവൻ പാപം ചെയ്യുന്നത് കൊണ്ടാണ് അവൻ പാപിയാക്കുന്നത്. എന്നാൽ പൊതുവെ പറഞ്ഞാൽ മനുഷ്യൻ പാപിയാകാൻ കാരണം ആദ്യ മനുഷ്യന്റെ പാപമാണ്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലെത്തിയെന്ന് പറഞ്ഞു. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ അതിന്റെ പിന്തുടർച്ച എന്ന നിലയിലാണ് പാപം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പാപിയായ നമ്മുടെ കുറ്റം കൊണ്ടല്ല, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് ലഭിച്ചതാണ്. ആ പാപത്തിൽ നിന്ന് മുക്തി ലഭിക്കുക എന്നുള്ളത് ക്രിസ്തുവിന്റെ ബലിവരണത്തിലൂടെയാണ്. അതുകൊണ്ട് താങ്കള് സാവകാശം അത് മനസ്സിലാക്കുക. എന്താണ് താങ്കളുടെ പശ്ചാത്തലം ഞങ്ങൾക്കറിയാം, ചുറ്റുപാട് ഞങ്ങൾക്കറിയാം, എല്ലാം ഞങ്ങൾക്കറിയാം. ഞങ്ങൾ നിർബന്ധിക്കുകയല്ല. പക്ഷെ രക്ഷ ഇതല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. താങ്കൾ സാവകാശം ഇത് കാര്യങ്ങൾ മനസ്സിലാക്കി യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവായി താങ്കൾ സ്വീകരിക്കണം. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ താങ്കൾ സ്നാനം സ്വീകരിച്ച് ഒരു ദൈവ മകനായി തീരണം. അള്ളാഹുവിന്റെ അടിമയല്ല, മറിച്ച് ക്രിസ്തുവിന്റെ മകനായി താങ്കൾ തീരണം. അപ്പോൾ ക്രിസ്തു ആരാൻ താങ്കൾക്ക് അറിയാനായിട്ട് കഴിയും. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ദൈവം നല്ലവനെന്ന് രുചിച്ചറിയുവൻ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവൻ. നമുക്ക് അങ്ങനെ രുചിച്ചറിയാനായിട്ട് കഴിയും. നമ്മുടെ വിശ്വാസത്താൽ നമുക്ക് ദൈവത്തെ അനുഭവിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് താങ്കൾ വിശ്വസിക്കുമ്പോൾ തന്നെ ക്രിസ്തു ആരെന്ന് ക്രിസ്തു കൂടുതൽ വെളിപ്പെടുത്തും. അതിനായി താങ്കളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ ആ മതം വിട്ടതിൽ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. കൂടുതലായി ഇത് മനസ്സിലാക്കുക, യേശു രക്ഷകരായി സ്വീകരിക്കുക, സ്നാനപ്പെടുക. താങ്കൾ ഇനിയും പറയണം, താങ്കൾ ഇനിയും സംശയങ്ങൾ ചോദിക്കണം. ഞങ്ങൾ കുറച്ച് ഞങ്ങൾ പറഞ്ഞു തരാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ വേറൊരു കാര്യം പറഞ്ഞതേ, ഇവിടെ ഒരു മിനിറ്റ് സാർ ബ്രദറെ, ഇവിടെ വേറൊരു കാര്യം, ഇവിടെ താഴെ ഇരിക്കുന്ന സഹോദരന്മാര് പലരും ചോദിക്കുന്നത്, മുഹമ്മദ് പാപിയായിരുന്നു? അതെ, തീർച്ചയായിട്ടും മുഹമ്മദ് പാപിയായിരുന്നു. അള്ളാഹു തന്നെ പറയുന്നുണ്ട്, മുഹമ്മദെ നിന്റെ മുൻപാപങ്ങളും പിൻപാപങ്ങളും ഓർത്തു തന്നിരിക്കുന്നു എന്ന്. അള്ളാഹു ശരിക്കും പറഞ്ഞാൽ മുഹമ്മദിന് ഒരു ഫ്രീ പാസ് ആണ് മുഹമ്മദിന് കൊടുക്കുന്നത്, എന്ത് മ്ലേച്ഛതയും വൃത്തികേടും കാണിക്കാൻ വേണ്ടി. മുഹമ്മദ് കൊടും പാപിയായിരുന്നു എന്ന് ഖുറാൻ തന്നെ സാക്ഷ്യം വഹിക്കുന്നു.
മനസ്സിലായില്ലേ? ഹദീസുകളിൽ പറയുന്നത് എന്താണ്? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അതിനെ എന്ത് പിടിക്കും? ഇബ്ലീസ് ആ കുഞ്ഞിനെ തൊടും. പക്ഷേ ഈസയുടെ അമ്മയായ മറിയമിനെയും ഈസയെയും ഇബ്ലീസിന് തൊടാൻ പറ്റിയിട്ടില്ല. മനസ്സിലായില്ലേ? മുഹമ്മദ് ഇന്നും കബറിൽ കിടക്കുകയാണ്. മുഹമ്മദ് ഇന്നും അടി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് കൊടും പാപി ആയതുകൊണ്ടല്ലേ മുഹമ്മദ് ഇന്നും അടി വാങ്ങിക്കുന്നത്, എന്റെ പ്രിയപ്പെട്ട റയീസെ? പക്ഷേ ഈസ എവിടെ കിടക്കുകയാണ്? ഈസ മുകളിലോട്ട് പോയെന്നാണ് നിങ്ങളുടെ അഭിപ്രായം. ഈസയെ ഞങ്ങൾക്കറിയത്തില്ല, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഈസയെ അള്ളാഹു നേരെ അങ്ങ് മേളിലോട്ട് എടുത്തു എന്നാണ്. ഈസയെ ഇബ്ലീസിന് തൊടാൻ പറ്റിയില്ലല്ലോ. എന്തുകൊണ്ട്? അത് നിങ്ങൾ ചിന്തിക്കുക. ഞങ്ങൾക്ക് ഈസയെ അറിയത്തില്ല. പിന്നെ ബൈബിളിൽ വളരെ കൃത്യമായി ബൈബിൾ രേഖപ്പെടുത്തുന്നത് എന്താണ്? പാപം ഒഴികെ അവൻ എല്ലാത്തിനും നമ്മളോട് മനുഷ്യരെ പോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു ആയി തീർന്നു. അപ്പം പാപം അവൻ അറിയാത്തവനായിരുന്നു എന്ന് വളരെ കൃത്യമായി ബൈബിൾ പറയുന്നു. യേശു ക്രിസ്തുവിൽ പാപം ഇല്ലായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. പക്ഷെ നിങ്ങളുടെ കള്ളപ്രവാചകനായ മുഹമ്മദ്, എന്റെ പ്രിയപ്പെട്ട റൈസിന്റെ കള്ളപ്രവാചകനായ മുഹമ്മദ് കൊടും പാപിയായിരുന്നു എന്ന് ഖുറാൻ സാക്ഷ്യം വഹിക്കുന്നു, ഹദീസുകൾ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് തന്നെ പാപത്തിന് വേണ്ടി മാപ്പ് ചോദിക്കുമായിരുന്നു. മുഹമ്മദ് പറയുമായിരുന്നു, കടബാധ്യതയിൽ നിന്ന് അല്ലാഹു എന്നെ പൊറുക്കണമേ, അത് അലസതയിൽ നിന്ന് എന്നെ ക്ഷമിക്കണമേ. അങ്ങനെ പല പാപങ്ങളിൽ നിന്ന് മുഹമ്മദ് പാപമോചനം തേടുമായിരുന്നു. നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ചാക്കോപാസ്റ്റർ വേറൊരു കാര്യം പറഞ്ഞേ. ആ ചാക്കോപാസ്റ്റർ, ആ പാപത്തിന്റെ പ്രകൃതി മനുഷ്യന്റെ മേൽ ഉള്ള കാര്യം നമ്മൾ ശരിക്കും പറഞ്ഞാൽ എസ്ആർ ബ്രദറിന് അത് പറഞ്ഞു കൊടുക്കണം. പ്രകൃതി മനുഷ്യൻ ഇന്നും ഉണ്ടല്ലോ. എസ്ആർ ബ്രദറെ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മളെ ഈ കുഞ്ഞിന് നീ തെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എസ്ആർ ബ്രദറെ, ഒരു കുഞ്ഞ് ജനിച്ച് കുറച്ച് വലുതാവുമ്പോ, ഒരു 2 വയസ്സ് 3 വയസ്സാവുമ്പം നമ്മൾ ഈ കുഞ്ഞിന് നീ തെറ്റ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുവോ? ഹലോ, കേൾക്കുന്നുണ്ട്. എസ്ആർ ബ്രദറിന്റെ ശബ്ദം വരുന്നില്ല. പറഞ്ഞില്ല. ഒരു കുഞ്ഞിന് നമ്മൾ തെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കത്തില്ല. കേൾക്കുന്നില്ലേ? കുഞ്ഞ് ഓൾറെഡി തെറ്റ് ചെയ്യും, ശരിയല്ലേ? ഹലോ, സൗണ്ട് ഇല്ല. ചെയ്യും ചെയ്യും. അതാണ് നമ്മളെ സൗണ്ട് ഇല്ല ബ്രദറെ, കേൾക്കുന്നില്ല. സൗണ്ട് വന്നില്ല. ഹലോ, ഇപ്പൊ കേക്കാം. എസ്ആർ ബ്രദറെ, സൗണ്ട് ഇല്ല. കേൾക്കുന്നില്ല. ഹലോ. ഇപ്പൊ കേക്കാം. നെറ്റ്വർക്കിൽ വരൂ. നെറ്റ്വർക്കിൽ അദ്ദേഹത്തിന്റെ നെറ്റ്വർക്കിന് എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. നസ്രേ ബ്രദറെ, ഈ ബാക്ക് ചാനലിൽ കിടന്നിട്ട് നിലവിളിച്ച ആളിന് വേണ്ടി മുഹമ്മദിനെ പാപത്തോടു കൂടിയാണ് സൃഷ്ടിച്ചതെന്നും ഇസ്ലാമിലെ സകല മുഹമ്മദീയരെയും പാപത്തോടു കൂടിയാണ് സൃഷ്ടിച്ചു വിടുന്നതെന്നും ഉള്ളത് ഒരു ഹദീസ് ഞാൻ വായിച്ചു കേൾപ്പിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പ്രശ്നത്തിന് ഒരു പരിഹാരമാകും. മനസ്സിലായോ? ഇവിടെ വന്ന് വെറുതെ ബഹളം വെക്കരുത്. നിങ്ങളെയൊക്കെ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത് എസ്ആർ വരെ ഒന്ന് കൂട്ടി തരാം. ഞാൻ പറഞ്ഞതിന് ശേഷം ഞാനത് വായിച്ചതിന് ശേഷം താങ്കൾ തുടങ്ങുക. ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞു, ബൈബിളിൽ ദൈവം പാപത്തോട് സൃഷ്ടിച്ചിട്ടില്ല. ദൈവം തന്റെ സ്വരൂപത്തിൽ സാദൃശ്യം സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വിശുദ്ധിയിലും നീതിയിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. മനസ്സിലായി? എന്നാൽ ഇസ്ലാം പറയുന്നത് എന്താണ്? മനുഷ്യനെ പാപത്തോട് സൃഷ്ടിച്ചെന്ന് പറയുന്നത്. താരിഖുൽ ഇസ്ലാം എന്ന ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥം പേജ് 52-53 ഇസ്ലാമിക ചരിത്ര നിർമ്മാണ സമിതിയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 1100ഓളം വരുന്ന ഈ പുസ്തകത്തിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? പേജ് 52-53 ഇങ്ങനെയാണ് പറയുന്നത്. ഒരു ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഒരു ഹദീസിൽ ഇപ്രകാരം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു: കുട്ടിക്കാലത്ത് നബി ബനു ഇസ്രായേൽ ഗോത്രക്കാരുടെ കൂടെ ആയിരിക്കുമ്പോൾ ഒരു ദിവസം 2 ആളുകൾ എന്നെ സമീപിച്ചു. അവരിൽ ഒരാളുടെ കയ്യിൽ ഹിമജലം നിറച്ച ഒരു സ്വർണ്ണപാത്രമുണ്ട്.